അതായത് ഞാൻ ഒരു റെക്കോർഡിങ് കേൾപ്പിക്കാൻ വന്നതാ. അത് മദറിനോട് യേശുവിനെ കുറിച്ച് റെക്കോർഡിങ് കേൾപ്പിക്കാൻ 1 മണിക്കൂറുള്ളൂ അത് കേൾപ്പിക്കാനായിട്ട്. ജസ്റ്റ് ശരിക്കുള്ളത് എനിക്ക് മലയാളം ശരിക്കും പെട്ടെന്ന് വഴങ്ങി പറയണനുസരിച്ച് വരില്ലേ, പുറത്ത് വളർന്നത്. അപ്പോൾ റെക്കോർഡിംഗ് ആയിട്ട് ചെയ്തിരിക്കണം. 1 മണിക്കൂർ 1.5 മണിക്കൂറുണ്ടോ കേട്ടാൽ ഞങ്ങൾക്ക് ടൈം പാസ് ആവും. ഇങ്ങനെ കേൾപ്പിക്കേണ്ട കാര്യമുണ്ടോ അച്ഛനോട് പറയും. അങ്ങനെ ഈ ഹാപ്പി ഓണം കാപ്പിക്ക് ഓണം എന്ന് പറയുമ്പോൾ, ഹാപ്പി ഓണം എന്ന് പറഞ്ഞ് വരുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക, വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. അല്ല സ്വന്തം സൂക്ഷിച്ച അവസ്ഥ സ്വന്തം സൂക്ഷിച്ച നാവ് കാണിക്കണേ. ബെല്ലടിച്ചിട്ട് പിന്നെ എന്തിനാ വാതിൽ ഉറക്കെ കൊട്ടേണ്ട ആവശ്യം? ഇവിടെ ആള് ലോക്കായിട്ട് പോയിക്കായിരിക്കും, അപ്പോൾ തുറക്കാൻ പറ്റില്ല. അപ്പോൾ മനസ്സിലായി, ഒരു ഹാപ്പി ഓണം, ഒരു ദസറയോ ദുർഗ പൂജയോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ പേരുകൾ കേൾക്കുമ്പോൾ ഞാൻ ഇഷ്ടം വരും എനിക്ക്. ദുർഗ പൂജ അല്ലെങ്കിൽ ദസറ, ഹോളി, അല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടാവുള്ള അവിടെ പുറത്തെ സ്ഥലത്തൊക്കെ പോകുമ്പോൾ എന്തൊക്കെ ഉണ്ടാവാറ്, അങ്ങനത്തെ ഓരോരോ വിഷു. അതിന് വരെ എൻ്റെ തോണ്ടി ക്ഷണിക്കാറില്ല. സിനിമക്കാരെ കുറിച്ച് സംസാരിക്കാൻ, എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാനാ, ശോഷിച്ച വാക്കുകൾ പറയാനാ, എൻ്റെ പേര് വിളിക്കാൻ തന്നെ അവർക്ക് അർഹത ഇല്ലാത്ത പോലെയാണ് നടക്കണേ ഹിന്ദിക്കാർ. പിന്നെ ഇങ്ങനെ മലയാളികൾക്ക് ഓണത്തിന് വിഷുവിന് ക്ഷണിക്കാൻ പറ്റും. അപ്പം അങ്ങനത്തെ ക്ഷണിക്കുക, ഹാപ്പി ഓണത്തിനൊന്നും ഞാൻ പോകാറില്ല. ഈ പോകേണ്ട ആവശ്യമില്ല. എൻ്റെ അടുത്ത് ഞാൻ സംസാരിക്കാത്തവരോട് ഞാൻ എന്തിനാ അങ്ങോട്ട് സംസാരിക്കേണ്ട ആവശ്യം? വിഡ്ഢികളെ പോലെ വിഡ്ഢിത്തരം ചെയ്യണവരോട് എനിക്ക് എന്തിട്ട് ചേർച്ച? അതുപോലെ മുസ്ലിംസ് ഈദ് ഉൽ ഫിത്തർ, മുസ്ലിംസായിട്ട് ക്രിസ്ത്യാനിറ്റിക്ക് എന്ത് ബന്ധം? ക്രിസ്ത്യാനിറ്റിക്ക് റോമൻ കാത്തലിക്സ് ആയിട്ട് എന്ത് ബന്ധം? ക്രിസ്ത്യാനിറ്റിക്ക് ഹിന്ദുസായിട്ട് എന്ത് ബന്ധം? അത് മനസ്സിലാക്കാൻ പഠിക്കുക. നിങ്ങൾ ഉറച്ചു നിൽക്കാൻ പഠിക്കുക. ഉറച്ചു നിൽക്കാത്തവരെ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ലേ. ഒരു കാര്യത്തിൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് തന്നെ ആവണം. അല്ലെങ്കിൽ അല്ല എന്ന് പറഞ്ഞാൽ ഈ നാവ് വിടുവായത്തരം പെട്ട തലയന്മാർക്ക് എന്താ, തലയിൽ വെളിവില്ല, പുറത്തും വെളിവില്ല, അകത്തും വെളിവില്ല. അതുകൊണ്ട് ഉറപ്പില്ലാണ്ട് ഓരോ ശോഷിച്ച അവസ്ഥ പറഞ്ഞുകൊണ്ടിരിക്കും. അത് മനസ്സിലാക്കാൻ കൃമി കടിക്കുന്നുണ്ടെങ്കിൽ ആ പേര് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ഇട്. സ്വന്തം എപ്പോഴും പഴയ കാലത്തൊക്കെ ഒരു ഉമ്പിത്തരൊക്കെ ചെയ്ത് നടന്നിട്ട് ഒരു തെവിടിച്ചുകളായ ജീവനില്ലാത്ത വിഗ്രഹങ്ങളെയും ജീവിതത്തെ ആരാധിക്കണ കയറ്റുമ്പോൾ ഒരു മക്കളുണ്ടാക്കുമ്പോൾ ഓർക്കണം, ഒരു വെഡിത്തര ചെയ്തുകൊണ്ടിരിക്കണം മെറ്റീരിയലിസ്റ്റിക് രീതിയിൽ ഓരോന്നും ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം? ജോലി ചെയ്യലാണ്, തത്രപ്പെട്ട് ജോലി ചെയ്യുക, തത്രപ്പെട്ട് മക്കളുണ്ടാക്കുക, തത്രപ്പെട്ട് കല്യാണം കഴിക്കുക, ഇതിലൊന്നല്ല കാര്യം. ആ ജീവനുള്ള ദൈവത്തെ എല്ലാ സമയത്ത് നേരെ നടക്കും. അയാൾ ജീവനില്ലാത്ത നശ്വരമായ സ്ത്രീകളെയും നശ്വരമായ ഹ്യൂമൻസിനെയും നശ്വരമായ മൃഗങ്ങളെ ആരാധിക്കുന്നതല്ല ശരി. അപ്പോൾ പറയാം, ഞാൻ എന്താ വെച്ചാൽ എൻ്റെ കാര്യം പറയുമ്പോൾ, ഞാൻ ജനിച്ചത് 2888 2 ഓഗസ്റ്റ് 88. അതുപോലെ 1988 രണ്ടും കൂട്ടി നോക്കുമ്പോൾ 26 കേട്ടാണ്. അതുകൊണ്ട് മണിയുടെയും കുണിയുടെയും ഷൂർഖാൻ്റെയും അല്ലാണ്ട് ദീപിക കുടുക്കോൻ്റെയും അവരുടെ പേരുകൾ തന്നെ ഫേക്കാണ്, ബർത്ത് ഡേറ്റ് ഫേക്കാണ്. ജീവനില്ലാത്ത വിഗ്രഹങ്ങളെയും ജീവനില്ലാത്തതിനൊക്കെ ആരാധിച്ച് അവരുടെ പേരും മാറ്റുന്നതും, ഷൂർഖാൻ എന്ന പേര് മാറ്റുന്നതും, മണി അങ്ങനത്തെ പേര്, ഇമ്മൻ എന്നുള്ളതൊക്കെ പേര് മാറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ 26 എന്ന എൻ്റെ അനിയൻ്റെ ജനനത്തിൽ 12/12/90, 26 12/12/90 അങ്ങനെ കിട്ടുന്നതാണ്. അതുപോലെ 2 + 6 7 8 8 ആണ് കറക്റ്റായിട്ട് വരണം. ഇൻറ്റു കൂട്ടേണ്ട ആവശ്യമില്ല. അതുപോലെ മാത്സ് ടേബിൾസ് കാണാണ്ട് പറഞ്ഞു 9th മാർച്ചിന് അനിയുടെ ബർത്ത്ഡേ അങ്ങനത്തെ ഒക്കെ വരുമ്പോൾ 12/12/90 ഡയബറ്റീസ് കിട്ടുന്നു. ബസ് ഹിന്ദി അവിടെ വരണല്ലേ, കൊങ്കണി വരണേ, ഗോവയിൽ പോർച്ചുഗീസ് അതൊക്കെയാണ് വരണേ. അത് ക്രിസ്ത്യാനിറ്റി അവിടെ വരണം. ഹിന്ദുസായിട്ട് ഞാൻ ബന്ധമില്ല. ഹിന്ദുസായിട്ടോ റോമൻ കാത്തലിക്സ് ആയിട്ടോ മുസ്ലിംസ് ആയിട്ടോ ബന്ധമില്ല. ശോഷിച്ച വാക്കുകൾ എൻ്റെ മുഖത്ത് നോക്കി പറയാനുള്ള ഞാൻ എൻ്റെ വീട്ടുകാരെ കുറിച്ച് ആരെ കുറിച്ച് അങ്ങോട്ട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ മൂത്തൊരു അനിയൻ തമ്മിൽ വ്യത്യാസം 96 95 തേർഡ് സ്റ്റാൻഡേർഡ് ചേരേണ്ട ഞാൻ സെക്കൻഡ് സ്റ്റാൻഡേർഡ് തേർഡ് സ്റ്റാൻഡേർഡ് ചേർന്ന് 95 96 കുപ്പൂടെ ഏറ്റവും ജിബിൾ എൻ്റെ ഏറ്റവും 10ാമത്തെ കസിൻ എന്ന് പറയാം. 11/9 അങ്ങനെ ഉണ്ടായത്. പത്താമത്തെ കസിൻ്റെ കുമോദീസം ചെയ്യേണ്ട ആവശ്യമില്ല. 3 തുള്ളി വെള്ളം ഒഴിക്കാൻ പാടില്ല. മുങ്ങി നിവരണം, പൂർണ്ണമായിട്ട് മുങ്ങി നിവരണം. ഇത് സിസ്റ്റേഴ്സിനെ കേൾപ്പിക്കാൻ വേണ്ടി തന്നെ പറയണേ. അത് കേൾപ്പിച്ച് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നോക്കാം. ക്യാമറയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുത്തുന്നതൊന്നും എനിക്ക് ഇഷ്ടമില്ല. വീട്ടിൽ ക്യാമറയുടെ മുന്നിൽ പ്രൂഫാക്കി വെക്കാൻ എനിക്ക് ഇഷ്ടമില്ല. യേശുവയുടെ കാലത്തും 2000 ഈ 600-500 വർഷം മുമ്പ് ഈ വെഡി ക്യാമറ വെച്ചിട്ടായിരുന്നു എല്ലാവരും ഇതായിരുന്നത്. വീട്ടിൽ ക്യാമറ ഉണ്ടായാലേ എല്ലാവർക്കും ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ ക്യാമറയുടെ മുന്നിൽ ഗോഷ്ടി കാണിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഫാൽക്കെ അവാർഡ് എന്തിനു പഠിക്കുന്നത്? പൊട്ടന്മാരായിട്ട് അഭിനയിക്കണേ ഭേദം മിണ്ടാണ്ട് സ്വന്തം കാര്യം നോക്കി ധൈര്യമായിട്ട് നിൽക്കണവർക്കാണ്. അതാണ് ശരി, അതാണ് മേന്മ. പൊട്ടന്മാരായിട്ട് അഭിനയിച്ചിട്ട് ഓരോ വൃത്തികെട്ട അവാർഡുകൾ മേടിക്കുന്നതല്ല ശരി.
ഒരു മെറ്റീരിയലിസ്റ്റിക് നേച്ചറിന് വേണ്ടി ജീവിതത്തിന് അർത്ഥമില്ല എന്ന് പറഞ്ഞ് വിഡിത്താണ് ചെയ്തുകൊണ്ടിരിക്കണ കുമ്മൂട്ടിയും കോഹൻലാലും പറയിപ്പിച്ച് പറയണവര്. മണ്ടൻ ഡയലോഗ് ആരെയും പറയിപ്പിച്ച് 2 മണിക്കൂറിന് വേണ്ടി പറയും. ഇത് പറയിപ്പിച്ചാണോ പറയണേ? അല്ല. അപ്പോൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ 9th മാർച്ച് 95-96 മാർച്ച് 14 2 എന്ന സമയം 2-3 എന്ന സമയം, അതും നാനയുടെ ബർത്ത് ഡേറ്റും നാനയുടെ ബർത്ത് ഇയറും സെക്കൻഡ് സ്റ്റാൻഡേർഡ് തേർഡ് സ്റ്റാൻഡേർഡ് ചേർന്ന സെക്കൻഡ് സ്റ്റാൻഡേർഡ് ചേർന്ന് സെക്കൻഡ് സ്റ്റാൻഡേർഡ് തേർഡ് സ്റ്റാൻഡേർഡിൽ ചേർന്ന് 95-96 നിങ്ങളുടെ പോലെ ശോഷിച്ച വാക്കുകൾ പറഞ്ഞ് നടക്കണവരും ജീവനില്ലാത്തതിനെ ആരാധിച്ച് നടക്കുന്നത് ഭൂതങ്ങൾ എന്നൊക്കെ പറയുന്നത്, ഊമന് ഹിന്ദുസ് പെണ്ണെന്നൊക്കെ പറയുന്നത്, അത് ഹിന്ദുസിനും മുസ്ലിംസിനും ആന്റി ക്രൈസ്റ്റ് റോമൻ കാത്തലിക്സിനും പെട്ടതാണ്. അത് മനസ്സിലാക്കാൻ പഠിക്കുക. അവർ ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് അറിയില്ല. ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ അവർക്ക് എന്താ എന്നാ ചോദിക്കുള്ളൂ. അല്ലാണ്ട് പറയിപ്പിച്ച് പറയണത് അതൊക്കെ അവർക്കൊന്നും അറിയില്ല. പറയിപ്പിച്ച് പറയുന്നതും ഉറപ്പില്ലാണ്ട് പറയണവർക്ക് എന്ത് കാര്യം? അത് മനസ്സിലാക്കാൻ പഠിക്കും. അതുപോലെ തന്നെ 65 വയസ്സിൽ കുമാമയുടെ റോസി എന്ന പേരിൽ, അതുപോലെ ഇന്നസെന്റ് കുമുക്കോയെ അടുത്ത് മരിച്ച 26 എന്ന ഡേറ്റിൽ തന്നെ 2 പേര് മരിച്ചാണ്. ക്രൂജസ്ഥാനിൽ ഈ വെഡ്ഡി ജോലി ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ലാന്ന് നഴ്സിംഗ്. അപ്പോൾ 26 എന്ന രീതിയിൽ കുമുക്കോയ റോസ് ബിരിയാണി ചെയ്യണം. 2 കൂടെ നിൽക്കണം കണ്ടിട്ടില്ലേ? അത് ഫേക്ക് സിറ്റുവേഷൻ ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ. ഈ ഇന്നസെന്റും കുമുക്കോയും അഭിനയിച്ചിരിക്കുന്നത് 26 ഇരുന്ന ഡേറ്റിലാണ് മരിച്ചതാണ്. അതും 26 മാർച്ച്, 26 ഏപ്രിൽ. നാനിയുടെ ബർത്ത് മന്ത് ഏപ്രിൽ. ആ രീതിയിൽ ഏപ്രിൽ 21 പോപ്പ് മരിച്ചത് ഞാൻ പറയാം. അത് ബാപ്റ്റിസം ചെയ്തത് മുങ്ങി നിവരണന്റെ കാര്യം പറയാം. അപ്പോൾ ഈ മുങ്ങി നിവരണം റിപ്പീറ്റഡ് ആയിട്ട് സാക്രിഫൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. വിലയില്ലാണ്ട് ചെയ്യരുത്. ഓരോരോ അവിടെ പ്രത്യക്ഷ ഇവിടെ പ്രത്യക്ഷപ്പെട്ടു. ജപമാല ചൊല്ലുന്നത് ജൽപ്പന ചൊല്ലുന്നത് യഹോവയ്ക്ക് അരോചകമാണ്. യേശു വരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. ജപമാലയും ജൽപ്പനയും ചൊല്ലാൻ പാടില്ല, അത് യഹോവയ്ക്ക് അരോചകമാണ്. അതാണ് പൗലോസിനെ തെരഞ്ഞെടുത്തത്. റിപ്പീറ്റഡായി സാക്രിഫൈസ് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ യേശു തന്നെ പറയുന്നുണ്ട്, പള്ളിയിലും മലമേലും പോവാൻ പാടില്ലാത്ത കാര്യങ്ങൾ സമയം വരുന്നു. എന്ത്? പള്ളിയിലും മലമുകളിലല്ല ദൈവം ജീവിക്കണം. എല്ലാവരും ഹൃദയത്തിലാണ്, ആത്മാവിലാണ്. ആത്മാവ് നിങ്ങളോട് ഇത് സംസാരിച്ചിട്ടും അതിൽ നിന്ന് മാറാൻ തയ്യാറല്ലെങ്കിൽ ഈ ആത്മാവ് നിങ്ങളോട് ചോദിക്കും. അപ്പോഴാണ് നിങ്ങളുടെ ജീവൻ നശ്വരമായ നാശം കൈവരിക്കാൻ പോകണം. ഞാൻ നിങ്ങളെ റെസ്പെക്ട് കൊടുത്ത് പറയുന്നതല്ല. നിങ്ങൾക്ക് സ്വയം റെസ്പെക്ട് ഇല്ല. തമ്മിൽ റോമൻ കാത്തലിക്കും ഹിന്ദുസും മുസ്ലിംസും ഒക്കെ ശരി, പക്ഷെ അതിൽ ചെയ്യണ വിഡ്ഢിത്തങ്ങൾ ഓർത്ത് നോക്ക്. വിഡ്ഢിത്തത്തിന് യാതിയുണ്ടോ? വിഡ്ഢിത്തത്തിന് എന്തെങ്കിലും നശ്വരമായ മരണം കൈവരിക്കാണ്ട്, നശ്വരമായ ചാവല് കൈവരിക്കാണ്ട് എന്തെങ്കിലും എന്നേക്കുമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? വിഡ്ഢിത്തം എന്തെങ്കിലും സുസ്ഥാപിതമായിട്ട് കണ്ടിട്ടുണ്ടോ? ഈ ലോകം എന്ന് പറഞ്ഞാൽ സുസ്ഥാപിതമായിരിക്കുന്ന വിവരം കൊണ്ടാണ്, വിസ്ഡം കൊണ്ട്. അപ്പൊ കുമാമ മരിച്ച കാര്യം പറയാം. 95-96 കോണിപ്പടിയിൽ നിന്ന് ഉരുണ്ട് വീഴുന്നതും അത് കഴിഞ്ഞാൽ ഞാൻ 6ാം ക്ലാസ്സിലായിരുന്നു. അപ്പോൾ 2000 എന്ന വർഷത്തില് അത് 26 വരണം. പിന്നെ 2006 ഞാൻ പോകുന്നത് ഇഷ്ടമില്ലാത്ത കൂങ്കുളൂർ എന്ന സ്ഥലത്ത്. ഇഷ്ടമില്ലാത്ത ജോലിയാണ്. അത് വ്യത്യാസം മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ്. അല്ലാണെന്ന് പറയുമ്പോൾ എൻ്റെ മുഖത്ത് നോക്കി അല്ലാണെന്ന് പറയാനോ, ഞാൻ എൻ്റെ വീട്ടുകാരെ കുറിച്ചോ പരിസരത്തുള്ളവരെ കുറിച്ച് ഷോർട്സ് പറയാനോ ഞാൻ ഒരുപെട്ടിട്ടില്ല. അത് പറയാത്തത് കൊണ്ട്, പറയിപ്പിക്കാത്തത് കൊണ്ടാണ് പറയണില്ലാന്ന്. പറയിപ്പിച്ചവരും ചെയ്തവരും കഴിച്ചവരും വിഡിത്തം കഴിച്ചവരും അത് പറയോ ഇല്ലാന്ന് കഴിച്ചില്ല എന്ന് പറയോ? അവർ പെടും. കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ പെടും. അവർ സ്പൂൺ ഫീഡിങ് ചെയ്തവരും സ്വന്തം തന്തയുടെ തലയുടെ റീട്ടാർഡ് നേച്ചർ അനുകരിച്ച് നടക്കണവർ എന്താ ചെയ്യുക? ഈ വിഡിത്തം വിഴുങ്ങി അവർ പറഞ്ഞില്ല എന്നൊന്നും പറയില്ല. അവർ പെടും പറഞ്ഞില്ല എന്ന് പറഞ്ഞ. അതുപോലത്തെ എല്ലാ വിഡ്ഢികളും അവരുടെയൊക്കെ വൃത്തികെട്ട ശബ്ദമാണ്. അവർ ഗുഡ്കിയും കഴിച്ച് ബീഡിയും വലിച്ച് ഏതോ 12 വയസ്സൊരു വളഞ്ഞ വേഷമിട്ട് കുരുട്ട് മോന്തിയാണ് എല്ലാത്തിൻ്റെയും, കുമ്മുട്ടിയും കോഹൻലാലിൻ്റെയും എല്ലാത്തിൻ്റെയും. അവർ അങ്ങനെ സംസാരിക്കുക. അത് വ്യത്യാസമുണ്ട്. അപ്പൊ ഈ സംസാരിക്കണ രീതി വോയിസ് ടോൺ ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ അത് എപ്പോഴായാലും കേൾപ്പിച്ചു കൊടുക്കണ രീതി പറയും. അപ്പോൾ കോണിപ്പടിയിൽ നിന്ന് ഉരുണ്ട് വീണിട്ട് 95-96 6ാം ക്ലാസ് 2000 എന്ന വർഷത്തിൽ എനിക്ക് 12 വയസ്സ് തികയുമ്പോൾ ജിബിളിനും ഇമ്മിക്ക് പിന്നെ 2001 12 വയസ്സ് തികയുന്നത്. ഞങ്ങൾ 3 പേര് നിൽക്കുമ്പോൾ, ഞാൻ നടുക്കിൽ നിൽക്കുമ്പോൾ പിന്നെ ഇമ്മിച്ചി. അപ്പോൾ ആ രീതിയിൽ നിൽക്കുമ്പോൾ പറയാം, ലവ് കൊടുക്കാം, സ്നേഹം കൊടുക്കാം, എന്ത് കൊടുക്കാം. ലവ് വീഡിയോസ് കാണാം. പക്ഷെ അതിൽ കുറ്റം പറച്ചിൽ വരണ്ട, ശോഷിച്ചത് കഴിക്കണ്ട, കാശ് വിഡിത്തം കൈമാറണ്ട. വിഡിത്ത രീതിയിൽ എന്തെങ്കിലും വരുന്നുണ്ടോ? അതിൽ ജാതി വരുന്നുണ്ടോ? ശോഷിച്ച വാക്കുകൾ പറയണ്ടോ? ഇല്ല. ആൾക്കാരെ തിരുത്താനുള്ള കാര്യങ്ങൾ പറയണേ, കുഴിയിൽ ചാടിക്കാനുള്ള കാര്യങ്ങളല്ല പറയണേ. തമ്മിൽ കുഴിയിൽ ചാടിച്ച് വിഡിത്തം ഓതി കൊടുക്കുന്നതല്ല കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ. വിഡിത്തം ജീവനില്ലാത്തത് കഴിച്ച്, ശോഷിച്ചത് കുടിച്ച് ബീഡിയും വലിച്ച് ദേഷ്യപ്പെട്ട് പറയുന്നതല്ല. കുടിച്ച് നടക്കണവരെങ്ങനെയാ ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് പറയണവർ ഡ്രഗ് അടിച്ച് ബീഡി വലിച്ച് സിഗരറ്റ് വലിച്ച് നടക്കും. അതുപോലെയാണോ അത്? അല്ല. മൂക്കിപ്പൊടി വലിച്ച് നടക്കണവര്
തമ്മിൽ തമ്മിൽ വെഡിത്താണ് ഓതി കൊടുക്കുന്നത്. തമ്മിൽ തമ്മിൽ കുഴിയിൽ ചാടിക്കണവർ, ശോഷിച്ച ഹിന്ദുസും ആൻറ്റി ക്രൈസ്റ്റ് ഹിന്ദുസും ആൻറ്റി ക്രൈസ്റ്റ് മുസ്ലിംസും ആൻറ്റി ക്രൈസ്റ്റ് റോമൻ കാത്തലിക്സും. അത് പറഞ്ഞാൽ മനസ്സിലാക്കണം. അത് പറഞ്ഞ് മനസ്സിലായിട്ട് വീണ്ടും ആത്മാവ് നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ മാറിയില്ലെങ്കിൽ അത് മനസ്സിലാക്കാം. അപ്പോൾ 2000 എന്ന ഈ ക്രിസ്ത്യാനിറ്റിക്ക് എന്ന് പറഞ്ഞാൽ, ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാൽ മുസ്ലിംസായിട്ട് ബന്ധമില്ല, ക്രിസ്ത്യൻസിന് റോമൻ കാത്തലിക്സ് ആയിട്ട് ബന്ധമില്ല, ക്രിസ്ത്യൻസിന് ഹിന്ദുസായിട്ട് ബന്ധമില്ല. ആ വിഡിത്തം ജീവനില്ലാത്ത ആരാധിക്കണ വിഡിത്തം അത് മാറ്റാൻ നോക്ക്. അതുപോലെ തന്നെ ഈ 2000-ൽ 6ാം ക്ലാസ് 12 വയസ്സ് തികയുമ്പോൾ ആ 8x3 12 വയസ്സ് തികയാണ് 00 സമയം. 12 1+2 3 8 20 എന്ന സമയത്തിൻ്റെ 4-8 എന്ന് കാണിക്കുന്നത്. 4-8 84-88 വീണ്ടും ജ്ഞാന മരിച്ചിട്ട്, ജ്ഞാനയുടെ പോപ്പ് ജോൺ പോൾ 2005 മരിച്ചു കഴിഞ്ഞിട്ട് പോപ്പ്, അത് കഴിഞ്ഞിട്ട് ജോൺ പോൾ മാഷ് എന്നൊക്കെ വിളിക്കണം ജ്ഞാനിയുടെ പപ്പേനെയും സെൻറ്റ് ആൻ്റണീസ് സ്കൂളിൽ പഠിപ്പിച്ച. അപ്പോൾ അത് പറയാം. അപ്പോൾ അത് 84 വയസ്സിൽ മരിക്കുന്നത്. 2020 84 44 88 എന്ന രീതിയിൽ സമയം 2020 എനിക്ക് 20 വയസ്സ് തികയുമ്പോൾ 2000-ൽ 12 വയസ്സ് തികയാണ് എനിക്ക്. അപ്പോൾ 12 വയസ്സ് തികയുമ്പോൾ 12 വയസ്സായിട്ട് യേശുവിനെ കാണേണ്ടവണ സർക്കംസിഷൻ ചെയ്യുന്നത് അങ്ങനെയാണ്. 2012 12 സമയം 28 സമയം 24 വയസ്സിൽ. അപ്പോൾ 2000 കഴിഞ്ഞിട്ട് 1 2 കൂടെ 2008 അല്ലെങ്കിൽ 22 എന്നൊക്കെ കൂട്ടുമ്പോൾ തന്നെയാണ് അത് വരണത്. 2008 അത് വരുമ്പോൾ 1 2 3 സമയം വയസ്സ് കൂട്ടുന്നത്. അപ്പോൾ അതിൽ തന്നെയാണ് 2000-ൽ 12 വയസ്സ് കഴിയുമ്പോൾ യേശുവിനെ കാണാവുന്ന രീതി വരുമ്പോൾ 2012 സർക്കംസിഷൻ ചെയ്യുന്നത്. അതുപോലെ 2000-ൽ 6 വയസ്സിൽ 12 വയസ്സിൽ കാണാണ്ടായി 12 നിലനിൽക്കുന്നത് 888 എന്ന യേശുവിന്റെ നമ്പറാണ്. ഗ്രീക്ക് ഇതനുസരിച്ച് 888 എന്ന് പറയുന്നത് 3 8 കൂടുന്നത് യേശുവയുടെ നമ്പറാണ്. അതുപോലെ 999 അത് പറയാം. റിസൈൻ ചെയ്യുന്നത് എപ്പോഴാന്ന് പറയാം 2021 കൊറോണ. അതുകൊണ്ട് ഈ ക്രൂജസ്ഥാനിൽ പോകേണ്ട ആവശ്യമില്ല. കൊറോണ വന്ന് ഇന്നസെന്റും മാമുക്കോയും റോസ് ബിരിയാണിയുടെ ബ്രാൻഡ് അംബാസിഡറായിട്ട് നിൽക്കണ ഈ രണ്ടുപേരും പറയാം 26 എന്ന ഡേറ്റിലാണ് രണ്ടുപേരും മരിച്ചിരിക്കണത്. കൂമുക്കോയും കിന്നസെന്റ് ചന്ദ്രലേഖ സിനിമയിൽ അവർ അഭിനയിച്ചിരിക്കണ രീതിയിൽ കണ്ടാൽ അറിയാം. 75 വയസ്സിലാണ് മരിക്കുന്നത് കിന്നസെന്റ്. കൂമുക്കോയുടെ കാര്യം അറിയില്ല, അത് കോഴിക്കോട്, ഞാനത് ശ്രദ്ധിക്കണല്ലേ. അപ്പോൾ ഇവയൊക്കെ കുരുട്ട് മോന്തയാണ്, അവർക്ക് ഇങ്ങനത്തെ സംസാരിക്കാൻ അറിയില്ല. പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, മ്യൂസിക് ഒന്നും വരണില്ല, ചേർച്ചയില്ല. മുസ്ലിംസാണ് ആന്റി ക്രൈസ്റ്റ്, മുസ്ലിംസിന് ക്രിസ്ത്യാനിറ്റി ബന്ധമില്ല. ആന്റി ക്രൈസ്റ്റ് ഹിന്ദുസ്, ആന്റി ക്രൈസ്റ്റ് റോമൻ കാത്തലിക്സ്, ജീവനില്ലാത്തത് ആരാധിക്കുന്നതാണ്. ഇവരൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? പിന്നെ ശുദ്ധീകരണത്തിന്റെ ഒരു സമയം വരും എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിലൊന്നും ഒരു കഴമ്പില്ല. പറയണതിൽ എന്തെങ്കിലും ചേർച്ച സാമ്യത ഉണ്ടോ നോക്ക്, എന്തെങ്കിലും ഔചിത്യം ഉണ്ടോ നോക്ക്. അപ്പോൾ വിഡിത്തം ഈ ബൈബിൾ തുറന്നു വെച്ചിട്ട് ബൈബിൾ ഫുള്ളും വായിച്ച് മനസ്സിലാക്കണം. വായിച്ച് കണ്ട മനസ്സിലാക്കാത്തവർ ഇങ്ങനെ കേട്ടറിയാനാണ് അത് പറയണേ. അപ്പോൾ ഈ 2006-ൽ 888 നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ റോസി എന്ന് പറഞ്ഞാൽ എൻ്റെ ഡാഡിയുടെ അമ്മയുടെ പേരാണ്. എൻ്റെ മമ്മിയുടെ അമ്മയുടെ പേര് റോസി എന്നാണ്. മമ്മിയുടെ അമ്മയുടെ മാർച്ച് 8-ലാണ് ജനിച്ചത്. 83 അമേരിക്കൻ പേരിൽ ഡേറ്റ് തിരിച്ചിട്ട മാർച്ച് 8-ന് തന്നെയാണ് വുമൻസ് ഡേ. വെനസ്ഡേക്കാണ് ഡാഡിയുടെ അമ്മ റോസി മരിക്കുന്നത്. അതുപോലെ 2000-ൽ 12 വയസ്സ് തികയുമ്പോൾ 83 എന്ന് കാണിക്കും. 2008 എന്ന സമയം 00 എന്ന് പറഞ്ഞാൽ 12 എന്ന സമയം 00 ടിക്ക് അടിക്കുക 23 കഴിഞ്ഞ് 24 വരുന്ന സമയം. അപ്പം അത് വരുമ്പോൾ ആ 9th മാർച്ചിൽ ടേബിൾസ്, എനിക്ക് മാത്സ് ഭയങ്കര കഴമ്പ, എനിക്ക് മാത്സ് ഇഷ്ടമല്ല. 9th മാർച്ചിൽ മാത്സ് ടേബിൾസ് കാണാണ്ട് ഉറക്കത്തെ എനിക്ക് പറയിപ്പിക്കുമ്പോൾ റെക്കോർഡ് ചെയ്യിപ്പിക്കുമ്പോൾ പറയണം അത് ശരിയല്ല എന്ന്. ചിക്കൻ പോക്സ് കിട്ടുന്നത് എങ്ങനെയാണ്? 1984 കിട്ടണേ. ഡാഡിക്കും ഡെന്നിസിന് പാടുകളുണ്ടായിരുന്നു മുഖത്ത്, എൻ്റെ മുഖത്ത് പാടില്ല. അപ്പം അങ്ങനത്തെ വ്യത്യാസങ്ങളുണ്ട്. ചിക്കൻ പോക്സ് എൻ്റെ നിന്നും തുടങ്ങണേ. ചിക്കൻ പോക്സ്, ചിക്കൻ വീട്ടും പെരിച്ചിറമൽ കോനിക്കാടൻ, കുരുവിള, ഞാനീനെ വിളിക്കുന്ന കുരുവിള എന്ന് ഞാനാ ചെറുപ്പത്തിൽ മുതൽ. കല്യാണം കഴിച്ചാൽ കുരുവിള എന്ന് വിളിക്കണേ. അങ്ങനെയാണ് കുറേ പാട്ടുകൾ. ജിയാ ജല എന്നുള്ള പാട്ടും അതിലൊക്കെ ഇറങ്ങണ മലയാളം ചേർത്തിട്ടുള്ള പാട്ട് വരണത് 2000-ൽ ഇറങ്ങിയ സിനിമയാന്ന് തോന്നുന്നു. അപ്പോൾ ഈ 2000-ൽ 8th മാർച്ച് എന്ന് പറഞ്ഞാൽ 2000 ഇയറിന്റെ 8th മാർച്ച് 12 വയസ്സ് തികയുമ്പോൾ കാണ്ടാവണ ഏഷ്യന് ജെറുസലേം എന്നാ പറയാം. ജെറുസലേം എന്നെ ഹാരു എന്നാണ് വിളിക്കുക വീട്ടില്. അപ്പോൾ സലേം ഫോട്ടോയിൽ കണ്ടറിയാം. സലേം എന്ന് പറയുമ്പോൾ സലാം എന്ന് പറഞ്ഞ പോലെയാണ് സലാം. അപ്പോൾ സലേം, അപ്പോൾ സല്യൂട്ട് എന്ന പോലെ പറയണ പോലെ ഫോട്ടോയിൽ എൻ്റെ വീഡിയോ ഇതിൽ കണ്ടറിയാം. ഫോട്ടോയിൽ ഞാൻ കാശ് മേടിക്കണ്ട, വ്യത്യാസം മനസ്സിലാക്കുക, അല്ലെങ്കിൽ അതിൽ ഔചിത്യം മനസ്സിലാക്കുക. വ്യത്യാസം മനസ്സിലാക്കേണ്ട എത്രത്തോളം ഉണ്ടോ
അപ്പോൾ 2008 മാർച്ച്. അതുപോലെ നാനി എന്ന് വിളിക്കാം. നാനി എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിലും നാനി എന്ന് പറയാം. ഇംഗ്ലീഷിലും ഇംഗ്ലണ്ടിലും യൂറോപ്യൻ കൺട്രീസിലും അവരുടെ അമ്മയുടെ അമ്മേനെ നാനി എന്ന് വിളിക്കാം. ഹിന്ദിയിൽ അങ്ങനെയാണ്. അപ്പോൾ നോർത്ത് ഇന്ത്യ കുറേ കൂടിയും യൂറോപ്യൻ രാജ്യങ്ങളെ പോലെയാണെന്ന് പറയുന്നത് ശരിയാണ്. അപ്പോൾ നാനോ എന്നൊക്കെ വിളിക്കുന്നത് യൂറോപ്യൻ കൾച്ചറുള്ളത് തന്നെ ഹിന്ദിയിലും വരണത്. അപ്പോൾ നാനി എന്ന് വിളിക്കുന്നത് തന്നെയാണ് ഗോവൻ പോർച്ചുഗീസ് രീതിയിലല്ല വരണം. അവിടെ ഇംഗ്ലീഷ് ഇല്ല. അവിടെ യൂറോപ്യൻ കൊങ്കണി പോർച്ചുഗീസ് കൾച്ചറായിട്ട് വരണേ. അല്ലെങ്കിൽ ഇംഗ്ലണ്ടുകാരെല്ലാവരും പോർച്ചുഗീസിൽ സുസ്ഥാപിതാണ്. പോർച്ചുഗീസ് അവിടെ സ്ഥലം ഇടേണ്ടി വന്നേ. പോർച്ചുഗീസിൽ ഇംഗ്ലീഷ് ഇല്ല. അപ്പോൾ അവർ എത്രയോ 1000 വർഷം മുമ്പ് അവിടെ താമസിക്കുന്നതാണ് ഗോവയിൽ. അപ്പോൾ ആ രീതിയാണ് കിട്ടണത്. അവിടെ ഹിന്ദി വരണല്ലേ, അത് ഹിന്ദുസിനുള്ളതാണ്, റോമൻ കാത്തലിക്സിനുള്ളതാണ്, ലാറ്റിൻ കാത്തലിക്സിനുള്ളതാണ്, അതല്ല വരണേ. അപ്പോൾ ഞാൻ അങ്ങനെ റോമൻ കാത്തലിക്സിൽ വലിയ ആഴത്തിൽ പോയിട്ടില്ലേ. പാതിരികളും അങ്ങനത്തെ ശോഷിച്ചവർ എൻ്റെ അടുത്ത് വന്നിരുന്ന് സംസാരിച്ചിട്ടില്ലേ, മുഖത്ത് നോക്കി ഇങ്ങനത്തെ വാക്കുകൾ പറഞ്ഞിട്ടില്ല. പിന്നെ എനിക്കിങ്ങനെ കൊള്ളാം, അത് കൊണ്ടിട്ട് പറയുന്നതല്ല. അപ്പോൾ 2008 മാർച്ച് നാനിയുടെ റോസി, ഡെത്ത് ഡേ 8 മാർച്ച് റോസി. അതുപോലെ 2008 ആ 12 വയസ്സ് കഴിയുമ്പോൾ 3 കൂടാണ്. 8x3 24, 8x3 24, 8x3 24 മാർച്ച് മാസത്തിൽ. മാർസിയ ബാരറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ളത് ബോണി എമ്മിൽ പാടുന്ന രീതി അങ്ങനെയാണ്. 88 ഹാലോ എന്നൊക്കെ പറഞ്ഞ് ഹാർട്ട് ഹെറൽഡ് ഏഞ്ചൽസ്. അതുപോലെ വേർഡ്സും നമ്പേഴ്സും അനുസരിച്ച് 1978 ഇറങ്ങിയ ഈ പാട്ടുകളെല്ലാം ഒരു ഇനി സെക്കൻഡ് കമ്മിങ് എങ്ങനെ വരും 2888 എന്ന് കാണിക്കണ രീതി തന്നെ കാണിച്ചാണ്. അവരുടെ സ്റ്റാറിന്റെ സൈനും എല്ലാമായിട്ട്. അപ്പോൾ ഈ റോസിയുടെ മുഖം ചായ മാർസിയ ബാരറ്റിൽ. അപ്പോൾ മാർച്ച് MARCIA എന്ന് പറയണത് ബാരറ്റ് വരണ ആ മാർച്ചിൽ 8/3 മാർച്ച് ബർത്ത്ഡേയും 8 മാർച്ച് ഡെത്ത് ഡേയും. റോസിയുടെ ഡാഡിയുടെ മമ്മിയുടെ അമ്മയുടെ എന്നെ നാനി എന്ന് വിളിക്കണ ഈ 2008 മാർച്ചും 12 വയസ്സ് തികയെന്ന് പറയുമ്പോൾ 00 സമയം 1+2 3 എന്ന് കൂട്ടാം അല്ലേ. 8 മാർച്ച് 2000. അപ്പോൾ 8x3 24, 8x3 24, 8x3 24 കൂട്ടാം. അപ്പോൾ ഇത് മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് അടുത്തത് മൾട്ടിപ്ലിക്കേഷനിൽ കിടക്കണം. 2+4 എന്ന് ചേർക്കേണ്ട ആവശ്യമില്ല. 2+4 666 വരണേ. 666 അവിടെ ഇല്ല, മാഞ്ഞു പോയി. 888 വന്നിട്ടുണ്ടെന്ന് അർത്ഥം പുതിയതായിട്ട്. അത് 2000 വർഷം കഴിഞ്ഞ് ഏർലി ആണെങ്കിലും നേരത്തെ തന്നെ വന്ന് ലേറ്റ് ആയിട്ട് വന്നാലും അത് അനുവർത്തിക്കും എന്ന് പറയണത്. വെളിപ്പെടുത്തുമെന്ന് പറയണത് ഈസി വേയിലാണ് വെളിപ്പെടുത്താൻ കണ്ടത്. ഈ കാശ് മേടിക്കാനും അതിൻ്റെ രീതിയിലല്ല. ക്യാമറയുടെ മുന്നിൽ അവരില്ല. 200 വർഷം മുമ്പും 1000 വർഷം മുമ്പ് കുറേ പേര് ജീവിച്ചിട്ടുണ്ട്. എത്ര വെഡ്ഡികളാണെങ്കിലും ആളുകളാണെങ്കിലും അവർ ഈ വെഡ്ഡി ക്യാമറയുടെ മുന്നിൽ പ്രൂഫാക്കി വെക്കണം. വെഡ്ഡിത്തം ക്യാമറ കള്ളി പിടിച്ചാണോ അവർ തരുന്നത്? അല്ല. അപ്പോൾ 8x3 24, 8x3 24, 8x3 24 ഈ 2000 വരുമ്പോൾ 12 വയസ്സെങ്കിൽ തികയുമ്പോൾ 6ാം ക്ലാസ്സിൽ 2000 ഈ 8x3 24, 8x3 24 ആയതുകൊണ്ട് അടുത്ത 2x4 8, 2x4 8, 2x4 8 കൂട്ടാം. അത് 8888 വരുന്നുണ്ട്. എന്നുവെച്ചാൽ എൻ്റെ ബർത്ത് ഇയർ 2888 എന്നുള്ള രീതിയിലാണ് 888 വരണത്. 8x3 8 അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് 666 മാഞ്ഞ് പോയി. 2+4 6 കൂട്ടേണ്ട ആവശ്യമില്ലാന്ന്. അതുപോലെ തന്നെ 2nd ഓഗസ്റ്റ് 7th ഓഗസ്റ്റ് സുഭാഷിന്റെ ബർത്ത്ഡേ 27 ആണ്. 26 മാർച്ച് നിങ്ങൾ ജീവനില്ലാത്തതിനെ ആരാധിച്ച് ഈ ബർത്ത് ഡേറ്റ് മാറ്റുന്നത് നിർത്ത്. എന്നിട്ട് മറ്റ് പേരുകൾ മാറ്റേണ്ടത്. നിങ്ങൾ ഇട്ട പേരല്ല പറയണം. ഞങ്ങൾ ഫേക്ക് ഷാറൂഖ് ഖാന്റെ പേര് അഫ്താബ് എന്നതാണ്. അതിന്റെ ബർത്ത്ഡേ ദീപിക അങ്ങനെയൊന്നുമല്ല, മണി എന്നുള്ളതാണ് അവരുടെ പേര്. ഫേക്ക് ബർത്ത് ഡേറ്റ്, ഫേക്ക് ഡാഷ് വരേണ്ട നടുക്കില്, 26 നടുക്കില്, 51 നടുക്കില്. അതല്ല ഈ ഫേക്ക് ബർത്ത് ഡേറ്റ്, ഫേക്ക് പേരുകളൊന്നും കാര്യമില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ എന്താണ് പറയണത്? ഫേക്ക് ഡേറ്റ്, ഫേക്ക് പേര്, അതല്ല കാര്യം. ഷാറൂഖ് ഖാൻ എന്നുള്ള ഇങ്ങനെയുള്ള ഫേക്ക് ആൾക്കാരുടെ മണ്ടൻ ഡയലോഗ് പറയിപ്പിച്ച് പറയുന്ന ഡയലോഗ് കാണാൻ നിങ്ങൾ പോകണ്ടല്ലോ. എന്താ കാര്യം? ഇത് കൊണ്ടിട്ട് പറയുന്നതല്ല, ദേഷ്യപ്പെട്ട് പറയുന്നതല്ല. അരോചക എന്ന് പറഞ്ഞു. ജൽപ്പനം ജപമാല അരോചകമാണ് യഹോവയ്ക്ക്. അപ്പം പറയാം. അപ്പോൾ 8 മാർച്ച്, അതുപോലെ 2nd ഓഗസ്റ്റ് 7th ഓഗസ്റ്റ്. ഈ ഓഗസ്റ്റ് മാസം 25 GB എൻ്റെ കുതിരട്ടം പപ്പു മരിക്കുന്നത് അങ്ങനെയാണ്. 2000 ഡിസംബർ 25 ഏതൊരു ഫെബ്രുവരിയിലേതോ 2000 മരിക്കണം. അപ്പോൾ കുതിരവട്ടം പപ്പു എന്ന് പറയുന്നത് പപ്പു എന്നാണ് വിളിക്കുക ഞങ്ങൾ 1996. അപ്പോൾ ഈ പപ്പു എന്ന് പറയുന്നത് 4 വയസ്സായിട്ട് അതിന് പേരുണ്ടെന്നാണെന്ന് അറിയില്ല. അപ്പോൾ ഈ ജിബിയുടെ ബർത്ത് 25th ഓഗസ്റ്റ് 31 വരണമെന്ന് അറിയാം. 25 8 88 എന്ന് പറയുമ്പോൾ 31, അത് 2019 31 എന്ന രീതിയിൽ എൻ്റെ വയസ്സിൽ. അപ്പം ജിബിയും ബേബി അതിൻ്റെ ആയിട്ട് നിൽക്കണ ഒരു രീതിയാണ് മനസ്സിലാക്കണേ, കാണിക്കണം. മൂത്തൊരു അനിയത്തെ വ്യത്യാസം അറിയാണ്ട്. ബടാമയുടെ ബർത്ത്ഡേ 1965 പറഞ്ഞു. കോണിപ്പടിയിൽ നിന്ന് വീഴാണ് രീതി.
2000 ഇങ്ങനെ ഉണ്ടാവുന്നു. 2 ഓഗസ്റ്റ് 7 ഓഗസ്റ്റ് കിടക്കുന്നുണ്ട്. 7 ഓഗസ്റ്റ് ഉമ്മയുടെ ബർത്ത്ഡേ, മാർച്ചിൽ മരിച്ചത്. അപ്പോൾ 2 ഓഗസ്റ്റ് 7 ഓഗസ്റ്റ് 2 7 8 9 അപ്പാപ്പ മരിച്ചത് 27/11 നവംബറിലായിരുന്നു കുട്ടി വാങ്ങണ മാസം. ക്ലിപ്പനൊക്കെ നവംബർ മാസത്തിൽ ഫേക്ക് ബർത്ത് ഡേറ്റുള്ള ഷൂറുഖ് ഖാന്റെ ബർത്ത് ഡേറ്റിന്റെ ആ മാസത്തിലാണ് ചാവുന്നത്. 2 ഓഗസ്റ്റ് 7 ഈ റീന അലക്സ് ജെറുസലേം എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഒരു പടുവിഡ്ഢിയായ ഒരു ഫേക്ക് സാധനം അവിടെ പ്രസംഗിക്കുന്നുണ്ട്. അതും തെറ്റാണ്. അത് പെന്തക്കോസ്തായാലും എന്തായാലും അത് പറയണത് മൊത്തം രാഷ്ട്രീയമായ കാര്യങ്ങളാണ്. അതല്ല വേണ്ടത്. യേശു ഒരിക്കലും രാഷ്ട്രീയമായ കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ല. അത് മനസ്സിലാക്കാം. അപ്പോൾ 2 ഓഗസ്റ്റ് 7 ഓഗസ്റ്റ് ഈ അപ്പോൾ പപ്പ മരിക്കുന്നതും എൻ്റെ ബർത്ത് ഡേറ്റും അമ്മയുടെ ബർത്ത് ഡേറ്റും കൂട്ടി നോക്കിയാൽ 27, ജിബിയുടെ 22 + 5 6 7 എന്ന രീതി വരുമ്പോഴും ജിബി ആയിട്ട് കണക്ഷനാണ്. ഓഗസ്റ്റ് മാസമായിട്ട് കണക്ഷനാണ്. 13 ഓഗസ്റ്റ് ശ്രീദേവിയുടെ ബർത്ത് ഡേറ്റും കണക്റ്റഡ് ആണ്. 13 + 8 എന്ന് പറയുന്നത് 21 ആണ്. 21 ബാപ്റ്റിസം ചെയ്യണമെന്ന്. 14th ജാനുവരിയിൽ 3 തുള്ളി വെള്ളം ഒഴിക്കുന്നത് ശരിയായില്ല എന്ന് കാണിക്കാനാണ് 1989. അത് ശരിക്കും ഇപ്പോൾ April 21 മുങ്ങി നിവരേണ്ടത്. അത് കഴിഞ്ഞാണ് കൊറോണ വരുന്നത്. അത് പറയാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ജിബിയുടെ അനിയൻ്റെ ബർത്ത്ഡേ ഓഗസ്റ്റ് മാസം കേന്ദ്രീകരിച്ചു. 2 ഓഗസ്റ്റ് 7 ഓഗസ്റ്റ് 27 2 + 7 8 9 9 11 അടുത്ത വർഷം ഈ 2001 നിമിക്ക് 12 വയസ്സ് തികയുമ്പോൾ അതല്ല കാണിക്കണേ. ഈ 12 വയസ്സ് തികഞ്ഞ് 2000 13 വയസ്സാണ് 2001 തികയാണ്. ഛത്തീസ്ഗഡിന്റെ പേര് മാറ്റാണ് 2001. മധ്യപ്രദേശിൽ നിന്ന് ഛത്തീസ്ഗഡ് ആവാണ് ബിലായി എന്നുള്ള സ്ഥലം. ഞാൻ ജനിച്ച സ്ഥലം ബിലായി. അപ്പോൾ ആ LB ഇതൊക്കെ ആ രീതിയിൽ വരണം. ലംബാണ്, ഞാൻ ഉയരത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ നാരി ആ പാട്ടുകളൊക്കെ ഇറങ്ങണ രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ ഈ 22 + 7 8 9 9 11 നവംബർ ഓഗസ്റ്റ് മാസം 13 വയസ്സ് കഴിഞ്ഞ് സെപ്റ്റംബർ 9/11 ട്വിൻ ടൗൺസ് പോർച്ചുഗീസ് ടൗണിലാണ് ഞാൻ വളരുന്നത്. സാൻവേഡും കുർച്ചറും. അപ്പം കുർച്ചറും ആ പേരുകൾ തന്നെ പോർച്ചുഗീസ് ചൊവ്വയാണ് കിടക്കണേ. ഇപ്പോൾ ഇംഗ്ലീഷല്ല അവിടെ വരണേ. അവിടുത്തെ അക്ഷരങ്ങളെല്ലാം കൂട്ടിയിട്ട് പോർച്ചുഗീസ് രീതിയിലാണ് വരണേ. അവിടുത്തെ ഒരു ബെറും എന്നൊക്കെ പറയണത് ഒരു പോർച്ചുഗീസ് രീതിയിലാണ്. ഇംഗ്ലീഷ് അക്ഷരങ്ങളോ ചേർത്തത്. അതുകൊണ്ട് ഇംഗ്ലീഷ് എക്സാംസ് എഴുതി പുറത്തു പോകാൻ പറ്റാത്തത്. ഇംഗ്ലീഷിനോട് വലിയ മികവില്ല എക്സാംസിനോട്. പക്ഷെ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ പറ്റും. അത് വേറെ കാര്യം. ഇപ്പോൾ ഈ പാട്ട് ഒഴുകണ രീതിയിൽ പറയണത് ആർക്കായാലും മനസ്സിലാവും. അപ്പോൾ ആ രീതിയിൽ പറയുമ്പോൾ ഈ യേശു വരെ പള്ളിയിലും മലമേലും പോയിട്ടില്ലേ. അത് പുറത്തു നിന്നാണ് ആൾക്കാരോട് നല്ല നല്ല വചനങ്ങളും സദ്വചനങ്ങളും സംസാരിക്കുന്നത്. മലമുകളിൽ കയറിയിട്ട് ഈസി വേ ആണ് തിരഞ്ഞെടുക്കേണ്ടത്. അന്ന് ഈസി വേ അതായിരുന്നു. ഇപ്പോൾ ഈസി വേ ഇതാണ് റെക്കോർഡിങ്. അപ്പോൾ അത് എല്ലാവരോടും സദ്വചനങ്ങൾ പറയുന്നതാണ് പ്രാർത്ഥന പറയുന്നത്. അവിടെ ജൽപ്പനും ജപമാലയും അല്ല. അതൊക്കെ ശോഷിച്ചതാണ്. യഹോവയ്ക്ക് അരോചകമാണ്. അപ്പോൾ അങ്ങനത്തെ അവിടെ പ്രത്യക്ഷപ്പെട്ടു, അവിടെ കൊന്ത കൊടുത്തു. അതൊക്കെ കൊടുക്കുന്നത് സെകുത്താൻ വെഡ്ഡികളുടെ ആരാധനയാണ്. ജീവനില്ലാത്ത ആരാധിക്കരുത്. നശ്വരമായ സ്ത്രീയും നശ്വരമായ ഹ്യൂമൻസിനെയും നശ്വരമായ മൃഗങ്ങളെയും ആരാധിക്കരുത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഓരോ മിഥ്യധാരണകൾ ആൾക്കാരുടെ ബുദ്ധിമേൽ കയറ്റിച്ച് ബുദ്ധി ഉപയോഗിക്കാൻ പറ്റാണ്ട് ബ്രെയിൻ തന്നെ ഇല്ലാണ്ടോ അങ്ങനെയുള്ള രോഗങ്ങൾ വരുന്നുണ്ട്. അത് മനസ്സിലാക്കാൻ പഠിക്കും. പിന്നെ അപ്പോൾ ഈ ട്വിൻ ടൗൺസിലാണ് ഞാൻ വളരുന്നത്, പോർച്ചുഗീസിൽ. അപ്പോൾ ട്വിൻ ടവേഴ്സ് അതുപോലെ തന്നെയാണ് 2001 എല്ലാം കൂടി കോണിപ്പടിയിൽ നിന്ന് ഇറങ്ങി പറ്റാണ്ട് തീയൊക്കെ പടലം കൂടി എല്ലാം കൂടി ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴുന്നത്. അത് പറയും നിങ്ങൾ മനുഷ്യരുണ്ടാക്കിയതല്ലേ? അല്ല. സുനാമി വന്നതോ കച്ച് ഭുജ് ട്വിൻ ടൗൺസിൽ ഗുജറാത്തിൽ വന്നതോ? ജിബിയുടെ സ്ഥലം ഗുജറാത്ത് ഒരാഴ്ച പോയി താമസിച്ചിട്ട് അത് ഗുജറാത്താണ് അവിടെ കാര്യം പറയാം. ഞാനാണെങ്കിൽ 7-8 വർഷം ജനിച്ച തൊട്ട് അവിടെയാണ്. ജനിക്കണ മുമ്പും ഉദരത്തിൽ കിടക്കുമ്പോഴും ഗോവയിലാണ്. അപ്പോൾ മനസ്സിലാക്കാം. ഒരു 7-8 വർഷം, 9 വർഷം, 10 വർഷം കൂട്ടിക്കും. പക്ഷേ മുഖത്ത് നോക്കി മലയാളികളും ഹിന്ദിക്കാരും എൻ്റെ മുഖത്ത് സംസാരിക്കണല്ലേ. അവർ ഹിന്ദുക്കളായതുകൊണ്ടാവാം, ശോഷിച്ച മുസ്ലിംസ് ആയതുകൊണ്ടാവാം, ശോഷിച്ച ലാറ്റിൻ റോമൻ കാത്തലിക്സ് ആയതുകൊണ്ടാവാം. അപ്പോൾ ജീവനില്ലാത്ത റോമൻ കാത്തലിക്സോ ജീവനില്ലാത്ത ആൻറ്റിക്രൈസ്റ്റ് ഹിന്ദുസോ ആൻറ്റിക്രൈസ്റ്റ് മുസ്ലിംസ് ആയിട്ട് എനിക്ക് ബന്ധമില്ല. അതാണ് ശരി. അപ്പോൾ ഉണ്ടാക്കി പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ പറയേണ്ടത് ശരി. അപ്പോൾ പറയിപ്പിച്ച് പറയുന്നതല്ല അത്. പറയിപ്പിച്ച് പറയുന്നത് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ പറയിപ്പിക്കാണ്ട് പറയണ അർത്ഥമുണ്ട്. അപ്പോൾ ഈ ട്വിൻ ടൗൺസിൽ വളർന്ന ട്വിൻ ടവേഴ്സ്, അതുപോലെ അമേരിക്ക എന്ന ആ രീതിയിൽ ഈ March 8 തൊട്ട് തുടങ്ങുന്നുണ്ട്. 2000 12 വയസ്സ് തികഞ്ഞ് റോസി എന്ന പോലെ തന്നെ 9th മാർച്ചിൽ തന്നെയാണ് ഞാൻ ഈ 2018 ശ്രീദേവി മരിക്കുന്നത്. 8th മാർച്ച് ബർത്ത്ഡേ കഴിഞ്ഞിട്ട്. അപ്പോൾ അതും പറഞ്ഞു. അപ്പോൾ
ഛത്തീസ്ഗഡിൽ ഞാൻ വർക്ക് ചെയ്ത രാമകൃഷ്ണ RKCH എന്ന് പറയും, മാർച്ച് 8 എന്ന ഉള്ള പോലെ തന്നെ മാർച്ച് 9 സോഡിയം കുറഞ്ഞിട്ട്. അപ്പോൾ മാർച്ച് 8 അടുത്ത് ജനിച്ചത് 8 അടുത്ത ദിവസം. അപ്പോൾ ട്വിൻ ടൗൺസ് കോണിപ്പടിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റാണ്ട് എല്ലാം കൂടി തകിടം മാറുന്നതും CG എന്ന സ്ഥലം മാറുന്നതും CG ഫിഷ് എന്ന് പറയും. ഫിഷറീസ് എക്സാം ആയിരുന്നു ഡാഡി ആദ്യം എഴുതിയത്. അതിന് ജയിച്ചു, റെയിൽവേയുടെയും ജയിച്ചു. അപ്പോൾ റെയിൽവേ തന്നെ തിരഞ്ഞെടുത്തിട്ടാണ് അവിടെ തന്നെ ഈ 36 വർഷം, മമ്മി 39 വർഷം വർക്ക് ചെയ്തു. കുറച്ച് നേരത്തെ 84 ചേർന്നത്, ഡാഡി 86. അപ്പോൾ മമ്മിക്ക് 89 വർഷം സർവീസ് ഉണ്ട്, ഡാഡിക്ക് 80 അല്ല മമ്മിക്ക് 39 വർഷം സർവീസ് ഉണ്ട്, ഡാഡിക്ക് 36 വർഷം സർവീസ് ഉണ്ട്. അപ്പോൾ ബർത്ത് ഡേറ്റിൽ നിന്ന് റിസൈൻ ചെയ്തതും 2020 തന്നെയായിരുന്നു, കൊറോണ വരണ മുമ്പ്. റെയിൽവേയിൽ നിന്ന് പാളത്തുനിന്ന് ട്രെയിനിൽ നിന്ന് എടുത്ത് ചാടുന്നതും മൂത്തരനിയും തമ്മിൽ വ്യത്യാസം അറിയാണ്ട്. കുടാമയുടെ ബർത്ത്ഡേ 65 1965. ഷാറുഖ് ബർത്ത്ഡേ, ഷാറുഖ് ബർത്ത് ഏജിലാണ് 65 അമ്മ കോണിപ്പടിയിൽ നിന്ന് ഉരുണ്ട് വീഴുന്നത്. അതുപോലെ 69 വയസ്സിലാണ് 12/12/90 ഡെന്നീസിൻ്റെ അനിയൻ്റെ ബർത്ത്ഡേക്ക്, അനിയൻ്റെ ബർത്ത്ഡേ 1+2 3 3 3 6 9 എന്നുള്ള പോലെയാണ് മൂത്തൊരു അനിയൻ തമ്മിൽ വ്യത്യാസം അറിയാൻ. 2000 12 വയസ്സ് തികയുമ്പോൾ എനിക്ക് മരിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് ആയിട്ട്. കുപ്പാപ്പന് മരിച്ചത് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചത്. അവർ 95 വയസ്സിൽ 90 വയസ്സിൽ വരങ്ങലിച്ച് ആകെ അൾസർ പിടിച്ച് ചത്തതൊന്നുമല്ല, ബുദ്ധിമുട്ട് ചത്തതൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ചത്തു. ഇപ്പോൾ 65 വയസ്സിൽ എത്ര ഒരു ആരോഗ്യത്തോടെ നടക്കണം. അതുപോലെ തന്നെ ചട്ടയും കൊണ്ടിട്ടും വിചാരിച്ചപ്പോൾ ചട്ടയും കൊണ്ടിട്ട് കുറവ് അങ്ങനെയുള്ള ആ പഴയ ജനറേഷൻ ഇല്ലാണ്ടായി പോയി എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുകയും വിചാരിക്കേണ്ട. അപ്പോൾ അങ്ങനെയാണ് 65 വയസ്സിലും 69 വയസ്സിലും 73 വയസ്സിലൊക്കെ മരിക്കുന്നത്, ചാവുന്നതെന്ന് പറയാം. അപ്പോൾ ട്വിൻ ടവേഴ്സ് ഈ CG ഫിഷ് എന്നുള്ളതുപോലെ പേരുണ്ട്, CG ഫിഷ് എന്ന്. അപ്പോൾ ഛത്തീസ്ഗഡ് ഉണ്ടാകുന്ന 2001 മധ്യപ്രദേശിൽ നിന്ന് ബിലായം സ്ഥലം ഉണ്ടാകുന്നു ട്വിൻ ടവേഴ്സ് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴുന്നതും. അതുപോലെ 2002 കച്ച് പൂച്ച് ഇതുണ്ടാവുന്നു. 13 വയസ്സ് കഴിഞ്ഞ് പെപ്സി മിസ് കൈനറ്റിക് ഹോണ്ടയിൽ നിന്ന് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴുന്നതും ആക്സിഡൻ്റ് ആയിട്ട്. അത് ഹിന്ദിയിൽ നിന്നല്ല, അത് മലയാളത്തേക്ക് ആക്കേണ്ട കാര്യമില്ല, പക്ഷെ മലയാളത്തിലാക്കി ഞാൻ നല്ലോണം എൻ്റെ നോവലുകളെല്ലാം നല്ല മാർക്കൊക്കെ മേടിച്ചു. അപ്പോൾ അതല്ല, ബെറ്റി ജോസൻ എൻ്റെ ഭർത്താവ് മരിക്കുന്ന ശ്രീദേവിയുടെ മൊത്തം പാട്ടുകളതിൽ 13 ഓഗസ്റ്റും 13 ഓഗസ്റ്റ് 13 to 26 ആണ്, അതിലും 26 വരണം. അപ്പോൾ 13 3 2 6 1 2 2 26. അപ്പോൾ ആ രീതി തന്നെ വരണം 26 എന്നുള്ളത്. ഇന്നസെൻറ്റും പിന്നെ അവരും മാമുക്കോയും മരിക്കുന്നത് 26 എന്ന ഡേറ്റിലുള്ള പോലെ മാർച്ചും ഏപ്രിലും. ഞാൻ ക്രൂജസ്ഥാനിൽ പോകേണ്ട ആവശ്യമില്ലായിരുന്നു, വെഡി ജോലി നിർത്തേണ്ട സമയമായി. അപ്പോൾ അതന്നെ. അപ്പോൾ ഈ ട്വിൻ ടൗൺസ് 2002 ഹിന്ദിയിൽ നിന്ന് ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ വന്നതാണ്. അപ്പോൾ 6ാം ക്ലാസ്സിൽ അത് തീർന്നു. കുമാമയും കുപ്പാപ്പൻ്റെ 2000 കഴിഞ്ഞു. 2002 ഈ ഹിന്ദിയിൽ മലയാളത്തിൽ ആക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോൾ കച്ച് പൂച്ച് ഗുജറാത്തിൽ ഉണ്ടാവുന്നതും എർത്ത് ക്വേക്ക്. അതുപോലെ 2004 എനിക്ക് 58.8% കിട്ടുമ്പോൾ 10th സ്റ്റാൻഡേർഡിൽ കിട്ടിയ 2004 2004 സുനാമി വരുന്നത്. അത് സുവാണ്, ബിഗ് വേവ് 2. അപ്പോൾ സുനാമി സുഗോവ എന്ന് പറയുമ്പോൾ ഓഗസ്റ്റ് മാസത്തിൻ്റെ ഓഗസ്റ്റ് തിരിച്ചിട്ട സുഗോവ. ഗോവ എന്ന് പറഞ്ഞാൽ മലയാളമായിട്ട് കേന്ദ്രീകരിച്ച് മലയാളത്തിൽ പറഞ്ഞാൽ ഗോവ എന്ന് പറഞ്ഞാൽ പേരനാമി എന്ന് പറഞ്ഞ പേര്. ബിഗ് വേവ് സുനാമി. സുനാമി വരുന്നത് ജപ്പാനിലൊക്കെ ഉണ്ട്, ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് പറയുന്നത് സുനാമി. അപ്പോൾ അത് കന്യാകുമാരി കന്യകനെ ആരാധിക്കാൻ പാടില്ല എന്ന് കാണിക്കണ രീതി. മുങ്ങി നിവരണം ബാപ്റ്റിസം. അത് വെള്ളത്തുണ്ട്. സുനാമി ഇറ്റ്സ് നോട്ട് ഇൻസിസ്റ്റ്, ഇറ്റ് ഈസ് സിസ്റ്റബിൾ, ഇറ്റ്സ് നോട്ട് നെസസറി ടു കം ഫ്രം അഷോർ, ഇറ്റ് ക്യാൻ ഷോർ ഇറ്റ്സെൽഫ്, ഇറ്റ് ക്യാൻ ഫ്രം വിതിൻ ഇറ്റ്സെൽഫ്. കേരള 2018-2017 സ്റ്റോറി പബ്ലിഷ് ചെയ്തതിൻ്റെ തന്നെ 2000 കേരള ഫ്ലഡ്സും ഇപ്പോൾ വയനാട് പേരും വിവരമില്ലാണ്ട് എല്ലാത്തിനും കുഴിച്ചിട്ടില്ലേ. മരിച്ചവരോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല അതൊക്കെ പറയാം. അത് കഴിഞ്ഞ് 2002 കച്ച് പൂച്ച ഉണ്ടാകുന്ന സുനാമി. അതും 25 ഡിസംബർ ഫേക്ക് ബർത്ത് ഡേറ്റ്, ക്രിസ്മസ് ബർത്ത് ഡേറ്റ്. അത് സൂര്യഭഗവാന്റെ ഇതിൽ ആഘോഷിക്കേണ്ട കാര്യമില്ല. 26/12/24 എന്ന രീതിയിലാണ് നടക്കുന്നത് അല്ലേ. 12 എന്ന് പറഞ്ഞാൽ 00 സമയം കഴിഞ്ഞു. 23 കഴിഞ്ഞാൽ 00 24 സമയം. ആ രീതിയിൽ തന്നെ 12/26 എന്ന സമയത്തിലാണ് സുനാമി ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഫേക്ക് ബർത്ത് ഡേറ്റ് ഉള്ളവരുടെ ഇതിലല്ല. എൻ്റെ ബർത്ത്ഡേ കൂട്ടി നോക്കുമ്പോൾ 26 2 + 6 7 8 എന്ന രീതിയിലാണ് കിട്ടിക്കണം. അപ്പോൾ
മുങ്ങി നിവരേണ്ടത് 3 പ്രാവശ്യം മുങ്ങി നിവരാൻ വേണം. അതൊരു സ്ട്രോങ് അവസ്ഥയാണ്. അപ്പോൾ അതിലാണ് ചേഞ്ചസ് നടക്കുന്നത്. യേശു അവർ അങ്ങനെയാണ് സ്ഥിതി ചെയ്തതാണ്. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ 2005 പോപ്പും ജോൺ പോൾ ടു ഒക്കെ മരിക്കുകയാണത്. ജോൺ പോൾ ടു അതൊക്കെ ഒരു 84 വയസ്സിലാണ് മരിക്കുന്നത്. അപ്പോൾ ഈ April 21 ഫുള്ളായിട്ട് മുങ്ങി നിവരേണ്ടത് മുങ്ങി നിവർന്നു 2019 നാനയുടെ ബർത്ത് മാസത്തിൽ. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് നടക്കണത്. അപ്പോൾ ആ കഴിഞ്ഞ് 2006 ഞാൻ ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് നഴ്സിംഗ് പഠിക്കുമ്പോൾ 4 വർഷം അവിടെ ഉണ്ടായിരുന്നു. ഒരാൾ എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കില്ലേ, ഹോളിയാ, എൻ്റെ ദസറയാ, ഓണോ, വിഷു ആഘോഷിക്കാൻ എൻ്റെ മുഖത്ത് തോണ്ടി വിളിക്കുക, ഷോർട്സ് വാക്കുകൾ പറയേ, എൻ്റെ പേര് വിളിക്കാൻ തന്നെ എൻ്റെ അടുത്ത് വന്ന് ഇത്ര ബെഡ്റൂമിൽ വരിക. 4 വർഷം അവിടെ ഉണ്ടായിരുന്നു, 9 വർഷം ഇവിടെ ഉണ്ടായിരുന്നു, 9 വർഷം ഗോവയിലുണ്ടായിരുന്നു. ഒരു ഹിന്ദിക്കാരൻ എൻ്റെ മുഖത്ത് തോണ്ടി സംസാരിക്കാറില്ലേ, അവരുടെ ഷോർട്സ് ഫെസ്റ്റിവലുകൾ ജീവനില്ലാത്തത് ആരാധിക്കണം ക്ഷണിക്കാനായിട്ട്. അപ്പോൾ അത് വ്യത്യാസമുണ്ട്. മനസ്സിലാക്കുക. സ്ട്രോങ് ആയിട്ട് നീങ്ങുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. അത് പറഞ്ഞേ, സ്ട്രോങ് ആയിട്ട് നീങ്ങുമ്പോൾ സ്വന്തം അവസ്ഥ സ്വന്തം നാവ കാണിക്കണേ അല്ലേ. ഞാനിങ്ങനത്തെ വാക്കുകൾ ആണോ പറയണേ? അല്ല. കുഴിയിൽ ചാടാതിരിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ പറയണേ. തമ്മിൽ പുഷ്ടിപ്പെടുത്തുന്ന കാര്യങ്ങൾ പറയണേ. അത് സ്വന്തം കാര്യം നോക്കി സ്ട്രോങ് ആയിട്ട് സന്തോഷത്തോടെ ഭക്ഷണം ഉണ്ടാക്കി എന്ത് ആൾക്കാരുടെ എല്ലാ കാര്യം മനസ്സിലാക്കിയിട്ടാണെങ്കിലും അവരുടെ കയ്യിൽ നിങ്ങൾ വെട്ടി തലയിടരുതെന്ന് അത് മനസ്സിലാക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് ഈ യേശു വരെ മുങ്ങി നിവരണ മാതൃക കാണിച്ചാണ്. അപ്പോൾ റോമൻ കാത്തലിക്സും ലാറ്റിൻ കാത്തലിക്സും എല്ലാം ശോഷിച്ച 3 തുള്ളി വെള്ളമൊഴിക്കണവർ ഹിന്ദുസും മുസ്ലിംസും യേശുവ കാണിച്ചതിൻ്റെ മാതൃകയുടെ നേരെ വിപരീത ചെയ്യണേ. അതാ പറഞ്ഞു വരണേ. അതുപോലെ 2006 കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് ഇനി പോകുമ്പോൾ തിരിച്ചു വരുമ്പോഴും അപ്പോൾ യേശുവയുടെ കാര്യം പറയുമ്പോൾ യേശു പറഞ്ഞ തന്നെ ജീവനില്ലാത്ത വിഗ്രഹങ്ങളെയും എല്ലാത്തിനും ആരാധിക്കാനാണ് പറഞ്ഞിട്ടില്ലേ. അത് നേരെ വിപരീത ചെയ്യണേ. ഒരു മധ്യസ്ഥനുള്ളൂ. അതിൽ ജീവനില്ലാത്ത ആരാധിക്കണ എല്ലാ പാതിരി വേഷം കെട്ടണ എല്ലാവരും ചുംബിച്ച എല്ലാവരുടെയും നശ്വരമായ സ്ത്രീകളെയും നശ്വര ഹ്യൂമൻസിനും നശ്വര മൃഗങ്ങളെ ആരാധിക്കണ ചെകുത്താൻ വിഡ്ഢികളെ ആരാധിക്കാനും ജപമാലും ജൽപ്പനം ചൊല്ലാൻ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ കരോചകമാണ്. അപ്പോൾ ഒരു മധ്യസ്ഥനുള്ളൂ, ഒരു മഹാപുരോഹിതനുള്ളൂ. പാതിരികളുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് നിന്ന് വെറുതെ ചെയ്യുന്നത് അത് വെറുതെക്കാണ്, അത് ചെയ്യരുതെന്ന് പറയണേ. വിലയുള്ള ഒരു സാക്രിഫൈസിന് വിലയില്ലാണ്ട് വെറുതെ ഒരു റിപ്പീറ്റ് ചെയ്യരുത്. അതുപോലെ കന്യകേനെ ആരാധിക്കാൻ പാടില്ല. കന്യകയെന്ന് ജനിച്ചുകൊണ്ട് എന്താ പറഞ്ഞത്? കന്യകയെന്ന് മൂത്തവനായിട്ട് ജനിച്ചതാണ്, കടിഞ്ഞൂലായിട്ട് ജനിച്ചതാണ് കാണിക്കാൻ. 7 മക്കളുണ്ടായിട്ട് ജനിച്ചതല്ലാന്ന് കാണിക്കാൻ. റോമൻസിനുണ്ടായത് എന്താണ്? വിശ്വാസത്തിൻ്റെ കാലം നിന്റെ ഹിതം പോലെ എൻ്റെ നിറവേറട്ടെ എന്ന് പറയുന്നത് കന്യകനെ ആരാധിക്കാനല്ല പറയണേ. ആ മൂത്തവൻ്റെ പ്രത്യേകത കാണിച്ചാണ്. കടിഞ്ഞൂല് എന്ന രീതിയിൽ സാക്രിഫൈസ് ചെയ്തുകൊണ്ടെന്ന് 8 വീക്സിലും 8 ആഴ്ചയിലും 8 ഡേയ്സിലും സർക്കംസിഷൻ ചെയ്യണതും അതൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊക്കെ തീർന്ന് യഹൂദിയ ഒരു മുതൽക്കൂട്ടായിരിക്കണം യേശുവെ ഫേമസ് ആക്കാൻ വേണ്ടി. അപ്പോൾ യഹൂദിയൊക്കെ ഒരു മുതൽക്കൂട്ടാണ്. പല രീതിയിൽ പല സ്ഥലത്തും വാസ്തലം ഒരുക്കി സുസ്ഥാപിതമായി കൂട്ടായിട്ട് സന്തോഷത്തോടെ സ്ട്രോങ് ആയിട്ട് ജീവിക്കുന്നുണ്ട്. നോർവേയിൽ വരെ, നോർത്ത് പോളിൽ 6 മാസം രാത്രി 6 മാസം രാവിലെ കാണിക്കണ സ്ഥലത്തും യഹൂദിയർ ജീവിക്കുന്നുണ്ട്. ഇസ്രായേലിൽ മാത്രമല്ല. അപ്പോൾ ഫേക്ക് സിറ്റുവേഷന് ഫേക്ക് ന്യൂസ് ഉണ്ടാക്കുന്നത് നിങ്ങൾ നിർത്ത്. ഫേക്ക് ന്യൂസ് ഉണ്ടാക്കി നിങ്ങൾ തന്നെ പെടും. നിയമത്തിന് മുന്നിൽ അടിയറവ് പറയേണ്ടി വരും. ഞാൻ വാക്കുകൾ സൂക്ഷിച്ചു പോയിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്ക്. നിങ്ങളെ പുഷ്ടിപ്പെടുത്തേണ്ട കാര്യങ്ങൾ പറയണേ. തമ്മിൽ കുഴി ചാടിക്കണതല്ല. ലവ് ചെയ്യാം, എന്തും ചെയ്യാം. അതിൽ ശോഷിച്ച വാക്കുകൾ പറയണ്ട. ഇല്ല, ശോഷിച്ച വാക്കുകൾ ഞാൻ അങ്ങോട്ട് പറയണ്ട. ഇങ്ങോട്ട് പറയിപ്പിച്ച് പറയേണ്ടതല്ല ശരി. അത് മനസ്സിലാക്കാൻ പഠിക്ക്. ഇങ്ങോട്ട് മുഖത്ത് നോക്കി പറയണല്ലേ. ഇവിടെ ഹിന്ദി പറയണ്ട. ഇല്ല, ഏതോ വിഡ്ഢി നിങ്ങളുടെ അറിവില്ലായ്മയിൽ ഏതോ വിഡ്ഢികളെ ഓർത്തിരുന്നിട്ട് വീട്ടുകളെ സ്വപ്നം കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ കാര്യം? വായിച്ച മനസ്സിലാക്കാത്തവരെങ്ങനെ കേട്ടറിയാനാണ്? ഈ ശോഷിച്ച ഹിന്ദുസും ശോഷിച്ച മുസ്ലിംസ് വിചാരിക്കുന്നത് റോമൻ കാത്തലിക്സ് ഏറ്റവും വലിയ ക്രിസ്ത്യൻസാണ്. ആ വിഡ്ഢിത്തത്തിൽ നിന്ന് മാറ്, അറിവില്ലായ്മയിൽ നിന്ന് മാറ്, മനസ്സിലാക്കാൻ പഠിക്കുക. ഉടനായിട്ട് കേൾക്കാൻ ശ്രമിക്കുക എന്താ പറയണെന്ന്. അല്ല, കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കേണ്ടതല്ല വ്യത്യാസം. ഈ ആൻറ്റി ക്രൈസ്റ്റ് റോമൻ കാത്തലിക്സ് ആയിട്ട് എനിക്കെന്ത് ബന്ധം? ആൻറ്റി ക്രൈസ്റ്റ് ശോഷിച്ച മുസ്ലിംസ്, ആൻറ്റി ക്രൈസ്റ്റ് ശോഷിച്ച അവരോട് എനിക്ക് എന്ത് പറഞ്ഞ് ബോധിപ്പിക്കണം? വിഡ്ഢികളെ എന്ത് പറഞ്ഞ് എനിക്ക് ബോധിപ്പിക്കണം? അത് മനസ്സിലാക്കാൻ പഠിക്കുക. അതുപോലെ തന്നെ അപ്പോൾ ഒരു മധ്യസ്ഥനുള്ളൂ, ഒരു മഹാപുരോഹിതനുള്ളൂ, ഒരു പരിശുദ്ധന ഏകനായ ജീവനുള്ള ദൈവം മാത്രമേ ഉള്ളൂ. ജീവനുള്ള ദൈവം എന്ന രീതിയിലാണ് യേശു വന്നിരിക്കുന്നത്. ആ ഏഞ്ചലിക് മനുഷ്യന്മാർ എന്ന ഹ്യൂമാനിറ്റി രീതിയിലല്ല. പിന്നെന്താ പറയണ സദ്വചനങ്ങൾ എന്താന്ന് നോക്കുക. അതാണ് പുഷ്ടിപ്പെടുത്തുന്നത്. അതാണ് പ്രാർത്ഥന, അതാണ് പുഷ്ടിപ്പെടുത്തൽ, അതാണ് ധൈര്യപ്പെടുത്തൽ, അതാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞത്. അല്ലാണ്ട് ജൽപ്പന ജപമാലയല്ല. ഇപ്പം എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ കൊറോണ വന്നത് 2020 20 വയസ്സ് തികയുമ്പോൾ 2000 കഴിഞ്ഞുള്ള സമയം വരുമ്പോഴും
അത് കഴിഞ്ഞ് വയനാടിലുണ്ടായതും പേരും വിവരമില്ലാണ്ട് എല്ലാത്തിനും കുഴിച്ചിട്ടതും മുങ്ങി നിവരണം അല്ല കല്ലും പടലോ എല്ലാം കൂടി കുമിഞ്ഞ് കൂടി പീസായി ഇതായി മാറും. മുങ്ങി നിവരണം പീസായി ഇവരോട് പരിച്ചവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല. പിന്നെ അതുപോലത്തെ എല്ലാ രീതിയിലും 2019 2020 2021 ഏപ്രിൽ കഴിഞ്ഞ് ഇപ്പോൾ പോപ്പിനുണ്ടായതും അത് 21 ഏപ്രിൽ 21+4 25 ആണ്. 2510 ആ 2025 2510 കൂട്ടിയാലും 10 to 36 ആകട്ടെ 88 വയസ്സിലാണ് മരിച്ചാണ്. 266 പോപ്പ് 266 പോപ്പ് നമ്പറായിട്ട് എനിക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞു. 2888 ആണ്. അപ്പോൾ 88 വയസ്സിലായി 2 × 5 10 10+2 26 എന്നാണ് കാണിക്കണേ. 88 16 എന്ന 18 8+8 16 പറയുമ്പോൾ 16+10 26 പിന്നെ 10+25 2025 മരിക്കുമ്പോൾ 87 ഉള്ളത് 10 എന്ന് പറയുന്നത് 20+26 പറയുമ്പോൾ അല്ല 20+16 എന്ന് പറയുമ്പോൾ 36 കാണിക്കണം. 88 വയസ്സിൽ മരിക്കുന്നത്. അപ്പോൾ മുങ്ങി നിവരണം. പോപ്പിനൊരു ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നില്ല. വീൽ ചെയറിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഉറങ്ങി വീണ് ഹാർട്ട് അറ്റാക്കായി മരിക്കുന്നത് 88 വയസ്സിൽ. അപ്പം പറഞ്ഞ് കേട്ട് മനസ്സിലാക്കി ആത്മാവ് നിങ്ങളോട് ചോദിക്കും. ആത്മാവ് ചോദിച്ചത് മാറാൻ ശ്രമിക്കുക. അതാണ് കാര്യം. അതുപോലെ May 2 നാനയുടെ ബർത്ത് ഡേറ്റ് 2016 മരിക്കുന്നതും അത് 888 എന്ന് കാണിക്കണം. അല്ല 2016 84 എന്ന് കാണിക്കാം. 1+6 7 24 74 28 കാണിക്കാം. 28 എനിക്ക് 2 ഓഗസ്റ്റ് ഛത്തീസ്ഗഡിൽ പോകുമ്പോൾ സെക്കൻഡ് ടൈം പോകുമ്പോഴും 28 വയസ്സൊക്കെയാണ്. ആ 3 28 ചേർന്ന് 28 × 3 84 വയസ്സാണ്. 84 വയസ്സിലാണ് ആന മരിക്കുന്നത്. 28 × 2 കാണിക്കാം. ജനിക്കണ വയസ്സും അവിടെ എത്തണ വയസ്സും ബർത്ത് ഡേറ്റും കൂട്ടുമ്പോൾ 28 × 2 56 കാണിക്കണേ അല്ലേ. അപ്പോൾ 56 എന്നുള്ളത് മറ്റേ 65 വയസ്സ് 95 96 തേർഡ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് ചേർന്ന് സെക്കൻഡ് സ്റ്റാൻഡേർഡ് തേർഡ് സ്റ്റാൻഡേർഡ് ചേർന്ന് 95 96 ആ 56 തന്നെ കാണിക്കണം. 2 × 3 6 2 × 2 +3 4 5 എന്ന പോലെ 65 വയസ്സ് അമ്മാമ്മയ്ക്ക് കിട്ടിയ പോലെ കോണിപ്പടിയിൽ നിന്ന് ഉരുണ്ട് വീഴണ കാര്യം. മുങ്ങി നിവരേണ്ട 2018 പറഞ്ഞ പോലെ തന്നെ ഇൻ റീസെന്റ് സിറ്റുവേഷൻ മില്യൺസ് ഓഫ് പീപ്പിൾ വിൽ ഡൈ എന്നെല്ലാം എഴുതി കാണിച്ച പോലെ തന്നെ വന്നതാണ്. അതുപോലെ സുനാമി ഡസൻ ഹാവ് നെസസിറ്റി ടു കം ഫ്രം ദ ഷോർ from within inside. അതുപോലെ കേരള 2018 2019 2020 21 22 ഫുൾ കൊറോണ ആയിരുന്നു. 2023 കഴിഞ്ഞ് രാജസ്ഥാനിൽ പോയിട്ട് വേണ്ട. രാജസ്ഥാൻ വന്ന ചുഴലിക്കാറ്റ് മഴ അത് ഞാൻ ശ്രദ്ധിക്കണില്ലേ. എന്തെങ്കിലും നിങ്ങളായിട്ടായിരുന്നു കൂട്ടി വാങ്ങുന്നത്. നിങ്ങളായിട്ട് സോഷ്യൽ വാക്കുകൾ പറഞ്ഞ് പറയിപ്പിച്ച് ഞാൻ ഇവിടെ എന്തെങ്കിലും പറയുന്നുണ്ട്. ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ ഇല്ല. 2024 പിന്നെ ഈ എല്ലാവരും കുഴിച്ചിടുന്നതും മുങ്ങി നിവരാണ്ട് എല്ലാം കൂടി പടലായിട്ട് കുമിഞ്ഞു കൊടുത്ത് വയനാട് എന്നുവെച്ചാൽ ബ്രിഡ് ജോലി നിർത്തേണ്ട സമയത്ത് വ്യാസ് മെഡിസിറ്റി വയനാട് മെഡിക്കൽ ട്രസ്റ്റ് അതുപോലെ വയനാടിനായി അതിൻ്റെ ബ്രിഡ് ജോലി നിർത്തേണ്ട സമയമായി. അപ്പോൾ ആ രീതിയിൽ അവിടെ നിർത്തേണ്ട സമയമായി. 2025 വരെ അവിടെ നിൽക്കണോ? പക്ഷേ 2025 87 അമ്മയുടെ ഞാനിയുടെയും കല്യാണ ദിവസമാണ്. 87 8/24 8/7 25 6 7 25 10 87 എന്നുള്ളത് പോലെ. അതുപോലെ തന്നെയാണ് അടുത്ത 2026 വരുമ്പോൾ 26 26 88 സമയം 84 എന്ന രീതിയിൽ വരും. 2020 കൊറോണ വന്ന പോലെ. 2027 എനിക്ക് 39 വയസ്സാകിയാണ്. 2006 38 വയസ്സ്, ഇപ്പോൾ 37 വയസ്സായി. അപ്പോൾ 2027 3 × 9 27 എന്നുള്ള 39 വയസ്സൊക്കെയാണ്. നാനിയുടെ ഡെത്ത് ഡേയും പാപ്പൻ്റെ. അപ്പോൾ അവർ പുതുക്കാടായിരുന്നു ചെറുപ്പത്തിൽ കണ്ടു വളരുന്നത്. 27 നാനയുടെ 73 വയസ്സിൽ 73 21 ട്വിൻ ടവേഴ്സ് മരിച്ചതുപോലെ 73 വയസ്സിലെ കുപ്പാപ്പ മരിക്കണം. 27 80 വയസ്സിൽ നാനി. അപ്പോൾ 27 അവർക്ക് കുറച്ച് വയസ്സായിട്ട് മരിച്ചവരാണ്. 27 മനസ്സിലാവുണ്ടോ? 3 × 9 27 എന്ന രീതിയിൽ കാണിക്കുന്നതാണ്. ഇനിയിപ്പോൾ അധികം ഒന്നും പറയാനില്ല. 3 × 9 27 എന്ന് പറയുന്നത് എനിക്ക് വയസ്സ് 2027 തികയണ വയസ്സാണ്. അവിടെയും ഇവിടെയും ഒളിച്ച് ഭാഗത്തിരുന്ന് ഓരോ കുണ്ടുകളും ഈ ശോഷിച്ച് ജീവനില്ലാത്ത ആരാധിക്കണ ഫെസ്റ്റിവലിനെ എന്നെ ക്ഷണിച്ചിട്ടില്ലേ. ആ ക്ഷണിച്ചു വരുന്നത് എനിക്ക് അരോചകമാണ്. അത് മനസ്സിലാക്കാൻ പഠിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഈ മണ്ട ഡയലോഗ് അടിക്കണവർ സ്വന്തം ശോഷിച്ച അവസ്ഥ അങ്ങനത്തെ കാണിക്കണേ. എൻ്റെ മുഖത്ത് നോക്കി ഈ ഹിന്ദുസ് എന്ന് പറഞ്ഞാൽ ഹിന്ദിക്കാരിൽ നിന്ന് വരുന്നതാണ്, ഹിന്ദികളിൽ നിന്ന് വരുന്നതാണ്. കുണ്ടുകളും പറയണത്
റെസ്പെക്ട് കൊടുത്ത് പറയണവരുണ്ട്. ഗവൺമെന്റ് വെച്ചാൽ ഗവൺമെന്റിൽ നിന്ന് കെമ്പൊക്കെ അവിടെ ജോലിക്ക് വരണവര് അങ്ങനത്തെ വാക്കുകൾ പറയും. റെസ്പെക്ട്ഫുൾ പേഴ്സൺ അങ്ങനെയുള്ളവർ പറയും. അപ്പം നിങ്ങൾ അർത്ഥമില്ല മനസ്സിലാക്കാണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ റെസ്പെക്ട് കൊടുത്ത് നിങ്ങളെ കൂട്ടി വാങ്ങും. നിങ്ങളുടെ ശോഷിച്ച അവസ്ഥ നിങ്ങളെ ശോഷിച്ച നാവ് കാണിക്കണേ. സൃഷ്ടിയെ ആരാധിക്കാൻ പാടില്ല. നശ്വരമായ സ്ത്രീകളോ നശ്വരം ഹ്യൂമൻസും നശ്വരം മൃഗങ്ങളും ഈ വിഡ്ഢി ക്യാമറയുടെ മുന്നിൽ വിഡ്ഢി പ്രൂഫാക്കി ഓരോന്ന് ഉണ്ടാക്കി വളർത്തി എന്ന് പറയാം, നട്ട് വളർത്തി എന്ന് പറയും, സൃഷ്ടിച്ച് വളർത്തി എന്ന് പറയോ? ഇല്ല, അത് ജീവനുള്ള ദൈവത്തിന്റെ വിഡ്ഢി ക്യാമറയുടെ മുന്നിൽ പ്രൂഫാക്കി വെക്കാനുള്ളതല്ല. ഒരു പഴം എന്തൊക്കെ സൈസും വ്യത്യാസവും ചിന്തിക്കാനുള്ള വ്യത്യാസം എന്തൊക്കെ എല്ലാ വ്യത്യാസങ്ങളും ഉണ്ടാക്കണം. അതൊരു സൃഷ്ടി എന്ന് പറയണം. അത് ജീവനുള്ള ദൈവത്തിന് മാത്രമുള്ളതാണ്. അത് നശ്വരമായ സ്ത്രീകളോ നശ്വരമായ ഹ്യൂമൻസോ നശ്വര മൃഗങ്ങളാണോ നിങ്ങൾ സൃഷ്ടിച്ചതല്ല, അവർക്ക് ഉള്ളതല്ല. അതുകൊണ്ട് അവരെ ആരാധിക്കരുത് എന്ന് പറയണത് അതുകൊണ്ടാണ്. സൃഷ്ടിയെ ആരാധിക്കരുത്. അതുപോലെ യേശു അവരെ പറഞ്ഞിട്ടില്ലേ സൃഷ്ടിയെ ആരാധിക്കണം. ആ സിറ്റുവേഷൻ കാണാം, അതിൽ നിന്ന് പുഷ്ടിപ്പെടുത്തി സ്വയം തമ്മിൽ പറയുന്നത് ശരിയാന്ന് തോന്നണല്ലേ, പുഷ്ടിപ്പെടുത്തി വളർത്താൻ. അയാൾ ജൽപ്പന ജപമാലയല്ല, ജപമാല ജൽപ്പന ആരോചകമാണ് ജീവനുള്ള ദൈവത്തിന്. അത് മനസ്സിലാക്കി നീങ്ങാം. പിന്നെ നിങ്ങളുടെ സെലക്ഷൻ ശരിയാവാണ്ട് കുരുട്ട് സാധനങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് കുരുട്ട് സാധനങ്ങളെ സ്വീകരിച്ച് മാർച്ച് 6 സിറിയിൽ, അതുപോലെ മാർച്ച് 6 കുണി ഫേക്ക് ബർത്ത്ഡേ 2 ജൂൺ ഛത്തീസ്ഗഡിൽ സെക്കൻഡ് ടൈം മുമ്പ് മരിക്കുന്നതും അതുപോലെ തന്നെയാണ്. ഞാൻ മരിച്ച സമയത്തും ഞാൻ മരിച്ച സമയത്തും May 2 താഹയുടെ May 2 ബർത്ത് ഡേറ്റ് കിട്ടുന്നതും 2021 റിസൈൻ ചെയ്യുന്നത് 9/9/21 9/21 ഞാൻ റിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു 12/9/36 ആ വരണ രീതി 21 ബാപ്റ്റിസ്റ്റ് ചെയ്ത് ശരിയായി, കുഞ്ഞിന് വരേണ്ടത് ശരിയായി എന്ന് പറയുന്ന പോലെ. കുഞ്ഞി ഫേക്ക് ബർത്ത് ഡേറ്റ് ഫേക്ക് നെയിം ഉള്ളവരല്ല. കുമ്പൂര് അവിടെ ചാലിക്കുടിയിലുള്ള അതേ മാർച്ച് 6 ജനിച്ച അതേ ഇതിലാണ് ഡേറ്റിൽ മരിച്ചാണ്. അതേ ഇതിലാണ് ഛത്തീസ്ഗഡിൽ എത്തുമ്പോൾ 36 എന്ന രീതിയിൽ. അത് മനസ്സിലാക്കാൻ പഠിക്കും. ഫേക്ക് ബർത്ത് ഡേറ്റ് ഉള്ളവർ ഫേക്ക് ആ പൂർണ്ണ അറിവില്ലാത്തവരെയും വിശ്വസിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ ഫേക്കുകളായി ലോകമണ്ടന്മാരാവും, ആനമണ്ടന്മാർ. മണ്ടൻ അസുഖം ഇപ്പോഴേ തന്നെ വന്നു തുടങ്ങി. അമീബിക് എന്താ മസ്തിഷ്ക ജ്വരം പോലെ അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്ന രീതിയിൽ വന്നിട്ടുണ്ട്. അത് ചെറിയ കുട്ടികൾക്ക് വരെയല്ല, മുതിർന്നവർക്ക് കിട്ടുന്നത്. കാരണം വെള്ളമൊക്കെ ശുചിയായി ഉപയോഗിക്കാൻ നോക്ക്. എവിടെയാണെങ്കിലും കിണർ വെള്ളമാണെങ്കിലും സ്വിമ്മിംഗ് പൂളാണെങ്കിലും ശുചിയായി ഉപയോഗിക്കാൻ നോക്കുക. അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിലത്തെ അമീബ വന്ന് തലയിൽ കയറി കഴിഞ്ഞാൽ കിടപ്പിലാവും, ചാവും ചെയ്യും. അതുപോലെ തന്നെ ജപ്പാനിലും ചൈനയിലും ഒന്നും ക്രിസ്ത്യാനിറ്റി ഇല്ല. അവിടുത്തെ ഒരു വെടിത്തം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതുപോലെ തെറ്റിദ്ധാരണകളെല്ലാം നിങ്ങളൊക്കെ തന്നെ കൂട്ടി വാങ്ങേണ്ടി വരും. അവിടെ ഉള്ള ക്രിസ്ത്യാനിറ്റി അല്ല, വേറെ ബൈബിൾ കൂടി ഒരു തുറന്ന് വായിക്കാറില്ല. ചൈനക്കാരും ഓരോ കൊറോണ ഇതൊക്കെ വരണതും ചൈനയിൽ നിന്നാണ് വരണമെന്ന് വിചാരിച്ചിരിക്കണ്ട. അത് വരേണ്ട സമയത്ത് വരും. ഓരോ വെഡ്ഡി ന്യൂസും വിശ്വസിച്ച് ഫേക്ക് ന്യൂസും വിശ്വസിച്ച് അത് ജീവനോട് ദൈവ സമയത്ത് നടന്നോളും. വെഡ്ഡി ന്യൂസും വിശ്വസിച്ച് വെഡിത്തം വിശ്വസിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമില്ല ഞങ്ങൾക്ക്. ജപ്പാനിലും ചൈനയിലും ക്രിസ്ത്യാനിറ്റി ഇല്ല. അവിടുത്തെ തെറ്റിദ്ധാരണ ഞങ്ങൾ ഒരു മുഖസാദൃശ്യം ഒരു സാമ്യത ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞാലുണ്ട്. 2000 തൊട്ടായാലും എവിടെ തൊട്ടായാലും ഞങ്ങൾ കൂട്ടി വാങ്ങുന്നത് മൂത്തവരും അനിയും തമ്മിൽ വ്യത്യാസം അറിയാണ്ടൊക്കെ. പിന്നെ ഞാൻ പറയാം, ഞാനിത് വളരെ സമാധാനമായിട്ട് പറയണേ. കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കണവരിത് പറയില്ല. വൈരാഗ്യമില്ല ഒന്നുമില്ല. വൈരാഗ്യം ഉണ്ടെങ്കിൽ വീട്ടുകാരെ കുറിച്ചും പരിസരത്തെ കുറിച്ചും തുടങ്ങി ശോഷിച്ച രീതിയിൽ ശോഷിച്ച വാക്ക് പറഞ്ഞേനെ. എന്തുകൊണ്ടാണ് പറയാത്ത? ശോഷിച്ച വാക്ക് പറയുന്നത് നിങ്ങളുടെ ശോഷിച്ച നാമ പറയാൻ പറ്റില്ല. മൂട്ടിന്ന് വിടല് എന്തിനു മൂട്ടിന്ന് വിടേണ്ട ആവശ്യം? മൂട്ടി ബാങ്ക് കുന്നീസിന് കിട്ടിയതും കുന്തോണിക്ക് മാർച്ച് 8 ജനിച്ച കുന്തോണിക്ക് കിട്ടുന്നത് ആ രീതിയിലാണ്. മുത്തരാനെയും തമ്മിൽ വ്യത്യാസം അറിയാണ്ട് അത് ഓരോരോ കാര്യത്തിൽ എന്തുണ്ടാണ്. യേസിക്കരേൻ ആ പാട്ട് ഒരുവനോട്ട് യോസിക്കരേൻ കിട്ടണ പോലെ അത് അടുപ്പിച്ച് കിട്ടുന്നതാണ്. മൂട്ടിന്ന് വിടുന്നത് മൂട്ടിന്ന് ശരിക്കും വിട്ടില്ല, ഷറപ്പറാന്ന് ഒഴുകിയില്ലെങ്കിൽ വായ കാണിച്ചുകൊണ്ടിരുന്ന മൂടിന്റെ സ്വഭാവം വായ കാണിച്ചുകൊണ്ടിരുന്ന മൂടിന്റെ തകരാറാവും. അതുപോലെ തന്നെ വായും പല്ലുവേദനയായിട്ട് കടന്നു കഴിഞ്ഞാൽ അത് ഞാൻ നിങ്ങളെ സാന്ത്വനിപ്പിക്കേണ്ടെന്ന് കേട്ടോ. ഞാൻ ഷോർട്സ് വാക്ക് പറയുന്നത് ഇത് സംപ്രേഷണം ചെയ്യുന്ന വ്യത്യാസമുണ്ട്. നിങ്ങളുടെ പല്ലുവേദന ഫേക്ക് സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഫേക്ക് ന്യൂസ് ആയിക്കോട്ടെ, അത് പല്ലുവേദന എടുത്ത് സംസാരിക്കാൻ പറ്റാണ്ടാവും. ഷോർട്സ് വാക്കുകൾ പറഞ്ഞ് മൂട്ടിന്ന് വിടുന്നത് മെറ്റീരിയലിസ്റ്റിക് നേച്ചർ അല്ല വേണ്ടതെന്ന് പറയേണ്ടതാണ് ശരി. ഇത്ര കാശുണ്ടെങ്കിൽ ഇത്ര പ്രതിഷ്ഠുണ്ടെങ്കിൽ സ്വന്തം കാര്യം നോക്കി സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് തത്രപ്പെട്ട് ജോലി ചെയ്യുന്നത്, തത്രപ്പെട്ട് മക്കളുണ്ടാക്കുന്നത്, തത്രപ്പെട്ട് കല്യാണം കഴിക്കുന്നതല്ല ശരി. ആ ജീവനോട് ചെയ്ത സമയത്ത് നടക്കും. ഒരു 95 2088 പറഞ്ഞു. 2088 എനിക്ക് 2026 88 വയസ്സ് 12 വയസ്സ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ
ആ രീതിയാണ് കാണിക്കണം. 2018 100 വയസ്സാക്കിയുമ്പോൾ 112 12 വയസ്സാക്കിയുമ്പോൾ 2000 പോലെ തന്നെ അതുപോലെ ആക്കാൻ നോക്ക്. 2088 ആ ഒരു രീതിയിൽ വരുമ്പോൾ 12 വയസ്സ് തികയുമ്പോൾ അല്ല 2088 കഴിഞ്ഞ് 21,000 എന്ന് പറയും. 21st സെഞ്ച്വറിയിൽ എനിക്ക് 12 വയസ്സാക്കണ പോലെ 112 വയസ്സായിരിക്കും. 2000 12 വയസ്സ് കഴിയുമ്പോൾ അതുവരെയൊക്കെ ജീവിക്കാൻ പഠിക്കും. 2088 എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതിനുള്ള സമാധാനമായിട്ട് സന്തോഷമായിട്ട് കാര്യങ്ങൾ ജീവിച്ചിട്ട് തത്രപ്പെട്ട് കല്യാണം കഴിക്കുന്നത്, തത്രപ്പെട്ട് മക്കളുണ്ടാക്കുന്നത്, തത്രപ്പെട്ട് ജോലി ചെയ്യുന്നതല്ല ശരി. ജീവനുള്ള ദൈവത്തിന് സമയത്ത് നടന്നോളും. 2088 100 വയസ്സ് കഴിയുമ്പോൾ ഇപ്പോൾ 21,000 112 വയസ്സ് കഴിയുമ്പോൾ അതിനുള്ള രീതിയിൽ കാണിക്കും. മിഥ്യത്വം എല്ലാം പാലിക്കും. 2076 12 വയസ്സ് പറഞ്ഞാൽ 88 വയസ്സ്. 2088 എനിക്ക് 100 വയസ്സ് കഴിയുമ്പോൾ 88 വയസ്സ്. 2000 തൊട്ടുള്ള വയസ്സാണ്. 1 2 3 12 വയസ്സ് കാണാണ്ടായ രീതി വരുമ്പോൾ ആ രീതിയിൽ വരണം. അത് മനസ്സിലാക്കാൻ പഠിക്കും. അതുകൊണ്ട് ക്യാമറയുടെ മുന്നിൽ യേശോ വരാൻ ഞാൻ വരാനൊന്നും നിൽക്കില്ല. അതെനിക്ക് അരോചകമാണ് പറഞ്ഞു. അതുകൊണ്ട് തമ്മിൽ കുഴിച്ചടിക്കാതിരിക്കാൻ, തമ്മിൽ പുഷ്ടിപ്പെടുത്തേണ്ടതുകൊണ്ട് പറയാം. ഇത് വൈരാഗ്യത്തോടെ പറയുന്നതല്ല, സമാധാനത്തോടെ പറയുന്നതാണ്. എത്ര മുതിർന്നാലും നിങ്ങൾ തമ്മിൽ അറിവില്ലാണ്ട്, അറിവ് പകർന്നു കൊടുക്കാണ്ട് എത്ര മുതിർന്നാലും തലയ്ക്ക് പക്വത വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മണ്ടൻ കാൽക്കുലേഷൻ തെറ്റെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പം സമാധാനത്തോടെ നീങ്ങാനായിട്ട് പറയണേ. നിങ്ങളുടെ പോലെ ഏത് ഉമ്മമാരോ കുടുംബ മെന്റൽ സൈക്കോളോ ആരെങ്കിലും ഇത് പറയുമോ? സമാധാനത്തോടെ നീങ്ങണം, സ്ട്രോങ് ആയിട്ട് നീങ്ങണം. അതാണ് പൂർണ്ണ അറിവോടെ നീങ്ങണം എന്ന് പറയുന്നത്. ജീവനില്ലാത്തത് ആരാധിക്കുന്ന വെടി നിങ്ങളുടെ ആത്മാവ് നിങ്ങളോട് ചോദിക്കും. അതുകൊണ്ടാണ് ജീവനില്ലാത്തത് വെടിഞ്ഞ് നിത്യനാശം കൈവരിക്കാതിരിക്കുക. സ്വിമ്മിംഗ് പൂളിൽ വെറുതെ വിടുവായിത്താനും പറഞ്ഞ് മുങ്ങി കുളിക്കണ കാര്യമല്ല ഞാൻ പറയണത് അവിടെ. അതായത് ഒരു തലവനുണ്ട്, അത് പാതിരിയല്ല, തലമൂപ്പൻ എന്ന് പറയുന്നത്. അവരെ കൊണ്ട് ആ ഒരു പൂർണ്ണ അറിവിൽ എല്ലാം തികഞ്ഞ് മുങ്ങി വരണ കാര്യം പറഞ്ഞു. അത് സ്ട്രോങ് അവസ്ഥയെന്ന് പറയുന്നത്. അതാ 2019 ഉണ്ടായി. 2020 കൊറോണ എല്ലാം നിത്യജീവന്റെ രീതിയിലാണ് വന്നേക്കണേ. പേരും വിലാസമില്ലാത്തവരെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. പേരും വിലാസം എല്ലാം കിട്ടിയ എല്ലാം ചാവേണ്ടവർ ചത്തവരും അത് വ്യത്യാസം. ഇപ്പം ഒരു ഇത് കിട്ടിയിരിക്കുന്നുണ്ട് എല്ലാവർക്കും. അപ്പോൾ ആ രീതിയിലാണ് പോണത്. കൊറോണ എന്ന് പറയുന്നത് നിങ്ങളൊക്കെ അസുഖമാണ്, അല്ല ചൈനയിൽ നിന്ന് ഉണ്ടായതല്ല, ഒന്നുമല്ല. അത് ഫേക്ക് ന്യൂസാണ്. ജീവനുള്ള ദൈവത്തെ സമയത്ത് എല്ലാം നടക്കുമെന്ന് പറയുന്നത് അതാണ്. അപ്പോൾ സമാധാനത്തോടെ സ്ട്രോങ് ആയിട്ട് പൂർണ്ണ അറിവോടെ നീങ്ങാം. ഞാൻ പറഞ്ഞ എത്ര പേരുന്ന് കൂട്ടി ചത്താലും അതിൽ ഒരു സാന്ത്വനിപ്പിക്കണ എൻ്റെ തന്നെ ഒരു സ്നേഹധാര ഒഴുകുന്നുണ്ട് കണ്ണിൽ നിന്ന്. അപ്പോൾ ആ ധാര കാരണം വിവരമുള്ള സംസാരമാണ് വായിന്ന് വരേണ്ടത്. വേസ്റ്റ് മൂട്ടിന്ന് വിടണ പോലെ അതല്ല നാവിന്ന് വരേണ്ടത്. മൂടിന് സുഖം കാണിച്ച മൂട് ഷറപറാന്നൊഴുകി മൂട് തകരാറില്ലോ, വായും തകരാറില്ലോ, അടുപ്പിച്ച് കിട്ടിയ കാര്യമില്ല. വിവരമുള്ള സംസാരം സമാധാനത്തോടെ സ്ട്രോങ് ആയിട്ട് പൂർണ്ണ അറിവോടെ സംസാരിക്കാൻ പഠിക്കും. അല്ലാണ്ട് ശോഷിച്ച വാക്കുകൾ വേസ്റ്റുകൾ മൂട്ടിന്ന് വിടുന്നതല്ല ശരി. ഇവിടെ വൈരാഗ്യത്തിൻ്റെ കാര്യമില്ല. തമ്മിൽ കുഴിച്ചാടിക്കണല്ലേ. തമ്മിൽ പുഷ്ടിപ്പെടുത്തുക. തമ്മിൽ സ്ട്രോങ് വചനങ്ങൾ പറഞ്ഞ് പുഷ്ടിപ്പെടുത്തുക. അതാണ്. അല്ലാണ്ട് തെറ്റിദ്ധാരണകളും അറിവില്ലായും മുതിർന്നവർ എത്ര അറിവില്ലാണ്ട് പക്വതയില്ലാണ്ട് പകർന്നു കൊടുത്ത തമ്മിൽ കൈമാറിയ അത് സ്വയം മരുന്ന് കൂട്ടി വാങ്ങാൻ ഇടയാക്കും. എല്ലാം മണ്ടൻ കാൽക്കുലേഷൻ നിങ്ങളുടെ തെറ്റും. അത് മനസ്സിലാക്കാൻ പഠിക്കുക. എത്ര വിഡ്ഢിത്തരം നിങ്ങൾ ചെറുപ്പത്തിൽ കാണിച്ചിട്ടുണ്ടെങ്കിലും അതൊന്ന് മാറി ഒരു തലത്തിലേക്ക് എത്താൻ നോക്ക്. ശോഷിച്ച ഹിന്ദുസും ആൻറ്റിക്രൈസ്റ്റിക് ഹിന്ദുസും ആൻറ്റിക്രൈസ്റ്റിക് റോമൻ കാത്തലിക്സും ആൻറ്റിക്രൈസ്റ്റിക് മുസ്ലിംസും അല്ല ശരി. അവർ കുരുട്ട് മോന്തയാണ്. അവർ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് അറിയില്ല. അവർ എന്തെങ്കിലും ചോദിച്ചാൽ അവരെ കുറിച്ച് അവർക്കൊന്നും അറിയില്ല. അതാണ് പറയണവർ. ഇവിടെ എനിക്കങ്ങനെ പറയേണ്ട ആവശ്യമില്ല, മൂട്ടിന്ന് വിടേണ്ട ആവശ്യമില്ല. അപ്പം വിവരമുള്ള സംസാരമാണ് വായന്ന് വരേണ്ടത്. തമ്മിൽ പുഷ്ടിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇതും ഒരു പ്രാർത്ഥനയാണ്. തമ്മിൽ പുഷ്ടിപ്പെടുത്തുക. അത് മനസ്സിലാക്കാൻ പഠിക്കുക. അപ്പോൾ വിവരമുള്ള സംസാരം വരും വായന്ന്. അയാൾ ജീവനില്ലാത്തത് ആരാധിക്കുന്നതല്ല ശരി. തമ്മിൽ കണ്ട് വായിച്ച് മനസ്സിലാക്കാത്തവരെ കേട്ടറിയാനാണ്. പൂർണ്ണമായിട്ട് അറിയാൻ ശ്രമിക്കുക. അതുകൊണ്ട് ഏതോ സമയത്ത് റോമൻസ് ആൻറ്റിക്രൈസ്റ്റ് 550 AD വന്ന പോലെ അതും വിശ്വസിച്ച് സ്വന്തം തന്തയുടെ തലയുടെ റിട്ടയർഡ് നേച്ചർ അനുകരിച്ച് ഇല്ലാണ്ടാവുന്നതല്ല ശരി. സ്പൂൺ ഫീഡിങ്ങും അതല്ല, അത് തെറ്റാന്ന് മനസ്സിലാക്കി മക്കളായാലും അത് മക്കളെ കൊണ്ട് വിഡ്ഢിത്തരം പറയിപ്പിക്കുന്നതല്ല ശരി. മൂട്ടിന്ന് വിടുന്ന് പറയിപ്പിക്കുന്നതല്ല ശരി. അത് പറയിപ്പിക്കാന്ന് പറയാൻ പറ്റില്ല. അത് മാറാൻ നോക്ക്. അതിന് സ്ട്രോങ് ആയിട്ട് അത് മനസ്സിലാക്കാൻ പഠിക്കുക ആദ്യം.
യേശു അവരെ പള്ളിയിൽ പോലെ എന്നുവെച്ചാൽ പള്ളിയിലും അവർ തന്നെ പറയുന്നുണ്ട്, പള്ളിയിലും മലമുകളിലും അല്ല ജീവനുള്ള ദൈവം കുടികൊള്ളുന്നത്. അവിടെയും ആത്മാവില്ലാത്ത പ്രവൃത്തി, ആത്മാവ് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്, നമ്മുടെ മനസ്സിൽ ബ്രെയിൻ കുടികൊള്ളുന്നത്. അതിനെ വെച്ചിട്ട് പുഷ്ടിപ്പെടുത്തുക, തമ്മിൽ തമ്മിൽ പ്രാർത്ഥന. അതങ്ങനെ പറഞ്ഞു, ജൽപ്പന ജപമാല അരോചക എന്ന് പറഞ്ഞു. ജീവനുള്ള ദൈവം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിൽ കുടികൊള്ളുന്നത്. അതുകൊണ്ട് ആത്മാവ് ചോദിക്കുന്നു പറയുന്നത്. നിങ്ങൾ മാറിയില്ലെങ്കിൽ ആത്മാവ് നിങ്ങളോട് ചോദിക്കും എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കുക എന്താ കാര്യം, എന്താ ഇവിടെ വ്യത്യാസം എന്ന്. യേശു അവർ പള്ളിയിൽ പോകില്ല വെച്ചാൽ പള്ളിയിലും മലമുകളിലല്ല. ഇപ്പോൾ മലയാറ്റൂർ പള്ളിയിൽ പോകണം, പള്ളിയിൽ പോയി ജപമാല ജൽപ്പന അർപ്പിക്കണം. അതല്ല, ജീവനുള്ളതിനെ ആരാധിക്കുന്ന വെടി, ജീവനുള്ളതും പോംപൻ ഷോ പുറമോടി അല്ല കാര്യം. അപ്പോൾ എന്താ പറയേണ്ടത്? ഇതിപ്പോൾ ഈ സിസ്റ്റേഴ്സിന് കേൾപ്പിച്ചു കൊടുത്താലും കുഴപ്പമില്ല. എന്നുവെച്ചാൽ നമ്മൾ ആത്മാവോട് സംസാരിച്ച ആത്മാവിലൂടെ ആത്മാവോട് നിങ്ങൾ ചോദിക്കും, നിങ്ങൾ മാറിയില്ലെങ്കിൽ. അതാണ്. പക്ഷെ ഒരു പള്ളിയിൽ പോലെ പറഞ്ഞത് യേശുയ്ക്ക് ജീവനുള്ള ദൈവമായിട്ടുള്ള സമാമെന്നാണ് കാണാൻ. അല്ലാണ്ട് മാലാകമാരോടൊന്നും ഏഞ്ചലിക്ക് ഹ്യൂമൻസിൻ്റെ ഹ്യൂമാനിറ്റി എല്ലാം എന്ന് കാണാൻ. അപ്പോൾ ജീവനുള്ള ദൈവത്തിന് എന്തിനു പള്ളിക്ക് പോകണം? അത് ഇവിടെയും ഹാരിസിൻ്റെ സമയത്തും കൃപ നടക്കുന്നതും ആ രീതിയിലാണ് വരണം. ജീവനുള്ള ദൈവം ഒരു സമയം ഓർക്കും. ഇപ്പം നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഓർക്കും, ഇതായിരുന്നോ എന്ന് ഓർക്കും. അത് മനസ്സിലാക്കാൻ പഠിക്കുക എന്താണ്. അല്ലാണ്ട് കുറേ വിഡ്ഢിയാന്മാരെ ഫോളോ ചെയ്യുന്നതല്ല കാര്യം. ജീവനുള്ള ദൈവം എന്ന് പറയുന്നത് ആത്മാവിലാണ് കുടികൊള്ളുന്നത്. അല്ലാണ്ട് പള്ളിയിലും മലമുകളിലും പ്രാർത്ഥിക്കേണ്ടാത്ത കാലം വരുന്ന യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ലാണ്ട് ജീവനില്ലാത്തതിനെ ആരാധിക്കരുതെന്ന്. വെഡിത്തരം പറയുന്നതല്ല ശരി. വിവരം ആർജിക്കാൻ പഠിക്കുക, വിവരം ഓതി കൊടുക്കാൻ പഠിക്കുക. മക്കൾക്കായാലും തമ്മിൽ മുതിർന്നവർക്കായാലും. അതാണ് തമ്മിൽ കുഴിൽ ചാടിക്കാണ്ട് വിവരം പറഞ്ഞു കൊടുക്കുമ്പോൾ അത് പുഷ്ടിപ്പെടുത്തലാണ്. അതാണ് പ്രാർത്ഥന, ഒറിജിനൽ പ്രയർ എന്ന് പറയുന്നത്. പിന്നെ എന്താ പറയുക, അത് പറയണ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ റിലീജിയൻ അല്ല. ഒരു ആൻറ്റിക്രൈസ്റ്റ് റോമൻ കാത്തലിക്സോ ആൻറ്റിക്രൈസ്റ്റ് ഹിന്ദുസോ ആൻറ്റിക്രൈസ്റ്റ് മുസ്ലിംസ് അല്ല. ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യാസമുണ്ട്, ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യാസമുണ്ട്. വിവരം പറഞ്ഞു കൊടുക്കാൻ പഠിക്കുക, സ്ട്രോങ് ആയിട്ട് സമാധാനത്തോടെ. അതാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. പറയണ ശൈലി കണ്ടറിയാലോ. ഒച്ച വെച്ച് ബഹളം വെച്ച് തലയ്ക്ക് വിവരമില്ലാത്ത വെട്ടിത്തം പറഞ്ഞ് ഓതി കൊടുക്കുന്നതല്ല ശരി. സമാധാനത്തോടെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ തമ്മിൽ കുഴിയിൽ ചാടിക്കരുത്. പിന്നെ ഒരു കാര്യം പറയട്ടെ, യേശുവ ആൾക്കാരെ കാണിക്കാനായിട്ട് അവിടെ ഇങ്ങോട്ട് പോകണം കാണിക്കാനല്ല, സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടിയാണ് 3.5 വർഷം പുറത്തിറങ്ങിയത്. അതാണ് ഈസി വേ. അതിനു വേണ്ടിയാണ് ചെറിയ സമാധാനത്തിലാണ് പ്രസംഗിക്കണം. അല്ലാണ്ട് രാഷ്ട്രീയക്കാർ പ്രസംഗിക്കണ പോലെ ഒച്ചയും ബഹളം വെച്ചിട്ട് ആൾക്കാർക്ക് മനസ്സിലാവാത്ത രീതിയിലല്ല സംസാരിക്കണം. സമാധാനത്തോടെ സ്ട്രോങ് ആയിട്ട് നല്ല എന്താ പറയുന്നത്, സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന പോലെ അതുപോലെയാണ് ഇപ്പോഴും കാര്യസ് ചെയ്യുന്നത്. അപ്പോൾ പൂർണ്ണ അറിവോടെ മുന്നോട്ട് നീങ്ങാം. അല്ലെങ്കിൽ വിഡ്ഢികൾ പറയണ പോലെ പാതിരികളുടെ വേഷം കെട്ടി നടക്കണ വിഡ്ഢികൾ ഓരോ ചെയ്യുന്നത് കണ്ട് ഫേക്കുകൾ വിശ്വസിച്ച് ഇരുന്നുകൊണ്ട് പാതിരികളുടെ ആവശ്യമില്ല നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. വിശ്വസിച്ചിരുന്നാൽ നിങ്ങളുടെ സമാധാനം പോവും, നിങ്ങളുടെ സ്ട്രെങ്ത്തും പോവും. അപ്പോൾ സമാധാനത്തോടെ വൈരാഗ്യമില്ലാണ്ട് നല്ല സമാധാനത്തോടെ പറയണേ. കുടിച്ചിലൊക്കെ കെട്ടി ഡ്രഗ് അടിച്ച് ബീഡി അടിച്ച് നടക്കണത് വേറെ. അത് മനസ്സിലാക്കാൻ പഠിച്ചില്ലെങ്കിൽ സ്വയം മരുന്ന് കൂട്ടി വാങ്ങും എല്ലാവരും. പിന്നെ ആരുടെയും നിന്നും യേശു കാശൊന്നും വാങ്ങാൻ പോയിട്ടില്ല. കാശ് മേടിച്ച് നടക്കണ രാഷ്ട്രീയക്കാരാണ് ഇപ്പോൾ എല്ലാവരും. അഭിനേതാക്കളായാലും രാഷ്ട്രീയക്കാരാണെങ്കിലും കാശ് മേടിച്ചാൽ എന്തെങ്കിലും ചെയ്യുള്ളൂ. ആക്ടിങ് എന്ന് പറയുന്നത് നടന്നതിന് യേശുവ ഇല്ല. അത് തന്നെ ഇപ്പോൾ കാരിസ്റ്റായിട്ട് നടക്കണേ. ആക്ടിങ് കുടിച്ച് നടക്കണം, ഡ്രഗ് അടിച്ച് വീഡിയോ അടിച്ച് നടക്കണം, ജീവിതത്തിന് അർത്ഥമില്ല എന്ന് പറഞ്ഞ കോഹനിലാരും കുമ്മുട്ടിയും പോലത്തെ വെഡ്ഡികൾ തന്നെയാണ് അത്. അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും, ഡ്രഗ് അടിക്കും, കുടിച്ച് ഗുഡ്കിയും കഴിച്ച് ജീവിതത്തിന് അർത്ഥമില്ല എന്ന് പറഞ്ഞ് ഓരോ വെഡിത്തം പൊട്ടന്മാരെ പോലെ ചെയ്തിട്ട് ഓരോ അവാർഡുകൾ വാങ്ങും. അവാർഡുകൾ മേടിച്ചിട്ട് എന്താ കാര്യം? ഈ മെറ്റീരിയലിസ്റ്റിക് മരിച്ചു കഴിഞ്ഞാൽ അത് കൊണ്ടുപോകുമോ? ചത്തു കഴിഞ്ഞാൽ അവർ കൊണ്ടുപോകില്ല. തലയ്ക്ക് വിവരമില്ലാത്ത വെഡിത്തം കൊണ്ട് കയറ്റി വെക്കണവർക്ക് ആയിരുന്നു കുട്ടി വാങ്ങലുണ്ടോ? ഇത് വളരെ സമാധാനത്തോടെ സ്ട്രോങ് ആയിട്ട് പറയണേ. നിങ്ങളുടെ ഒരു വെഡ്ഡികൾ എത്രത്തോളം വെഡിത്തത്തിൽ നീങ്ങണോ അത് തന്നെ നിങ്ങൾ അരുന്നൂട്ടി വാങ്ങണം. ഞാൻ പറയാം, നിങ്ങളോട് വെഡിത്തം കാണിക്കാൻ ഇല്ല. നിങ്ങളാണ് വെഡിത്തം ആയിരുന്നു കൊട്ടി ശോഷിച്ച അവസ്ഥയിൽ മുഴുകി തീരുന്നത്. ഈ ചത്തൊടുങ്ങണ വിഡ്ഢികൾ ആർക്ക് വേണം? എനിക്കൊന്നും വേണ്ട ഇങ്ങനെയുള്ള വിഡ്ഢികളെ എനിക്ക് ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഇത് പറയണത് വ്യത്യാസമുണ്ട്. അതായത് പാതിരി വേഷം കെട്ടി വിലയില്ലാണ്ട് റിപ്പീറ്റ് ചെയ്യരുത് സാക്രിഫൈസ്. ഇനി വേറെ ഒരു യേശുവ വരാനിരിക്കണില്ല, വന്നു കഴിഞ്ഞു. സമാധാനത്തോടെയും സ്ട്രെങ്ത്തോടു കൂടെ.
അപ്പോൾ നിങ്ങൾ പറയും ഇത് മനുഷ്യർ ചെയ്യുന്നതല്ലേ? അപ്പോൾ എർത്ത് സുനാമി വരുന്നത് മനുഷ്യർ ചെയ്യുന്നതാണോ? അതാ പറയണേ. 11-8 മൂത്തരും അനിയും തമ്മിൽ വ്യത്യാസം അറിയേണ്ടത് 11-8 മരിക്കുന്നതും 2020 കൊറോണ വരുന്നതും ആ ബാപ്റ്റിസം ചെയ്യണമെങ്കിൽ 30 വയസ്സിൽ ചെയ്യുന്നതാണ്. April 21 ആണ് പോപ്പ്. April 21 88 വയസ്സിൽ മുങ്ങി നിവരാണ്ട് 3 തുള്ളി വെള്ളം ഒഴിച്ചില്ലാണ്ട് അവിടെ സമാധാനത്തോടെ സ്ട്രോങ് ആയിട്ട് പറയണേ. ഇതിൽ വൈരാഗ്യമില്ല, ഒന്നുമില്ല. ആ പറയണത് കേൾക്കാൻ നിങ്ങൾ കുഴിയിൽ ചാടാതിരിക്കാനുള്ള കാര്യങ്ങളെ പറയണേ. അല്ലെങ്കിൽ തമ്മിൽ കുഴി ചാടിക്കണം, വിഡിത്തം പറഞ്ഞ് ഓതി കൊടുക്കണം. നിങ്ങളുടെ സ്വയം തമ്മിൽ റെസ്പെക്റ്റ് ഇല്ലാത്ത പോലെയല്ല. അപ്പോൾ സമാധാനത്തോടെ സ്ട്രോങ് പൂർണ്ണ വിവരത്തോടെ നീങ്ങാം. 84 വയസ്സിൽ 2 പോപ്പുകൾ ഇല്ലാണ്ടാവണം മുങ്ങി നിവരാത്ത കാരണം. അതന്നെയാണ് പറയണേ. ഒരു 30 വയസ്സിൽ യേശുവയുടെ 30 വയസ്സിൽ ബാപ്റ്റിസം ചെയ്ത പോലെ അത് 12 വയസ്സായിട്ട് കാണണ്ടായ പോലെ 2000 March 8 എന്തുണ്ടായെന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞു. അതുപോലെ 2012 24 വയസ്സിൽ 12 24 എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞിട്ടുള്ള 11 മണി കഴിഞ്ഞിട്ട് 23 മണി കഴിഞ്ഞിട്ടുള്ള സമയമുണ്ട്. 00 സമയം 28 സമയത്തിനാണ് പ്രാധാന്യം. 24 വയസ്സിൽ 24 8 കൂട്ടിയാൽ മതി. 82+4 6 കൂട്ടണ്ട. 88 ആ 2000 12 വയസ്സ് ഇപ്പൊ കാണണ്ടായ പോലെ ഈശ്വര. അത് തന്നെ. അപ്പൊ സമാധാനത്തോടെ സ്ട്രോങ്ങോടെ കാര്യങ്ങളെ പറയണേ, പൂർണ്ണ വിവരത്തോടെ. അല്ലാണ്ട് വൈരാഗ്യവും ദേഷ്യം ആർക്കാ വരണേ? സ്വന്തം വിവരമില്ലാത്തവർക്കാണ് അത് വരണത്. അത് മനസ്സിലാക്കാൻ പഠിക്കുക. അപ്പോൾ 12 വയസ്സായിട്ട് കാണണ്ടാവും യേശുവിനെ. 12 വയസ്സ് 2000 അതുപോലത്തെ സെക്കൻഡ് കമ്മിങ് ഓഫ് യേശുവാണ് ഞാൻ. ആ രീതിയിലാണ് പറയണത്. 24 വിശ്വസിക്കാൻ ഞങ്ങൾക്ക് എന്താ പറ്റാത്ത ഈ വിഡിത്തം വിവരമില്ലാത്തത് കണ്ട വായിച്ച് മനസ്സിലാക്കാത്തവരെ കേട്ടറിയാനാന്ന്. 12 വയസ്സ് കാണാണ്ടാവണ രീതി, 30 വയസ്സിൽ ബാപ്റ്റിസം ചെയ്യണ രീതി, 2012 സർക്കംസിഷൻ ചെയ്യണ രീതി, 8 വീക്സ് സർക്കംസിഷൻ ചെയ്യണ രീതി, 2012 24 വയസ്സ്, 12 14 24 11 മണി കഴിഞ്ഞിട്ടുള്ള 00 സമയം, 28 സമയം, 2x4 8 കൂട്ടി മതി. 2+2+4 8 6 കൂട്ടണ്ട. അത് 2000 ഉണ്ടായ പോലെ തന്നെ സർക്കംസിഷൻ ചെയ്തത് 2012 2000 12 വയസ്സപ്പോൾ കാണണ്ടാവണ പോലെ, 30 വയസ്സിൽ ബാപ്റ്റിസം ചെയ്യണ പോലെ, 2020 കൊറോണ ഉണ്ടാവണ പോലെ, 2020 അപ്പോൾ അതൊക്കെ ഞാൻ പറയണത്. ഞാൻ യേശുവാണ് സെക്കൻഡ് കമ്മിങ്ങിൻ്റെ കാരീസ്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവാണ്ട് ഇങ്ങനെ നടന്നെന്താ കാര്യം? ഇത് പൂർണ്ണ സമാധാനത്തോടെ സ്ട്രോങ്ങോടെ പറയണേ. പിന്നെ നിങ്ങൾ അറിഞ്ഞില്ല അയ്യോ ഇതായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട. പൂർണ്ണ വിവരമുള്ളവരാണ് സമാധാനമായിട്ട് സ്ട്രോങ് ആയിട്ട് പറയാം. വൈരാഗ്യം ദേഷ്യം വരുന്നത് കുട്ടിയും കഴിച്ച് വീടി വലിച്ച് സിഗരറ്റ് വലിച്ച് നടന്നത് ശോഷിച്ച വാക്കുകൾ പറയുന്നത് എന്താ? സ്വയം തമ്മിൽ വിവരം ആർജിക്കാൻ പറ്റാണ്ട്, വിവരം പറഞ്ഞു കൊടുക്കാണ്ട്, സ്വയം റെസ്പെക്റ്റ് ഇല്ലാത്തവർ, തമ്മിൽ കുളിച്ചാടിക്കണവർ. ഇത് തമ്മിൽ കുളിച്ചാടിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ പറയണേ. പുഷ്ടിപ്പെടുത്തേണ്ട കാര്യങ്ങൾ. പ്രാർത്ഥന, ഇതൊരു പ്രാർത്ഥനയാണ്. സമാധാനത്തോടെ സ്ട്രോങ്ങോടെ പൂർണ്ണ വിവരത്തോടെ നീങ്ങുക. ബൈബിള് കണ്ട് വായിച്ച് മനസ്സിലാക്കാത്തവരെങ്ങനെ കേട്ടറിയാനാണ്? ബൈബിള് നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. പാദ്രികളുടെ ആവശ്യമില്ല. പാദ്രികളെ കൊണ്ടല്ല 3 തുള്ളി വെള്ളം ഒഴിക്കേണ്ടത്. തലവന്മാര്, മൂപ്പന്മാര്, അവർ പാദ്രികളല്ല. അവരെ കൊണ്ട് മുങ്ങി നിവർത്തിക്കുക. പൂർണ്ണ അറിവോടെ നീങ്ങുക. ലവ് ചെയ്യാം, സ്നേഹം കൊടുക്കാം. ലവ് വീഡിയോസ് കാണാം. യേശുവും ലവ് കൊടുത്തിരുന്നു. അതിൽ കളങ്കമില്ല. ഷോർട്സ് വാക്കുകൾ പറയിച്ചില്ല. ഗുഡ്ക്കും ബീഡി സിഗരറ്റ് വിളിച്ച് നടക്കലില്ല. ഷോർട്സ് വാക്കുകൾ പറയലില്ല. അത് ജീവനുള്ള ദൈവത്വം ഉണ്ടായതാണ്. അതുപോലെ തന്നെ ഇപ്പോഴും കാര്യം ചെയ്യുന്നത്. ലവ് കൊടുക്കാം, സ്നേഹം കൊടുക്കാം. പക്ഷെ അതിൽ കുറ്റം പറച്ചിലില്ല. ഗുഡ്ക്കും ബീഡിയും സിഗരറ്റ് വലിയില്ല. വിവരമില്ലായ്മയിൽ നടക്കണില്ല. വിവരമില്ലായ്മയിൽ ചടച്ചുകൊണ്ടിരിക്കണില്ലേ. പൂർണ്ണ വിവരത്തോടെ ലവ് ചെയ്യും. പൂർണ്ണ വിവരത്തോടെ, സമാധാനത്തോടെ, സ്ട്രോങ്ങോടെ, സ്ട്രെങ്ത്തോടെ, പൂർണ്ണ അറിവോടെ വർത്തിക്കുവിൻ. അപ്പോൾ ആ ലവ് ചെയ്യണതിൽ കാര്യമുണ്ടോ? അപ്പോൾ മനസ്സിലാക്കാം ഇതെന്താന്ന്. ശരിക്കും ലവ് ചെയ്യാൻ പറ്റിയിരുന്നില്ല സർക്കംസിഷൻ ചെയ്യണ മുമ്പ്. അപ്പോൾ ലവ് ചെയ്യുക, പൂർണ്ണ അറിവോടെ ലവ് ചെയ്താൽ അതിൽ ശോഷിച്ച വാക്കുകൾ പറച്ചിലില്ല. ഗുഡ്ക ബീഡി സിഗരറ്റ് വലിച്ച് മൂക്കുപൊടി വലിക്കലില്ല. ലവ് ചെയ്യണതിൽ പൂർണ്ണ അറിവോടെ ജീവനുള്ള ദൈവത്തിന്റെ ക്രൈസ്റ്റ് എന്ന ലവ് കാണിക്കുക. എത്ര ബോഡിയിൽ സ്നേഹം, എത്ര യേശു വരെ കാണിച്ചിരുന്നു. പക്ഷെ അതിൽ കുറ്റം പറച്ചിലില്ല, ശോഷിച്ച വാക്കുകൾ പറച്ചിലില്ല. ഗുഡ്ക സിഗരറ്റ് ബീഡി വലിച്ചിട്ടുള്ള പൂർണ്ണ വിവരമില്ലാത്ത വൈരാഗ്യവും ദേഷ്യവും ഇല്ല. പൂർണ്ണ വിവരമില്ലാത്തവർക്കാണ് വൈരാഗ്യവും ദേഷ്യം വരിക. ജീവനില്ലാത്തവരാധിക്കണം അവർക്ക്, തമ്മിൽ കുഴിച്ചാടിക്കണവർക്ക്, തമ്മിൽ സ്വയം റെസ്പെക്റ്റ് ഇല്ലാത്തവർക്ക്. ഇത് പൂർണ്ണ അറിവോടെ, റെസ്പെക്റ്റോടെ, പൂർണ്ണ പ്രാർത്ഥനയോടെ, തമ്മിൽ പുഷ്ടിപ്പെടുത്തിയുള്ള സ്നേഹമാണ്.
സമയത്തിന് ചെയ്യണത്. ഇപ്പോൾ ലവ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ഉണ്ടായിരുന്നു, ഇപ്പോൾ ലവ് ചെയ്യുന്നത് വ്യത്യാസമുണ്ട്. അങ്ങനെയുള്ള ലവ് അല്ല, വൃത്തികേടുള്ള ലവ് അല്ല, അത് ശോഷിച്ച ലവ് അല്ല, അത് സ്നേഹത്തോടെയുള്ള ലവ്. യേശു അവരെ ലവ് ചെയ്തിരുന്നു. അത് സ്നേഹത്തോടെയുള്ള ലവ്, പൂർണ്ണ അറിവോടെയുള്ള ലവ്, സമാധാനത്തോടെയും സ്ട്രോങ്ങോടെയും പൂർണ്ണ വിവരത്തോടെയും വർദ്ധിക്കുവിൻ. വിവരത്തോടെ പൂർണ്ണ വിവരമില്ലായ്മ ഇല്ലാണ്ട് ചടഞ്ഞുകൂടിയിരിക്കണ പോലെയല്ല, വിവരത്തോടെ വിസ്ഡമിലൂടെ വിഡിത്തം മാറ്റി തമ്മിൽ തമ്മിൽ കുഴിച്ചാടിക്കൽ ചെയ്യണത് കാര്യമല്ല പറയണേ. തമ്മിൽ കുഴിച്ചാടിക്കരുത്, നിങ്ങൾ തമ്മിൽ റെസ്പെക്റ്റ് ഇല്ലാണ്ട് തമ്മിൽ വിഡിത്തം മോദി കൊടുക്കരുത്, അതാണ് പറയണേ. സ്ട്രോങ്ങോടെ, സ്നേഹത്തോടെ, സമാധാനത്തോടെ, സ്ട്രെങ്ത്തോടെ, പൂർണ്ണ വിവരത്തോടെ വർത്തിക്കുവിൻ, അതാണ് പറയണേ. ജീവനില്ലാത്തത് ആരാധിക്കരുത്. വൈരാഗ്യത്തോടെ നശ്വരമായ സ്ത്രീയെയോ നശ്വരമായ ഹ്യൂമൻസിനെയോ നശ്വരമായ മൃഗങ്ങളെയോ ആരാധിക്കരുത്. തത്രപ്പെട്ട് കല്യാണം കഴിക്കരുത്. തത്രപ്പെട്ട് മക്കളുണ്ടാക്കരുത്. തത്രപ്പെട്ട് ജോലി ചെയ്യരുത്. എല്ലാം ജീവനുള്ള ദൈവത്തിന്റെ സമയത്ത് നടക്കും. എല്ലാം ജീവനില്ലാത്തത് വെടിയൂ. ജീവനില്ലാത്തത് കഴിക്കുന്നത് വെടിയൂ. ജീവനില്ലാത്തത് കഴിക്കരുത്. ജീവനില്ലാത്തത് ആരാധിക്കരുത്. ജീവനില്ലാത്തത് നശ്വരമായത് പറയരുത്. തമ്മിൽ കുഴിയിൽ ചാടിക്കരുത്. തമ്മിൽ റെസ്പെക്റ്റ് കൊടുക്കാതിരിക്കരുത്. തമ്മിൽ റെസ്പെക്റ്റ് കൊടുത്ത് തമ്മിൽ പുഷ്ടിപ്പെടുത്തുക. വിവരമുള്ള കാര്യങ്ങൾ സംസാരിക്കുക. പൂട്ടിന്ന് വിടണ പോലെയല്ല ചെയ്യേണ്ടത്. തമ്മിൽ കുഴിയിൽ ചാടിക്കരുത്. നിങ്ങൾ സ്നേഹത്തോടെ, സമാധാനത്തോടെ, സ്ട്രെങ്ത്തോടെ വർദ്ധിക്കുവിൻ, നീങ്ങുവിൻ, അതാണ് പറയേണ്ടത്. ധൈര്യത്തോടെ നീങ്ങുവിൻ, അതാണ് ജീവനില്ലാത്തത് ആരാധിക്കരുതെന്ന് പറയണത്. ധൈര്യത്തോടെ, സ്ട്രോങ്ങോടെ, സ്നേഹത്തോടെ, സമാധാനത്തോടെ നീങ്ങുവിൻ. നിങ്ങൾ ചവറുകൾ എന്ന് പറയുന്ന പോലെ തമ്മിൽ റെസ്പെക്റ്റ് കൊടുക്കാത്ത പോലെയല്ല. നിങ്ങൾ തമ്മിൽ റെസ്പെക്റ്റ് കൊടുത്ത് തമ്മിൽ വിവരത്തിന് കൂടെ വിസ്ഡമിലൂടെ നീങ്ങുവിൻ. പൂർണ്ണ വിവരത്തോടെ നീങ്ങുവിൻ. പൂർണ്ണ വിഡിത്തത്തിൽ നിന്ന് തീരെ ഒഴിഞ്ഞു മാറുവിൻ. വിവരത്തോടെ നീങ്ങുവിൻ. വിവരം കയ്യിൽ മുറുകെ പിടിച്ച് നീങ്ങുവിൻ. ഒരുമയോടെ നീങ്ങുവിൻ. അല്ലെങ്കിൽ നിങ്ങൾ സമാധാനത്തോടെ, സ്നേഹത്തോടെ, ഒരുമയോടെ, വെഡിത്തത്തിൽ മാറി വിവരത്തോടെ നീങ്ങിയില്ലെങ്കിൽ ഈ വയനാടിൽ 2 മണിക്ക് പൊട്ടി മുളച്ച പോലെ എല്ലാം കുമിഞ്ഞു കൂടും. 7 എന്ന ജീവനുള്ള ദിവസ സമയത്താണ് നടക്കുന്നത്. ജൂലൈയിൽ 30/6/26 എന്ന സമയത്ത്, ജൂലൈ 32 ഓഗസ്റ്റ് 2-ന് 2 ദിവസം മുമ്പ്. അപ്പം അതുപോലെ ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ വിഡിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറൂ. സമാധാനത്തോടെ നീങ്ങുവിൻ. വൈരാഗ്യവും ദേഷ്യവും, കുട്ക കഴിക്കുന്നതും ബീഡി വലിക്കുന്നതും ശോഷിച്ച വാക്കുകൾ മൂട്ടിന്ന് വിടണ പോലെ വായക്കൂടെ വിടുന്നത് നിർത്ത്. വേസ്റ്റ് നിർത്ത്. സമാധാനത്തോടെ, സ്ട്രെങ്ത്തോടെ, സ്നേഹത്തോടെ, പൂർണ്ണ ധൈര്യത്തോടെ, പൂർണ്ണ വിവരത്തോടെ നീങ്ങുവിൻ, വർദ്ധിക്കുവിൻ. നിങ്ങൾക്ക് ലെസൺസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പഠിക്കുക. അത് പഠിച്ചിട്ടും വിവരത്തോടെ നീങ്ങുവിൻ. വിവരമില്ലായ്മ വിഡിത്തത്തിൽ നിന്ന് മാറുവിൻ. പൂർണ്ണ അറിവോടെ നീങ്ങുവിൻ. കണ്ട വായിച്ച് മനസ്സിലാക്കാത്തവരെങ്ങനെ കേട്ടറിയാനാണ്? ലെസൺസിൽ നിന്ന് പഠിക്കുവിൻ. എത്ര ലെസൺസ് മുൻപും കിട്ടിയിട്ടുണ്ട്, അതിന് മുമ്പും എത്രയോ വർഷം മുമ്പ് കിട്ടിയിട്ടുണ്ട്. 1988 മുമ്പ് അവിടെ തൊട്ട് കിട്ടിയിട്ടുണ്ട്, അതിന് മുമ്പും. അപ്പോൾ അത് ഇതിന് മുന്നോടിയാണ്. മനസ്സിലാക്കാൻ പഠിക്കുവിൻ. വിവരത്തോടെ, പൂർണ്ണ വിസ്ഡമോടെ നീങ്ങുവിൻ. വിഡിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറൂ. നിങ്ങളിത് എന്നെ സമ്മതിച്ചില്ലെങ്കിൽ, ഇപ്പം സമ്മതിച്ചില്ലെങ്കിൽ പിന്നീട് ഓർക്കും അന്ന് സമ്മതിച്ചില്ലല്ലോ എന്നത്. അപ്പോൾ സമാധാനത്തോടെ, സ്ട്രോങ്ങോടെ, ധൈര്യത്തോടെ, പൂർണ്ണ അറിവോടെ നീങ്ങാം. സമ്മതിക്കാനുള്ളത് നേരത്തെ ആവട്ടെ. അതായത് പൂർണ്ണ അറിവോടെ ശ്രദ്ധയോടെ വർത്തിക്കുവിൻ. പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് കൺക്ലൂഡ് ചെയ്യുമ്പോൾ കുറച്ച് വ്യക്തമായിട്ട് പറയാം. ലാസ്റ്റായിട്ട് ഇപ്പോൾ പറയാം. എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും രാജാവോ കള്ളനോ തത്രപ്പെട്ട് ജോലി ചെയ്യുക, തത്രപ്പെട്ട് മക്കളുണ്ടാക്കുക, തത്രപ്പെട്ട് കല്യാണം കഴിക്കണത് കണ്ടുണ്ട് എപ്പോഴെങ്കിലും? ഇല്ല. അത് ജീവനുള്ള ദൈവത്തിൻ്റെ സമയത്ത് നടക്കുമെന്ന് പറയുന്നത് വളരെ ശരിയാണ്. അതായത് നിങ്ങൾ വെഡിത്തത്തിൽ കണ്ണ് തുറന്ന് നടക്കുകയാണെങ്കിലും, വെഡിത്തത്തിൽ ഉറങ്ങി എണീറ്റ് നടക്കുകയാണെങ്കിലും ഉറങ്ങണ പോലെ ആവരുതെന്ന്. വെഡിത്തത്തിൽ പൂർണ്ണ അറിവില്ലാതെ ഉറങ്ങി കിടക്കണ സമയത്തായിരിക്കും രാജാവും കള്ളനൊക്കെ വരിക. അതിനാണ് കൂർക്കം വലിച്ച് കിടന്നുറക്കണ സമയത്ത് രാത്രി വരും എന്നല്ല പറഞ്ഞേക്കണേ. നിങ്ങൾ അറിവില്ലായ്മയിൽ നിങ്ങളുടെ വെഡിത്തത്തിൽ ഉറങ്ങി കിടക്കരുത്. നടക്കുമ്പോൾ ഉറങ്ങി നടക്കണ പോലെ
കണ്ണും തുറന്ന് നടക്കരുത്. പൂർണ്ണ അറിവോടെ വർത്തിക്കുവിൻ. പൂർണ്ണ അറിവോടെ, പൂർണ്ണ സമാധാനത്തോടെ, സ്നേഹത്തോടെ, സ്ട്രെങ്തായി വർത്തിക്കുവിൻ. ഒരുമയോടെ നീങ്ങുവിൻ. അതുകൊണ്ട് പറഞ്ഞേ ജീവനില്ലാത്തതും വിഡ്ഢിത്തം ആരാധിക്കുന്നതൊക്കെ ചെയ്യുന്നതും പറയുന്നതൊക്കെ യഹോവയ്ക്ക് അരോചക എന്നാ പറഞ്ഞ. ദേഷ്യം വൈരാഗ്യം കുടിച്ച് ലക്കുകെട്ട് ഡ്രഗ് അടിച്ച് ബീഡി വലിച്ച് ശോഷിച്ച വാക്ക് പറയണ പോലെയല്ല. ദേഷ്യം വൈരാഗ്യമില്ല, അരോചകാന്ന്. ഇങ്ങനെയുള്ള വിഡ്ഢിത്തങ്ങൾ ആരാധിക്കുന്നതും ജീവനില്ലാത്തതിൻ്റെ പുറകെ പോകണതിനതും യഹോവയ്ക്ക് അരോചകാണെന്ന്. അതനുസരിച്ച് നടക്കേണ്ട സമയത്ത് നടക്കുന്നു. വിഡ്ഢി ക്യാമറയുടെ പ്രൂഫൊന്നും വേണ്ട. അപ്പം അങ്ങനെ അപ്പോൾ ഇത് ഞാൻ സമാധാനത്തോടെ, സ്ട്രോങ്ങോടെ, പൂർണ്ണ അറിവോടെ പറഞ്ഞത് ആരും പറഞ്ഞതല്ല. ആരും എന്നോട് പറയിപ്പിച്ചിട്ടില്ല. നിങ്ങൾ പറയിപ്പിച്ച് പറയണ മൂട്ടിൽ നിന്ന് വിടുന്നത്, വായിക്കോടെ വിവരമില്ലാണ്ട് വിടുന്നത്, അത് നിങ്ങൾ സ്വയം കഴിവില്ലാത്തതുകൊണ്ടാണ്. സ്വയം കഴിവുണ്ടെങ്കിൽ, ജീവനുള്ള ദൈവത്തിൽ കഴിവുണ്ടെങ്കിൽ അത് പ്രദർശിപ്പിക്കാൻ നോക്ക്. അത് ബോസമിൻ്റെ മോളിൽ നിന്നാണ് വരണേ, അത് കാലിൻ്റെയും വയറിൻ്റെ താഴെ അടിയിൽ നിന്നല്ല വരണേ. അപ്പോൾ അതൊരു പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ സംസാരിക്കുന്നത് പറയിപ്പിച്ച് പറയുന്നതല്ല. ആര് പറയിപ്പിച്ച് ഇങ്ങനെ പറയുന്നതല്ല. പ്രാക്ടീസ് ചെയ്ത് പറയുന്നതല്ല. ബഹളം ഉണ്ടാക്കി പറയുന്നതല്ല. ജീവനുള്ള ദൈവത്തിന് വേണ്ടി ഏറ്റവും ആദ്യത്തെ മനുഷ്യൻ ജീവനുള്ള ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. അല്ലാണ്ട് ഏഞ്ചലിക് ഹ്യൂമനിറ്റിയുടെ കാര്യമല്ല പറയണേ. അപ്പോൾ ആരും പറയിപ്പിച്ചല്ല ഞാൻ അത് പറയണേ. അപ്പോൾ മനസ്സിലാക്കുക, സ്ട്രെങ്ത്തോടെയും സമാധാനത്തോടെയും സ്ട്രോങ് ആയിട്ട് നീങ്ങുന്നത് വ്യത്യാസമുണ്ട്. അതായത് പൂർണ്ണ അറിവോടെ, ഒരുമയോടെ, ധൈര്യത്തോടെ, പൂർണ്ണ അറിവോടെ നിവർത്തിക്കുവിൻ. പൂർണ്ണ അറിവോടെ നീങ്ങുവിൻ. അതാണ് പറയേണ്ടത്. പറയിപ്പിച്ച് പറയുന്നത് നിങ്ങൾ തന്നെ പറയുന്നത്, അത് ബോസം എന്ന് പറയണതെന്ന്. പറയിപ്പിച്ച് പറയുന്നത് വെറും മണ്ടൻ ഡയലോഗാണ്. മനസ്സിലാവുന്നുണ്ട്? അത് സ്വന്തമായിട്ട് പാടുന്നത് വ്യത്യാസമുണ്ട്. ആരും പറയിപ്പിക്കാണ്ട് സ്വന്തമായിട്ട് കഴിവ് കാണിക്കുന്നത്, അത് ബോസം എന്ന് പറയണേ. കാലിൻ്റെയും വയറിൻ്റെ അടിയിൽ നിന്നല്ല പറയണേ. അപ്പോൾ നിങ്ങളുടെ പിടിത്തം ശോഷിച്ച വാക്കുകൾ മൂട്ടിൽ നിന്ന് വിടുന്നത്, പറയിപ്പിച്ച് പറയണ ഓരോ പണികൾ പോലത്തെ വേസ്റ്റുകൾ അത് നീക്കാൻ നോക്ക്. പൂർണ്ണ അറിവോടെ സംസാരിക്കാൻ പഠിക്കുക. പൂർണ്ണ സ്ട്രെങ്ത്തോടെ, സമാധാനത്തോടെ, വൈരാഗ്യ ബുദ്ധി ഇല്ലാണ്ട്, ശോഷിച്ച ഇത് കഴിക്കാണ്ട്, അത് ശോഷിച്ച അവസ്ഥ കാണിക്കാണ്ട് പൂർണ്ണ അറിവോടെ നീങ്ങുകയും ധൈര്യത്തോടെ, സമാധാനത്തോടെ, സ്ട്രോങ് ആയിട്ട്, സ്ട്രെങ്ത്തിലൂടെ നീങ്ങാൻ പഠിക്കുക. ഇതേപോലെ ഡിലീറ്റ് ചെയ്യേണ്ടത് ഡിലീറ്റ് ചെയ്യും, ആവശ്യമില്ലാത്തത് ഡിലീറ്റ് ചെയ്യും, ആവശ്യമുള്ളത് കയ്യിൽ വയ്ക്കും. ബാക്കിയുള്ളവർക്കും അത് പ്രദർശിപ്പിക്കാൻ, ബാക്കിയുള്ളവർക്ക് ആ ടാലൻറ്റ് കാണിക്കാൻ, സ്പ്രെഡ് ചെയ്യാൻ ആവശ്യമുള്ളത് കയ്യിൽ വയ്ക്കും. അത് ആരും പറയിപ്പിച്ച് പറയുന്നതല്ല. അത് നശ്വരമായ സ്ത്രീകളെയും നശ്വരമായ ഹ്യൂമൻസിനെയും നശ്വരമായ മൃഗങ്ങളെ ആരാധിക്കാൻ പാടില്ല. അത് പറയിപ്പിച്ച് പറയണ വിഡ്ഢിത്താണ്, ആരാധിക്കണ വിഡ്ഢിത്താണ്. അതെന്ന് വെച്ചാൽ അവർ നശ്വരമായ സ്ത്രീ, നശ്വരമായ ഹ്യൂമൻസ്, നശ്വര മൃഗങ്ങളെന്താ ചെയ്യണം? നട്ട് വളർത്തി, അല്ലെങ്കിൽ ഉണ്ടാക്കി, പ്രസവിച്ച് വളർത്തി എന്ന് പറയാം. അല്ലാണ്ട് സൃഷ്ടിച്ച് വളർത്തി എന്ന് പറയാം ഇല്ല. അത് ജീവനുള്ള ദൈവത്തിൻ്റെ സോൾ അധികാരമാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ രൂപമില്ല, സ്ഥിരസ്ഥായിയാണ്, വ്യാപിച്ച് കിടക്കുകയാണ്, രൂപമില്ല. അപ്പോൾ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് നശ്വരമായ സ്ത്രീയോ നശ്വരമായ ഹ്യൂമൻസിനെയോ 10 കൈയും 4 കൈയും 10 തലയോട്ട അവരൊന്നും ഇതിലുണ്ടായിട്ടില്ല. അവരൊക്കെ ആരാധിച്ചുകൊണ്ടിരുന്ന നശ്വരമായ ഹ്യൂമൻസിനെയും നശ്വരമായ മൃഗങ്ങളെയും ആരാധിച്ചുകൊണ്ടിരുന്ന പാമ്പിനെയും ആനേനെയും എലീനെ അവർ ആരാധിക്കണവർ, പട്ടികളെ അവർ ആരാധിക്കണവരുണ്ട്. അതൊക്കെ നിർത്താൻ പഠിക്കുക ആദ്യം. ഉറുമ്പിനെയും പുഴുവിനെ അവർ ആരാധിക്കണവർ. പുഴുവും ഉറുമ്പും പട്ടിയാണ് പശുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. അങ്ങനെയാണ് പശുവിടെ 4 കാലും പശുവിടെ മുഖത്തെ പോലെ ഇരുന്നായിരുന്നു. വായിന്ന് വരുന്ന മുഖം മാത്രമേ വരുള്ളൂ. അതെപ്പോഴും മൂട്ടി തൊട്ടോണ്ടിരിക്കണം നിങ്ങൾ. അത് ചവറുകൾ എന്ന് പറഞ്ഞ് നിങ്ങൾ തമ്മിൽ റെസ്പെക്റ്റ് കൊടുക്കാണ്ട് തമ്മിൽ കുഴി ചാടിക്കുന്നത്. ഇത് കുഴിയിൽ ചാടിക്കേണ്ട കാര്യമല്ല പറയണേ. പൂർണ്ണ കുഴിയിൽ ചാടാണ്ട് നേരെ വഴിക്ക് നീങ്ങാനുള്ള കാര്യങ്ങൾ പറയണേ. വിഡ്ഢിത്തല്ല വരണത്. വിവരത്തോടെ സംസാരിക്കാൻ പഠിക്കും. വിവരത്തോടെ സംസാരിക്കുന്നത് ആരാന്ന് മനസ്സിലാക്കാൻ പഠിക്കും. അപ്പോൾ സ്നേഹത്തോടെ, സമാധാനത്തോടെ, സ്ട്രോങ് ആയിട്ട് സൃഷ്ടിയെ ആരാധിക്കാൻ പാടില്ല. സൃഷ്ടാവ്, കർത്താവ്, അതാണ് കൃത്യം നടത്തത് സൃഷ്ടാവ്. അതിനെയാണ് ജീവനുള്ള ദൈവം എന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാം. അപ്പോൾ സമാധാനത്തോടെയും സ്ട്രോങ്ങോടെയും സ്ട്രെങ്ത്തിലൂടെയും പൂർണ്ണ അറിവോടെ, ധാർഷ്ട്യബുദ്ധി എന്ന് പറയാൻ പാടില്ല തന്നെ, പൂർണ്ണ അറിവോടെ, സമാധാനത്തോടെ, സ്ട്രോങ്ങോടെ, ധൈര്യത്തോടെ, പൂർണ്ണ അറിവോടെ നീങ്ങാൻ പഠിക്കും. ഒരുമയോട് കൂടി നീങ്ങുക. നോക്കി ഇവിടെ ആരെങ്കിലും എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട ഇല്ല.
അപ്പോൾ മനസ്സിലാവും അവിടെ ദേഷ്യമല്ല വരണം. ദേഷ്യം വരണവരും വൈരാഗ്യം വരണവരും അല്ലെങ്കിൽ ജീവനില്ലാത്തത് ആരാധിക്കണവരും പൂർണ്ണ വിവരമില്ലാത്തവരാണ്, അറിവില്ലാത്തവർ, ധൈര്യമില്ലവർക്ക്. അതുകൊണ്ട് ദേഷ്യം വരും. ഡ്രഗ്സ് അടിച്ച് കുടിച്ച് മൂക്കിപ്പൊടിയും വലിച്ച് ബീഡിയും വലിച്ച് സിഗരറ്റും വലിച്ച് മൂക്കിന് മൂലയിൽ കയറിയിരിക്കും. ടോയ്ലറ്റിൽ പോകുമ്പോൾ വരെ സിഗരറ്റും ബീഡി വലിച്ച് നടക്കണവരാണ്. അങ്ങനെ ഒരു സാമ്യത ഇല്ലാത്ത വിഡിത്തം പറയാൻ നാണാവില്ലേ? ഗുഡ്ക്കും കുടിച്ച് എത്രയോ 30 വർഷം കുടിച്ച് നടക്കണവരാണ് ദേഷ്യം വരണവർ. ഡ്രഗ് അടിച്ച് ഈ വേസ്റ്റ് വിടാനായിട്ട് വേസ്റ്റ് വിട്ട് മക്കളെ ഉണ്ടാക്കും. വേസ്റ്റ് വിട്ട് എന്തൊക്കെയോ തേവിടിച്ചികളായ ഈ ഭാര്യമാർ, ജീവനകത്ത് ആരാധിക്കണ വിഡ്ഢികൾ. തേവിടിച്ചി എന്ന് പറഞ്ഞാൽ ജീവനകത്ത് ആരാധിക്കുന്നതും പറയണതൊക്കെ തേവിടിച്ചി എന്ന് പറയും. അത് ബൈബിളിൽ എല്ലാ സ്ഥലത്തും എഴുതി വെച്ചിട്ടുണ്ട്, ബൈബിൾ മാത്രമല്ല. അപ്പോൾ തേവിടിച്ചി എന്നുള്ള പദം ആ രീതിയിൽ കൊടുക്കാം. ജീവനില്ലാത്തതിനെ ആരാധിക്കണതിനും മെറ്റീരിയലിസ്റ്റിക് നേച്ചറിനെ ആരാധിക്കണവരെ പറയാം. സ്ത്രീകളായും പുരുഷന്മാരായാലും നശ്വരമായ സ്ത്രീകളെയും നശ്വരമായ ഹ്യൂമൻസിനെയും നശ്വരമായ മൃഗങ്ങളെ ആരാധിക്കണവർ ധൈര്യമില്ലാത്തവരാണ്. ദേഷ്യം വരണവർ, ജീവനില്ലാത്തത് ആരാധിക്കണവർ, പൂർണ്ണ അറിവില്ല, കണ്ട വായിച്ച മനസ്സിലാക്കാത്തവരെ ഇങ്ങനെ കേട്ടറിയാനാണ്. അതുപോലെ അപ്പോൾ ഇത് ദേഷ്യത്തോടെ പറയുന്നതല്ല, സമാധാനത്തോടെ സ്ട്രോങ്ങോടെ സ്ട്രെങ്തിലൂടെ. ഇത് അരോചകമായിട്ട് പറയണത് ദേഷ്യത്തോടെ പറയുന്നില്ല. അരോചകം എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്. ജൽപ്പനി ചൊവ്വാല അരോചകമാണെന്ന്. ജീവനുള്ള വെടിത്തങ്ങൾക്ക് നേരെ ആരാധിക്കുന്നത് തെറ്റാണ്. അപ്പോൾ നടക്കേണ്ട സമയത്ത് നടക്കുന്നു. അതിന് വെഡി ക്യാമറയുടെ പ്രൂഫ് ഒന്നിൻ്റെ ആവശ്യമില്ല അന്നേ തൊട്ട്. അപ്പോൾ ജീവനില്ലാത്തത് ആരാധിക്കണ വിഡ്ഢികൾ സമാധാനത്തോടെയും സ്ട്രെങ്ത്തോടെയും ധൈര്യത്തോടെയും പൂർണ്ണ ഒരുമയോടെയും അറിവോടെയും നീങ്ങാത്തവരാണ്. അതുകൊണ്ട് പറയണേ, സമാധാനത്തോടെ ധൈര്യത്തോടെ വർത്തിക്കുവിൻ, സമാധാനത്തോടെ സ്ട്രെങ്ത്തിലൂടെ പൂർണ്ണ അറിവോടെ നീങ്ങുവിൻ. എല്ലാം നിവർത്തിക്കേണ്ടത് ഒരുമയോടുകൂടി, ധൈര്യത്തോടു കൂടി, സമാധാനത്തോടു കൂടെ, സ്നേഹത്തോടു കൂടെ, സ്ട്രെങ്ത്തിലൂടെ നീങ്ങുവിൻ. അതാ ഞാൻ വീണ്ടും ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാ വിഡ്ഢിയാന്മാരെ സ്വപ്നം കാണണേ? നിങ്ങൾ വിഡ്ഢിയാന്മാരുടെ കൂട്ടത്തിൽ ഇരുന്നിരുന്ന് നിങ്ങളുടെ തല ശോഷിച്ച് പോയിക്കാണ്. തലയ്ക്ക് ഉപയോഗിക്കാൻ പറ്റാണ്ട് മരവിച്ചിരിക്കുകയാണ് നിങ്ങളുടെ തല. അത് ബ്രെയിൻ ഉപയോഗിക്കാൻ പറ്റാണ്ട് അമീബിക് എൻസെഫലൈറ്റിസ് പോലത്തെ കുറേ വിഡ്ഢി രോഗങ്ങൾ വരേണ്ട ഓരോ വിഡ്ഢി സ്ഥലങ്ങളിൽ. അവിടെ മാത്രം തന്നെ വരണത് എന്തുകൊണ്ടാണ്? അത് ഉണ്ടാക്കി ഇപ്പോൾ ഫേക്ക് സിറ്റുവേഷൻ ആയതുകൊണ്ട്. അത് മനസ്സിലാക്കാൻ പഠിക്കുക. അതുപോലെ തന്നെ എത്രയോ വിഡ്ഢിത്തങ്ങളാണ് നീങ്ങുന്നത്. എന്നിട്ട് നിങ്ങളത് മനസ്സിലാക്കണില്ല. നിങ്ങൾ റെസ്പെക്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സ്വയം നിങ്ങളോട് റെസ്പെക്റ്റ് ഇല്ല. അപ്പോഴും നിങ്ങൾ ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കണം. ഏതോ വിഡ്ഢിയന്മാരെ സ്വപ്നം കണ്ടിരിക്കുക. സ്വന്തം കൂട്ടത്തിലുള്ള വിഡ്ഢികളായ നിങ്ങളുടെ കൂട്ടത്തിലുള്ള വിഡ്ഢികൾ തന്നെ ആയിരുന്നു കൂട്ടി ചാവണത്. ഞാനങ്ങനെ ഡ്രഗ്സ് അടിച്ച് കുടിച്ച് നടന്നു പറഞ്ഞാൽ നിങ്ങൾ എത്ര ഡ്രഗ്സ് അടിച്ച് കുടിച്ച് നടക്കണ വിഡ്ഢികളെ സ്വപ്നം കാണണേ? അവർ ആ പാട്ട് ഞാൻ സമയത്ത് ഈ പാട്ട് അങ്ങനെ പാടുന്ന കൂടി ഉണ്ടാവില്ലേ? അപ്പോൾ നിങ്ങൾ അന്ന് അങ്ങനെ ആയിരിക്കും പാടില്ല. അങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് എന്താ കാര്യം? അതുകൊണ്ട് നിങ്ങൾ എന്തിനു വിഡ്ഢിയന്മാരെ സ്വപ്നം കാണണേ? ജീവനുള്ളതിന് മുറുകെ പിടിക്കുക. സമാധാനത്തോടെ സ്ട്രെങ്ത്തിലൂടെ ജീവനുള്ളത് മുറുകെ പിടിച്ച് ഒരുമയോടെ വർത്തിക്കുവിൻ, നീങ്ങുവിൻ. കറുത്തവരായാലും വെളുത്തവരായാലും മഞ്ഞ യെല്ലോയിഷ് ആണെങ്കിലും ആരൊക്കെയാണെങ്കിലും ഏത് ആദിവാസികളാണെങ്കിലും കറുത്തവരാണ് വെളുത്തവരാണെങ്കിലും സമാധാനത്തോടെ ഡ്രഗ് അടിച്ച് നടക്കാണ്ട് കുടിച്ച് ജീവനില്ലാത്ത ആരാധിക്കാണ്ട് സമാധാനത്തോടെ സ്ട്രെങ്ത്തിലൂടെ ധൈര്യത്തോടെ പൂർണ്ണ അറിവോടെ. പൂർണ്ണ അറിവുണ്ടെങ്കിൽ ധൈര്യം വരുള്ളൂ, അല്ലെങ്കിൽ ധൈര്യം ഇല്ലാത്തവർക്ക് ദേഷ്യം വരും. പൂർണ്ണ അറിവോടെ സ്നേഹത്തോടെ സമാധാനത്തോടെ സ്ട്രെങ്ത്തിലൂടെ സ്ട്രോങ്ങിലൂടെ നീങ്ങുവിൻ. പൂർണ്ണ ഒരുമയോടെ കൂടെ നീങ്ങുവിൻ. പൂർണ്ണ ഒരുമയോടെ വർത്തിക്കുവിൻ. അതാ ഞാൻ വീണ്ടും പറയണേ, അതാ ഞാൻ വീണ്ടും ചോദിക്കണേ. ജീവിതം ഒരു ഒരുത്തൻ്റെ ഒരു ആൺകുട്ടിയുടെ ജീവിതം കണ്ട വായിച്ച മനസ്സിലാക്കാത്തവർ, എന്തും ബൈബിള് കണ്ട വായിച്ച മനസ്സിലാക്കാത്തവർ എങ്ങനെ കേട്ടറിയും? അതുകൊണ്ട് പറഞ്ഞ സമാധാനത്തോടു കൂടെ സ്ട്രെങ്ത്തിലൂടെ ധൈര്യത്തോടു കൂടെ ദേഷ്യവും വൈരാഗ്യവും കുറ്റുമോന്തിയും പിടിച്ച് ശോഷിച്ച വാക്കുകളും പറഞ്ഞ് നാവ് ചീത്തയാക്കി ജീവനില്ലാത്തതിനെ ആരാധിച്ച് നടക്കാണ്ട് ധൈര്യത്തോടെ ഒരുമയോടുകൂടെ സ്ട്രെങ്ത്തിലൂടെ സ്ട്രോങ് സമാധാനത്തോടെ വർത്തിക്കുവീൻ, ഒരുമയോടുകൂടി വർത്തിക്കുവീൻ. പൂർണ്ണ അറിവോടെ പറയണ ലിവിങ് വേർഡ്, പൂർണ്ണ അറിവോടെ പറഞ്ഞ വേർഡ്സിന് വിലയുണ്ട്, ശക്തിയുണ്ട്. അതാ പറയണേ. ഞാനിപ്പോൾ ഇവിടെ എത്ര പ്ലസൻ്റ് ആയിട്ടാണ് പറയണേ. എത്രയോ നല്ല ദേഷ്യപ്പെട്ട് പറയണവർ കുടിച്ച് ഡ്രഗ് അടിച്ച് ശോഷിച്ച വാക്കുകൾ മാത്രം പകരം ആ വായ വിഡിത്തം പറയിപ്പിച്ച് പറയണവർക്ക് വരും. ഇത് പറയിപ്പിച്ച് പറയുന്നതല്ല. അത് പെണ്ണുങ്ങളൊക്കെയാണ് പ്രസവിച്ച് നടക്കും. നിങ്ങൾക്ക് വ്യത്യാസം അറിയില്ലേ? സ്വന്തമായിട്ട് കഴിവുണ്ടാക്കി പറയണത് വ്യത്യാസമുണ്ട്. കണ്ടില്ലേ? ഞാൻ ദേഷ്യം വരണ്ട. എത്രയോ പ്ലസൻ്റ് ആയിട്ടാണ് പറയണേ.
അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിശേഷി ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കുക ബുദ്ധിശേഷി. അത് സ്ട്രെങ്ത്തിലൂടെ, സമാധാനത്തിലൂടെ, ഒരുമയോട് കൂടി കണ്ട വായിച്ച മനസ്സിലാക്കാത്തവരെ എനിക്ക് കേട്ടറിയുന്ന ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കണ്ട വായിച്ച മനസ്സിലാക്ക്, എന്നിട്ട് കേട്ടറിയ്, അങ്ങനെ പറയണേ. അല്ലാണ്ട് തമ്മിൽ തമ്മിൽ കുഴി ചാടിക്കാനുള്ള വിഡിത്തല അവിടെ പറഞ്ഞുകൊണ്ടിരിക്കണേ. പൂർണ്ണ അറിവോടെ പറയണു. അപ്പോൾ തമ്മിൽ തമ്മിൽ കുഴിയിൽ ചാടിക്കരുത്. തമ്മിൽ റെസ്പെക്റ്റ് കൊടുക്കാണ്ട് അവറുകൾ സവറുകൾ എന്ന് പറഞ്ഞ് തമ്മിൽ തമ്മിൽ കുഴിയിൽ ചാടിക്കരുത് നിങ്ങൾ. ഏതെങ്കിലും ടെമ്പററി മന്ത്രിമാരെ, സുരേഷ് ഗോപി ആരെങ്കിലും സാങ്ഷൻ കൊടുക്കാൻ നിൽക്കണം, മെറ്റീരിയലിസ്റ്റിക് നേച്ചറിന് നടക്കണവർ ഇത് പറയൂ. അത് പ്ലസന്റ് പേര് പറയുന്നത് വളരെ വ്യത്യാസമുണ്ടെന്ന്. അതാണ് പറഞ്ഞത്. സമാധാനത്തോടെ, സ്ട്രെങ്ത്തിലൂടെ, സ്ട്രോങ് ആയിട്ട്, ഒരുമയോട് കൂടി, ധൈര്യത്തോടെ, പൂർണ്ണ അറിവോടെ നീങ്ങുവീൻ, വർത്തിക്കുവീൻ. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ അമ്മേനെയോ അപ്പനെയോ അച്ഛനെയോ അമ്മേനെയോ നിങ്ങളുടെ അപ്പനെ അമ്മേനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വളർത്തു മൃഗങ്ങളെ ആരാധിക്കാൻ പോകാറുണ്ടോ? നിങ്ങളുടെ ബ്രദേഴ്സിനെ സിസ്റ്റേഴ്സിനെ ആരെങ്കിലും ആരാധിക്കാൻ പോകാറുണ്ടോ? നിങ്ങളുടെ അപ്പനെയും അമ്മേനെയും വളർത്തിയവരെ ഇല്ല. അതുപോലെ തന്നെ സൃഷ്ടിയെ ആരാധിക്കാൻ പാടില്ല. അവർ നട്ട് വളർത്തി, പ്രസവിച്ച് വളർത്തി വലുതാക്കി എന്നാ പറയാം. അല്ലാണ്ട് സൃഷ്ടിച്ച് വളർത്തി എന്ന് പറയൂ ഇല്ല. ജീവനുള്ള ദൈവത്തിന് മാത്രമുള്ളതാണ് സൃഷ്ടികർമ്മം. സൃഷ്ടിയെ ആരാധിക്കാൻ പാടില്ല. മൃഗങ്ങളെയോ നശ്വരമായ ഹ്യൂമൻസിനെയോ നശ്വരമായ സ്ത്രീകളെയോ നശ്വരമായ മൃഗങ്ങളെയോ ആരാധിക്കാൻ പാടില്ല. അതിൽ നിന്നാണ് വരുന്നത്. വിഡിത്തം തീരെ ഒഴിവാക്കൂ. സമാധാനത്തോടെ, സ്ട്രെങ്ത്തോടെ, പൂർണ്ണ അറിവോടെ, പൂർണ്ണ ഉറപ്പോടെ, പൂർണ്ണ ഒരുമയോടുകൂടി, സ്ട്രെങ്ത്തിലൂടെ, സമാധാനത്തിലൂടെ, സ്നേഹത്തോടെ നീങ്ങുക, വർദ്ധിക്കുക. പിന്നെ ഈ ഏഞ്ചൽസ് എന്ന് പറഞ്ഞ മനുഷ്യർ തന്നെയാണ്. അത് ദൂതന്മാരെ അയക്കുന്നത്, മെസ്സേജ് അയക്കാൻ, മെസ്സഞ്ചറായിട്ട്. അപ്പോൾ അത് ആകാശത്തോടെ ചിറകും വെച്ച് വരണ പടങ്ങൾ, ലൈക്ക് മൈക്കലാഞ്ചലോ, ലിയോനാർഡോ ഡാ വിഞ്ചി ആപ്പാടെ വിശ്വസിക്കരുത്. അത് ഏതായാലും ഭൂമിയിൽ തന്നെയാണ് സ്വർഗം നരകം എന്ന് പറയുന്നത്. ആ ഉന്നതിയുടെ ചിറ കാണിച്ചാണ് ചിറകിൻ്റെ നേച്ചർ മാലകൾക്കുള്ളത്. അപ്പോൾ അതുപോലെ ഉറങ്ങുമ്പോൾ ഒരു വെഡിത്തത്തിൽ ഉറങ്ങുമ്പോൾ, പൂർണ്ണ അറിവില്ലാണ്ട് ഉറങ്ങുമ്പോൾ ഉള്ള വരവിനെ കുറിച്ച് പറയാനുണ്ട്. രാത്രി കൂർക്കം വലിച്ച് ഉറങ്ങുമ്പോൾ രാത്രി ക്ലൗഡ്സോടെ വരുന്ന കാര്യമെല്ലാം പറയുന്നുണ്ട്. ഓക്സിജനും ഇല്ല, ഒന്നുമില്ല. ഇവിടെ തന്നെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ സമാധാനത്തോടെ, പൂർണ്ണ അറിവോടെ, സ്ട്രെങ്തായിട്ട്, പൂർണ്ണ ഉണർവോടെ, പൂർണ്ണ ഒരുമയോടെ നീങ്ങുക. ആ 2019 7-8 എന്ന രീതിയിൽ 2020 മുമ്പ് ബാപ്റ്റിസം ചെയ്ത April 21 ആ പോപ്പ് 7+8 21+4 25 25 6 7 7+8 15+8 23 എന്ന രീതിയിൽ തേർഡ് സ്റ്റാൻഡേർഡ് ആവേണ്ട ഞാൻ സെക്കൻഡ് സ്റ്റാൻഡേർഡ് ചേർന്ന് തന്നെ ആയിക്കണം. അപ്പോൾ 30 വയസ്സിൽ ബാപ്റ്റിസം ചെയ്തിട്ട് മുങ്ങി നിവരണം വേണം. അപ്പോൾ അതിന് 20 വയസ്സെന്ന പോലെ 2000 തൊട്ടുള്ള 12 വയസ്സുകാർ കാണണ്ടാവണ പോലെ. അപ്പോൾ 2020 ഈ 8-8 എന്ന രീതിയിലാണ് 8-4 18-4 32 നാനയുടെയും ജോൺ പോൾ മാഷ് ടു പോപ്പിൻ്റെ 84 വയസ്സ് 2005 സെക്കൻഡ് മെയിൽ മരിക്കണ പോലെ 2005 2+3 4 5 32 4x8 8 വരണ 28 രീതിയിൽ 30 വയസ്സ് ബാപ്റ്റിസം കഴിഞ്ഞ് 31 32 33 വയസ്സിൽ ഏഷ്യന് പബ്ലിക് സർവീസ് പോലെ. അപ്പോൾ ആ സമയത്ത് കൊറോണ ആയിരുന്നു. കൊറോണ വന്നത് നിത്യജീവൻ്റെ തന്നെയാണ് വന്നേക്കണത്. അത് രോഗമൊന്നുമല്ല. ചൈനയിൽ നിന്ന് വന്നേക്കണമെന്നൊക്കെ പറയുന്നത് വെറും കള്ളാണ്, ഫേക്ക് ന്യൂസാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ. 2023 രാജസ്ഥാനിൽ പോകേണ്ട ആവശ്യമില്ല. ചുഴലിക്കാറ്റ് ഫെബ്രുവരിയിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് വീണ്ടും മാർച്ചിട്ട് പോവാണ്. സെക്കൻഡ് മാസം പോയി തേർഡ് മാസം വീണ്ടും പോകുന്നത്. അതുപോലത്തെ തന്നെ 2024 വയനാട് എല്ലാം പൊട്ടിമുളച്ച് മുങ്ങി വരണം എല്ലാവരുടെയും കുമിഞ്ഞു കൂടണ പോലെ 2024 കഴിഞ്ഞപ്പോൾ 2025 പോപ്പ് ഫ്രാൻസിസ് April 21 മരിക്കുന്നത് 88 വയസ്സിൽ. 266 പോപ്പ്. 266 അതിൻ്റെ ബന്ധമില്ല. 266 വെച്ചിട്ട് ബന്ധമില്ല. 8 നിൽക്കുന്നുണ്ട്. 2000 മാർച്ച് 24/8 അമ്മ റോസി, പപ്പയുടെ ഡാഡിയുടെ അമ്മയാണ് റോസി മരിച്ച മാർച്ച് 8 2023. 1+2 3 തൃശ്ശൂരെന്ന് കാണിക്കണ പോലെ 1+2 3 83 2008 മാർച്ച് 12 വയസ്സ് തികയുമ്പോൾ 12 വയസ്സാകുമ്പോൾ കാണുന്ന പോലെ 2000 2008 കാണണ്ടാവണ പോലെ 12 വയസ്സാകുമ്പോൾ 6ാം ക്ലാസ്സിൽ 2006 പിന്നെ കോളേജിൽ ചേരണം. ഇഷ്ടപ്പെടാത്ത സ്ഥലത്ത് കോങ്കളൂർ. അങ്ങനെ തോൽക്കാൻ ഒരുമ്പെട്ടവർ തോറ്റ വേർഡ്സും മൂട്ടിൽ നിന്ന് വിട്ട് വായക്കൂടെ വിട്ടുകൊണ്ടിരുന്ന് തോൽക്കാൻ ഒരുമ്പെട്ടവർ തോൽക്കുക തന്നെ ചെയ്യും. വിഡ്ഢികൾ.
വിഡ്ഢിത്തം എന്താന്ന് പറഞ്ഞു കൊടുത്തിട്ടും ആ വിഡ്ഢിത്തം തന്നെ റിപ്പീറ്റ് ചെയ്യണം അവർ. ചുമ്മാ ഒട്ടിങ്ങോട്ടിരിക്കുക. എന്താണെന്ന് വെച്ചാൽ അവർക്ക് സ്വന്തം വിഡ്ഢികളായ സ്ത്രീകളോട് സ്വന്തം ഭർത്താക്കന്മാർ വിഡ്ഢിയന്മാർ ആണത്വം ഇല്ലാത്ത മെറ്റീരിയലിസ്റ്റിക് നേച്ചറിന് വേണ്ടി പരക്കം പയണം ഈ തത്രപ്പെട്ട് നടക്കുന്ന വിഡ്ഢികൾക്ക് ഒന്നും പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു അത് പറ്റില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളവർ കുറഞ്ഞ നമ്മൾ മോളി നോക്കി ബെഡ് റെസ്റ്റ് ആയിട്ട് ഇറന്ന് കൂട്ടി വാങ്ങുന്നത് ഇപ്പോഴേ ഓർക്കുമ്പോൾ എനിക്ക് ചിരി വരുന്നുണ്ട്. പിന്നെ അപ്പം ഇങ്ങനെ ചിരിക്കും ഞാൻ. അപ്പോൾ മനസ്സിലാക്കുക എന്തൊക്കെയാണ്. പിന്നെ അങ്ങോട്ട് ദ്രോഹിക്കാണ്ട് ഇങ്ങോട്ട് ദ്രോഹിക്കുന്നതൊക്കെ വെറും വെഡിത്താണ് ഞങ്ങളുടെ. അത് ആണത്വം പെണ്ണത്വം എന്നല്ല, മുതിർന്നവർക്ക് പറ്റിയതല്ല. മുതിർന്നവർ ഇങ്ങനെ തലയ്ക്ക് പക്വതയില്ലാത്ത കാരണം അവരുടെ മണ്ടം കാൽക്കുലേഷൻസ് തെറ്റുന്നത് അതുകൊണ്ടാണ്. വേണ്ട വിഡ്ഢികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുള്ള അത്രയ്ക്കും ബുദ്ധിമുട്ടി ഭാരിച്ച് അങ്ങോട്ട് പോയി ഭാരിച്ച കാര്യങ്ങൾ പറഞ്ഞ് അന്വേഷിപ്പിക്കേണ്ട കാര്യമില്ല. അവർക്ക് കിട്ടേണ്ട സമയത്ത് കിട്ടിക്കോട്ടെ, അല്ലെങ്കിൽ അതുപോലെ നടക്കട്ടെ. കിട്ടേണ്ട സമയത്ത് എല്ലാത്തിനും കിട്ടും. ഇത്ര നാൾ നടന്ന പോലെ ഇനിയും നടക്കും. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കാം. ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് കുറേ വിഡ്ഢികൾ നടക്കും, ചടഞ്ഞുകൂടിയിരിക്കും. അവർക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടും. ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് മനസ്സിലാക്കാത്തവർ അവിടെ ചടഞ്ഞുകൂടി ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഒന്നും നോക്കി എൻ്റെ അപ്പൻ എൻ്റെ ഡാഡി ഹിന്ദിക്കാരും അല്ല, മമ്മി ഹിന്ദിക്കാരും മലയാളികളാണ്. അപ്പം ഇങ്ങനെ അങ്ങനെ ആവണം. ഒരു ഹിന്ദിക്കാരൻ ദസറയ്ക്കോ ഒരു ഈദ് ഉൽ ഫിത്തറിനോ ഒരു ഏത് പണ്ടാരായ ഹോളി, ദസറ, ദുർഗാപൂജ, ദിവാളി എന്തിനും തോണ്ടി ക്ഷണിച്ചിട്ടില്ലേ? അതുപോലെ മലയാളിക്ക് എങ്ങനെ പറ്റും? മലയാളികൾക്ക് ദിവാളി എന്തെങ്കിലും വിഷു ഓണത്തിന് ക്ഷണിക്കാൻ അർഹതയില്ലാത്ത പോലെ നടക്കണം. അപ്പോൾ അതൊന്നും അങ്ങനെയാണ്. അപ്പോൾ ഹിന്ദിയായിട്ട് ഞാൻ സംസാരിക്കണില്ലെന്നും വലിയ അന്തരമില്ല. അപ്പോൾ ഞാനത് കൊണ്ടിട്ട് പറയുന്നൊന്നുമല്ല. ഡ്രഗ് അടിച്ച് കുടിച്ചിട്ടൊക്കെ എന്തെങ്കിലും പറയാം. അപ്പോൾ ഞാൻ ഒരു കോൺടാക്ട്സ് മേടിക്കില്ല. ഞാനിപ്പോൾ പോവും എന്തായാലും. ഞാനിപ്പോൾ ഒരു സിസ്റ്റർമാരോട് സംസാരിച്ച് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ജോസ് കോനിക്കാടൻ്റെ മോനാണ് വെച്ച് അവിടെ കൊറോണയ്ക്ക് മുമ്പ് 2019 ബാപ്റ്റിസം ചെയ്ത് മെഴ്സിലാൻഡ് ചെയ്ത് പെന്തോസ്ത റോം കത്തോലിക്കനായിരുന്നു. ഈ പള്ളീനായിരുന്നു. ജസ്റ്റ് മദറിനോട് ഒരു മണിക്കൂർ 1.5 മണിക്കൂറിൻ്റെ റെക്കോർഡിങ്. ഞാൻ പുറത്തായതുകൊണ്ട് എനിക്കിങ്ങനെ അധികം വഴങ്ങി മലയാളത്തിൽ സംസാരിക്കാൻ അറിയില്ല. അപ്പോൾ റെക്കോർഡിങ് കേൾപ്പിക്കാൻ പറ്റും. അപ്പോൾ അതനുസരിച്ച് സംസാരിക്കാനായിട്ട് പറഞ്ഞാലും ഇപ്പോൾ നിങ്ങളോട് കണ്ട് എപ്പോഴായാലും ഏത് സമയത്താണ് അവരവിടെ ഉള്ളപ്പോഴാണ് പുറത്തോടെ പോവും. അപ്പോൾ നിങ്ങൾ ഈ മക്കളെ കൊണ്ട് വെഡിത്തം പറയിപ്പിക്കാതിരിക്കുക. അപ്പോഴൊരു കോൺടാക്റ്റ് മേടിക്കില്ല എന്ന് പറഞ്ഞു. അവർ പറയും. പക്ഷെ അല്ല, മുമ്പേ ഞാൻ കണ്ടിട്ടുണ്ട്. പണ്ട് കോൺടാക്ട്സ് മേടിക്കില്ല. കോൺടാക്ട് മേടിച്ച് അടുത്തതിലേക്ക് എന്തെങ്കിലും മൈക്കിന് മുന്നേ ഞാൻ വെറുതെ ചലിപ്പിച്ച് നിന്നാലും ആംപ്ലിഫയറിൽ കുത്തി സംസാരിക്കാനുള്ള രീതി വരണമല്ലോ എന്ന് പറയാം. അങ്ങനെ വന്നില്ലെങ്കിൽ അതാണ് യഹോവയെ ഞങ്ങൾ കബളിപ്പിക്കുന്നു പറയുന്നത്. ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണല്ലേ യേശുവിനെ സെക്കൻഡ് കമ്മിങ് വരുന്നത് ആക്സെപ്റ്റ് ചെയ്യണല്ലേ. സ്വയം പൊക്കി പറയുന്നതല്ല. എന്താ വെച്ചാൽ ആ ഒരു എന്താ പറയുക ക്ലീശകളും ആരും നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ? അപ്പം അങ്ങനെ നടക്കും. അവരിങ്ങനെ പറയുന്നു വിചാരിച്ചിട്ട് കാര്യമില്ല. നീ നോക്കിക്കോ, അവർ കോൺടാക്ട്സ് പറയില്ല എന്ന് വിചാരിച്ച് മേടിക്കില്ല. ആംപ്ലിഫയർ മേടിച്ച് ഇങ്ങനെ സംസാരിക്കാം. മലയാളം വഴങ്ങി സംസാരിക്കാൻ പറ്റില്ല. 1.5 മണിക്കൂർ ഫുള്ളും കേൾക്കണം. സാധാരണ ജസ്റ്റ് ആദ്യം കുറച്ച് ക്രിറ്റിസിസം അങ്ങനെ ഉണ്ട് റോമൻ കാത്തലിക്സിൻ്റെ അതും. അതനുസരിച്ച് ഫുള്ളായിട്ട് നല്ലതിൽ പറയാനുള്ളത്, നല്ലതിന് വേണ്ടി പറയാനുള്ളതൊക്കെ വരുന്നുണ്ട്. അത് 1.5 മണിക്കൂർ കേൾക്കണം എന്ന് പറഞ്ഞാലും അവർ കോൺടാക്റ്റ് മേടിച്ചാൽ ഇങ്ങനെ പറയാനുള്ളത് ഇപ്പോഴാണെങ്കിലും. പക്ഷെ മേടിക്കില്ല. നിങ്ങൾ നോക്കിക്കോ, അത് മുമ്പുള്ള പോലെ പണ്ടും അതുപോലെ തന്നെ അങ്ങനെ അറിയണമെന്നില്ല, ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല എന്നുള്ള പോലെ തന്നെ പോവും. പക്ഷെ യഹോവയ്ക്ക് അറിയാമല്ലോ ഇതാരാ എന്താന്ന്. അപ്പോൾ മനസ്സിലാക്കാനുള്ള ഇത് കാണിക്കേ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ തമ്മിൽ റെസ്പെക്റ്റ് കൊടുക്കാണ്ട് മീനിങ്ലെസ് ആയിട്ട്, മീനിങ് എന്ന് പറയാണ്ട് അർത്ഥശൂന്യമായിട്ട് എത്ര സൂക്ഷിച്ച വാക്കുകൾ മൂട്ടിന്ന് വിടണ പോലെ വായെന്ന് പറഞ്ഞു സ്വന്തം വില കളഞ്ഞ് അത് മാറ്റാൻ നോക്ക്. എന്തൊട്ട് മുസ്ലിംസ്, എന്തൊട്ട് ഹിന്ദുസ്, എന്തൊരു വളഞ്ഞ കുരുട്ട് മോന്തകളുണ്ട്, പ്രൊമേറ്റർ മോന്തകളുണ്ട്. അതാണ് വളഞ്ഞ മുസ്ലിംസ്, ഗ്ലീഷോ എന്നൊക്കെ പറയുന്നത്. അവരെന്തെങ്കിലും നേരിട്ട് നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അവർ വെള്ള ഡ്രസ്സ് ഇട്ട് നടക്കും. ഞങ്ങളുടെ വെള്ള ഡ്രസ്സ് ഇട്ട് നടക്കണേ നമാസ് ചൊല്ലും മുസ്ലിംസ്, ശോഷിച്ച മുസ്ലിംസ്. അവർക്കാണ് പ്രായമായിട്ട് ബന്ധം, സിനിമയായിട്ട് ബന്ധം. തരുണിയുടെ അവസ്ഥ വയ്ക്കരുത്. ചെറിയ പിള്ളേർക്ക് വരെ വൃത്തികേട് പറഞ്ഞു കൊടുക്കണത് ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ ലൈഫിൽ. അപ്പോൾ മനസ്സിലാക്കാം നിങ്ങളുടെ പിഡിത്തം അതുപോലെ നടക്കും. പക്ഷെ പെന്തക്കോസ്തുകാർക്ക് സിനിമ സൃഷ്ടിച്ചതിൽ വല്ല ബന്ധമുണ്ടാ?
ക്രിസ്ത്യൻസിന് ശരിക്കുള്ളത്. അതാ ക്രിസ്ത്യാനിറ്റി തന്നെ തോൽക്കാൻ പോവാന്ന് പറയണേ. യേശു വന്നിട്ടും സെക്കൻഡ് കമ്മിങ് വന്നിട്ടും അതിനെ ആക്സെപ്റ്റ് ചെയ്യാണ്ട് നടക്കണേ, അതിനെല്ലാത്തിനും കിട്ടും. ആക്സെപ്റ്റ് ചെയ്യാണ്ട് സംശയരോഗം വെച്ച് നടക്കണവരെ എനിക്ക് ആവശ്യമില്ല. ആർക്ക് വേണം ഈ വിഡ്ഢികളെ? വിഡ്ഢികളെ കൊണ്ട് ആവശ്യമുണ്ടാവും. പക്ഷെ എനിക്കെന്തിനു വിഡ്ഢികളെ കൊണ്ട് എന്താ ആവശ്യം? അവരെന്തിനു ബോധിപ്പിക്കണം? യേശു എന്ന് പറഞ്ഞത് പറഞ്ഞ് മനസ്സിലാക്കണം. അത് പറ്റണല്ലേ? അപ്പം അങ്ങനെയുള്ള ഒരു ആക്സെപ്റ്റ് ചെയ്യാത്തുള്ള കാര്യം കിട്ടേണ്ട സമയത്ത് കിട്ടും. അത് ഭൂമി ഫുള്ളും ഉരുണ്ട് വീണ് വീണ്ടും തളർത്ത് വരണതിന് ജീവനോട് ദൈവത്തിന് അത് സൃഷ്ടിക്കാൻ ഒക്കെ ഉണ്ടാവും. അത് മനസ്സിലാക്കാൻ പഠിക്കും. എല്ലാം 65 വയസ്സ് വരെ കുമുക്കോയും ഇന്നസെൻറ്റും ഇങ്ങനെ ജോലിക്കൊന്നും പോകണില്ല, അതുപോലെ കിട്ടാൻ പോവാണ് എല്ലാത്തിനും. കുമാമിക്കും അപ്പനും വയസ്സ് എത്രയായിരുന്നു? ഈ 65 വയസ്സ് തന്നെ കോഹൻലാലിൻ്റെ ചാവുമ്പോൾ. അപ്പോൾ ഈ കോഹൻലാൽ ഈ ചെതലടിച്ച് അഴുകി പോകാനുള്ള അവാർഡുകളും മേടിച്ച്, ഈ വിഡ്ഢികളാണ് വിഡ്ഢി അവാർഡ് മേടിച്ച് നടക്കുക, പറയിപ്പിച്ച് പറയണവർ. ശോഷിച്ച മുസ്ലിംസ്, ശോഷിച്ച ഹിന്ദുസ്, ശോഷിച്ച റോമൻ കാത്തലിക്സ് എന്തെങ്കിലും ഇവിടെ വരണ്ട. യേശു വന്നു എന്നിട്ട് യേശുവിനെ സെക്കൻഡ് കമ്മിങ് വന്നിട്ട് ആക്സെപ്റ്റ് ചെയ്യാത്തവർക്ക് കിട്ടേണ്ട സമയത്ത് എല്ലാത്തിനും കിട്ടും. അതിനു വേണ്ടി അരുന്ന് കൂട്ടി കിടക്കണേ. അരുന്ന് കൂട്ടി വാങ്ങാൻ ഇങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള വിഡ്ഢികളോട് എന്ത് പറഞ്ഞാലും അവർ ആക്സെപ്റ്റ് ചെയ്യില്ല. എന്താ വെച്ചാൽ വിഡ്ഢിത്തം തലകയറ്റി ചെയ്യാണ്. ഡ്രഗ് അടിച്ച് കുടിച്ച് കുട്ടി കഴിച്ച് നടക്കണവരുന്നാണ്. കുടിച്ച് നടക്കുന്ന ഡ്രഗ് കാർഡാണ് യേശു എന്ന് പറഞ്ഞ് ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല, അത് അപ്പം തന്നെ എഴുതി വെച്ചത്. അതിനാണ് 500 വർഷം കഴിഞ്ഞിട്ട് എഴുതി വെച്ചതല്ല. വിഡ്ഢിത്തം പറയണവർ വിഡ്ഢികൾക്ക് വേണ്ടി വിശ്വസിപ്പിക്കാനുള്ളതാണ്, എനിക്കല്ല. ഡ്രഗ് അടിച്ച് കുടിച്ച് മൂക്കുപൊടി വലിച്ച് ഡ്രഗ് കാർഡാണ്, കുടിച്ച് നടന്നു, സിഗരറ്റും ബീഡി വലിച്ച് നടന്നു എന്നാണോ പറഞ്ഞേക്കണേ? തലയ്ക്ക് ഇല്ലാത്ത വിഡ്ഢിത്തം കയറ്റി ചെയ്യാന്ന്. നിങ്ങളുടെ ശോഷിച്ച ഹിന്ദുസ് ജയിക്കാൻ പോകണില്ല. നിങ്ങൾ എത്ര അണിഞ്ഞൊരുങ്ങി നടന്നോ ചിരിച്ചും പള്ളി വിളിച്ച്? ശോഷിച്ച റോമൻ കാത്തലിക്സും ശോഷിച്ച മുസ്ലിംസും ജയിക്കാൻ പോകണില്ല. അത് ഞാൻ ഇപ്പോഴും പറയണു, ഉറപ്പിച്ച് പറയണു നന്നായിട്ട്. നീയൊക്കെ ഉണ്ടല്ലോ അണിഞ്ഞൊരുങ്ങി 4 അടി 5 പൊക്കം പറയും, അതൊന്നും പൊക്കമില്ല. എന്നിട്ട് മുന്നിൽ വന്ന് നിൽക്കാറിയോ നിനക്ക്? ഇല്ല. ദേഷ്യം വന്നിട്ട് പറയുന്നൊന്നുമല്ല, ദേഷ്യം വരുന്നോണ്ട് കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കും. നീയൊക്കെ അണിഞ്ഞൊരുങ്ങി എത്ര നടന്നോ? ഈ ആക്സെപ്റ്റ് ചെയ്യാണ്ട് എല്ലാം നടക്കണം. ഈ വിഡ്ഢി സ്ത്രീ ആയിക്കോട്ടെ, ഒന്ന് മുന്നിൽ വന്ന് ഈ മോന്തറിയാലും നിനക്ക് അതിൻ്റെ ആ വിഡ്ഢി സ്ത്രീ മുന്നിൽ വന്ന് അപ്പം നിൽക്കാൻ പറയില്ല. പീസ് ചത്താലും ഞാൻ പറയണു, യേശു വരെ നിന്നെ രക്ഷിക്കാൻ പോകണല്ലേ. ഒരു ഗ്ലീഷോ ആരും ഇതുപോലെ പറഞ്ഞിട്ടില്ല നിന്നോട്. നീ പീസ് വെച്ചാൽ നിന്റെ ആത്മാവ് നിന്നെ രക്ഷിക്കാൻ പോകണല്ലേ നിന്നെ ഈ ചെയ്യണതിന്, ഈ എല്ലാ ശോഷിച്ച സ്പൈയിങ്ങിനും എല്ലാം ചെയ്യണതിന്. ഏത് ഗ്ലീപ്പനെ, ഏത് അപ്പൻ നവംബറിൽ അരുന്ന് കൂട്ടി വാങ്ങണ സാധനങ്ങളാണ്, ചത്ത സാധനങ്ങളാണ് ഇതിനെ കുറിച്ച് പറഞ്ഞേക്കണേ? ആക്സെപ്റ്റ് ചെയ്യാൻ നടക്കണോടത്തോളം കാര്യം എല്ലാത്തിനും കിട്ടും. ഇത് എത്ര ഞാൻ പറഞ്ഞു കഴിഞ്ഞാലും ഇവർ ആക്സെപ്റ്റ് ചെയ്യാൻ പോകണില്ല, ഒന്നും പറയാൻ പോകില്ല. എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ രീതിയിൽ റെക്കോർഡ് ചെയ്ത് പറയേണ്ട സമയത്ത് കേൾപ്പിക്കും. അപ്പോൾ ആ സമയത്ത് അവർ ആക്സെപ്റ്റ് ചെയ്യാണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഇങ്ങനെ മുരളി ഇരിക്കണത് കാണാം. എന്നിട്ട് ഞാൻ തിരിച്ച് വന്ന് ഇവിടെ വന്നാലും ഒരു കോൺടാക്ട് വയ്ക്കാണ്ട് നടക്കും. അതെനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള വിഡ്ഢികളോട് എനിക്കൊന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. യേശു വന്നിട്ടും ഈ വിഡ്ഢിത്തം മുഴുകി റിപ്പീറ്റ് ചെയ്ത് സാക്രിഫൈസും വിഡ്ഢിത്തം ചെയ്ത് ആക്സെപ്റ്റ് ചെയ്യാണ്ട് സെക്കൻഡ് കമ്മിങ് ആക്സെപ്റ്റ് ചെയ്യാണ്ട് നടക്കണതിന് എല്ലാത്തിനും കിട്ടും എന്ന് പറയണത്. ഓർത്ത് വെച്ചോ, എന്താ പറയുക, ഈ വിഡ്ഢികൾ അണിഞ്ഞൊരുക്കിയ ആദിവാസികൾ ഒരിക്കലും രക്ഷിക്കപ്പെടാൻ പോകണല്ലേ. നോർത്ത് ഞാൻ പറയും, കൂരിദാസിന് ആർക്കും അണിഞ്ഞൊരുങ്ങി ഒളിഞ്ഞ എത്ര നടന്നോ? വലിയ വലിയ കാറുകളൊന്നും ഇല്ലാത്ത സമയത്തും ആൾക്കാർ വെഡ്ഡികൾ നടന്നുകൊണ്ട് അണിഞ്ഞൊരുങ്ങി. അപ്പോഴും നോക്കിക്കോ, രക്ഷിക്കപ്പെടാൻ പറ്റാതെ ക്രിസ്ത്യാനിറ്റി ഒരു ഞാൻ പറയാം ആക്സെപ്റ്റ് ചെയ്യാനിടത്തോളം യഹോവയും കൂടി നിങ്ങളെ കബളിപ്പിക്കാൻ ചെയ്യും. നോക്കി വെച്ചോ, ഞാനാണ് കുടിച്ച് ഡ്രഗ് അടിച്ച് നടന്നതിനെ ഉണ്ടായിരുന്നു കണ്ടത്. ഒരു ക്ലീപ്പനായിരുന്നു കുട്ടി വാങ്ങിയ ഒരു ഇതിന് യേശുവിനെ കുറിച്ച് വായ തുറന്ന് സംസാരിച്ചിട്ടില്ല. അത് കേൾപ്പിക്കേണ്ട രീതിയിൽ കേൾപ്പിക്കുമ്പോൾ മനസ്സിലാവും. ആ വിഡ്ഢികളെ സിസ്റ്റേഴ്സുമാരും എന്താ മുരളിങ്ങി നടക്കും. അതാ പറഞ്ഞ, ഈ വിഡ്ഢികളെ കൊണ്ട് ആക്സെപ്റ്റ് ചെയ്യാത്തവരെ ഓരോ എനിക്കൊന്നും പറഞ്ഞ് ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഈ വിഡ്ഢികളെ ആർക്കും ആവശ്യം എന്ന് യേശു വരെ കൈവിടും. യേശുക്ക് വരെ ആവശ്യമില്ല ഇങ്ങനെയുള്ള വിഡ്ഢികളെ. ഓരോ ശോഷിച്ച വാക്കും പറഞ്ഞ് അവിടെ ഇവിടെയും ചുമരിൻ്റെ ഇടയിൽ അവിടെ ഇവിടെയും പറഞ്ഞ മുഖത്ത് നോക്കി ഇതുവരെ സംസാരിക്കാത്തത് ചുമരിൻ്റെ ഇടയിൽ അവിടെ ഇവിടെയും പറഞ്ഞ് എൻ്റെ അടുത്ത് ചോദിക്കാൻ വന്ന ചീ ഇറങ്ങി പൊടി എന്ന് പറയും വീട്ടിൽ നിന്ന്. ഡി എന്നാണ്, ഡി ആണെങ്കിൽ ഡായ ആണെങ്കിൽ ഡി എന്ന് തന്നെ വിളിക്കും ഞാൻ. ചീ ഇറങ്ങി പൊടി വീട്ടിൽ നിന്ന് തന്നെ പറയും. ഇത്ര നാൾ ശോഷിച്ച വാക്കും പറഞ്ഞ് നടക്കണതിന് ഈ ചുമരിൻ്റെ ഇടയിലും അവിടെ ഇവിടെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇത്ര നാൾ എൻ്റെ മുഖത്ത് നോക്കി പറയാത്തത് എനിക്ക് എന്ത് എഫക്റ്റ് കിട്ടാനാണ്? അവിടെ ഇവിടെ ചുമരിൻ്റെ ഇടയിലും അല്ലാണ്, എന്തിട്ടല്ലാണ്? തലയ്ക്ക് വരില്ലാത്ത വീട്ടിത്തം കയറ്റിച്ചിക്കാന്ന്.
നിങ്ങളുടെ കൂട്ടത്തിലുള്ള ക്ലീശകളും ക്ലീപ്പന്മാർ തന്നെയാണ് എരന്ന് കൂട്ടി വാങ്ങി ചത്തത്. നിങ്ങളുടെ പോലെ വെഡ്ഡികൾ പക്കോ റോമോ കത്തോലിക്ക് പക്കോ ഹിന്ദു എന്നൊക്കെ പറയണ ശോഷിച്ച മുസ്ലിംസ്, അങ്ങനെയുള്ളവർക്ക് ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് ഒരു വാലും മൂടറിയില്ല. എന്നിട്ട് അല്ലാണെന്ന് പറഞ്ഞിരിക്കാൻ അറിയാം ചടഞ്ഞുകൂടി. അത് മനസ്സിലാക്കാൻ പഠിക്കുക എന്താ നിങ്ങളുടെ വെഡ്ഡിത്തന്ന്. അതാ പറയണേ സ്വന്തം കാര്യം നോക്കി ധൈര്യത്തോടെ എല്ലാവരുടെ കാര്യം മനസ്സിലാക്കിയിട്ടാണെങ്കിലും ധൈര്യത്തോടെ സന്തോഷമായിട്ടായിട്ട് സ്വന്തം കാര്യം നോക്കി ഭക്ഷണം ഉണ്ടാക്കി സ്വന്തം കാര്യം നോക്കി നടക്കണവരുടെ തലയിൽ നിങ്ങളുടെ വെഡ്ഡിത്തല ഇടരുതെന്ന്. ഏത് റോസുകളുടെ വെഡ്ഡിത്തല ഇടരുതെന്ന് എൻ്റെ കയ്യിൽ മനസ്സിലാവണ്ട. സമാധാനത്തോടെ സ്ട്രോങ്ങോടെ ധൈര്യത്തോടെ സ്വന്തം കാര്യം നോക്കി എല്ലാവരുടെ കാര്യം മനസ്സിലാക്കിയിട്ടാണെങ്കിലും നടക്കണവരുടെ വെഡ്ഡി തല അവരുടെ അങ്ങനെയുള്ളവരുടെ സ്വന്തം കാര്യം നോക്കി ധൈര്യത്തോടെ സമാധാനത്തോടെ സ്ട്രോങ്ങോടെ നടക്കണവരുടെ കയ്യിൽ നിങ്ങളുടെ വെഡ്ഡിത്തല ഇടരുതെന്ന്. എല്ലാവരുടെ കാര്യം മനസ്സിലാക്കിയിട്ട് നടക്കണവരുടെ കയ്യിൽ നിങ്ങളുടെ വെഡ്ഡിത്തല ഇടരുതെന്ന് പറയണേ. അത് മനസ്സിലാക്ക്. അതല്ല പറയണേ. ചെറുപ്പത്തിൽ ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്ന് മുസ്ലിംസും റോം കാത്തലിക്സും ഹിന്ദുസ് പോലെയല്ല. മുഖത്ത് നോക്കി വെഡിത്തം പറഞ്ഞ് നടക്കണ വെഡ്ഡികളുടെ പോലെയല്ല. എൻ്റെ മുഖത്ത് നോക്കി ആരും വെഡിത്തം പറയാറില്ല, എങ്ങനെ പറയാറുമില്ല, സംസാരിക്കാറില്ല ഇങ്ങനത്തെ വാക്കുകൾ. ശോഷിച്ച വാക്കുകൾ പറയാൻ അവിടെ ഇവിടെയും പറയട്ടെ എന്ത് കാര്യം. അപ്പോൾ മനസ്സിലാക്കും. പകുതി അറിവും പാതി അറിവൊക്കെ നിർത്ത്. വെഡിത്തം നിർത്ത്. എല്ലാം അറിയാണ്ട് വാലുമൂട് അറിയാണ്ട് ഓരോന്ന് വെഡിത്തം അങ്ങോട്ട് ദ്രോഹിക്കാണ്ട് ഇങ്ങോട്ട് ദ്രോഹാക്കൾ പറയണമെന്ന് വിചാരിച്ചിട്ട് അത് ആണത്തം പെണ്ണത്തം വലിയ മേന്മയൊന്നുമല്ല, ബുദ്ധിയില്ലായ്മയാണ്. ഇപ്പോൾ കൊറോണ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ശരീരത്തിലെല്ലാം കിട്ടിയിരിക്കുന്നത് നിരീക്ഷണം കിട്ടിയിരിക്കുന്നത് ഞാൻ കാരണം. അത് നിങ്ങളുടെ പോലെ ഫ്രോഡുകൾ കാരണമല്ല. അത് കിട്ടേണ്ട സമയം കാലം അനുസരിച്ചെല്ലാം മനസ്സിലായിട്ടുണ്ട്. ഓരോ വെഡ്ഡികൾ ചത്തവർ നിങ്ങളുടെ കൂടെ ഇരന്നൂട്ടി വാങ്ങിയവരെ പോലെ അവരെ ഒന്നും നിങ്ങൾ പോലെ വായി തുറന്ന് പറഞ്ഞിട്ടില്ലേ. മനസ്സിലാക്കാൻ പഠിക്കും.